Hi everyone, welcome to another podcast. Today we're speaking to Fasil Karat, founder of Cube. Hi Fasil, welcome to the podcast. Thank you so much. Okay. So talking about Fasil, he have like 5 years. He's building the startup, and it's based in Finland. Yeah. But again, you're actually building with support of the Finnish government, UK government, and operating in different countries, and have a team around of 80 people. So when you look back, so how this 5-year journey being? Yeah. Actually, it's not sort of like what should I say that it's not easy. Not quite easy. Like literally, it's very hard. Like sleepless night. Literally, Yeah. now last 5 years is my sleepless night. So I completed my graduation back in 2015. Then I used to work somewhere 8 years in different corporates. That's included different countries, maybe in the UK, Finland, and then Swedish companies, UK-based companies, Dubai, multiple companies. Very good exposure that yes, there's a potential that we can do something else apart from jobs, like apart from 9 to 5. Then literally that taught me to change and start being my startup, and now it's going pretty good. Literally, wow. Yeah, like you're not the only one mentioning about the 9 to 5, because even this podcast, I usually speak with founders. So they want to break this, 9 to 5 thing and come to startup. But I think there is a misconception. Like people think this is more easier than 9 to 5. No, Then you realize it's not. exactly. It's Yeah. 24/7. Actually, it's not a 9 to 5. It's 24/7. അപ്പം ഞാൻ ഓർക്കുവാണ് ഞാൻ കുറച്ച് മാസം എനിക്കൊന്ന് 1-2 മാസം മുന്നെയാണ് ബ്രോയെ റീച്ച് ഔട്ട് ചെയ്തിട്ട് ഒബ്വിയസ്ലി ബ്രോ ഫൗണ്ടറാണ് ബിസിയാണ് പക്ഷേ എന്നിട്ട് ഞാൻ അതിനുശേഷമാണ് വീഡിയോസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അന്നേരം അപ്പോൾ കുറച്ചും കൂടെ നമ്മളെന്താണ് ചെയ്യുന്നത് ആളുകൾക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കണക്ട് ചെയ്തു, ലണ്ടൻ വന്നപ്പോൾ മീറ്റ് ചെയ്തു. അപ്പം ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഫാസിലിനേക്കാൾ ഉപരി ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണെന്ന് നമ്മൾ ലണ്ടനിൽ അന്ന് സംസാരിച്ചപ്പം മനസ്സിലായി. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ ഉറക്കമില്ലാത്ത സ്റ്റാർട്ടപ്പ് രാത്രികൾ. അപ്പം ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോഴില്ലേ, നമ്മളന്ന് ഇന്നലെ ഒരു വെളുപ്പിന് 2 മണി വരെ നമ്മൾ നമ്മൾ സംസാരിക്കണം മൊത്തം സ്റ്റാർട്ടപ്പിനെ പറ്റിയാണ്. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അപ്പം അങ്ങനെ ഒരു സ്പേസ് നമുക്ക് വേണം. കറക്റ്റ് ഇല്ലേ, നമുക്കിങ്ങനെ സ്റ്റാർട്ടപ്പിൽ സംസാരിക്കാനും അല്ലെങ്കിൽ ബിസിനസ്സിന് സംസാരിക്കാം. എസ്പെഷ്യലി നമ്മളൊരു വേറൊരു കൺട്രിയിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കിട്ടാൻ പാടാണ്. കറക്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനാണെങ്കിലും ബ്രോ ആണെങ്കിലും നമ്മളിങ്ങനെ ടൈം കണ്ടെത്തി വി ലവ് ടു ഷെയർ ഐഡിയാസ്. ഇല്ലേ, കറക്റ്റ്. നേരത്തെ പറഞ്ഞത് സ്ട്രെസ്സ് ഉള്ള പരിപാടിയാണ്. അപ്പോൾ എന്താണ് ബ്രോ ഇപ്പോൾ കണ്ടത്, ഇപ്പോൾ ഈ ഒരു മലയാളി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി വരുന്ന സമയത്ത് എന്താണ് സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഫസ്റ്റ് ഫീലിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെൻഡ് ബ്രോ കണ്ടിട്ടുണ്ടോ? ലൈക്ക് എന്താണ് ആളുകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആളുകൾ ഇത് ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആയി എന്ന് ആലോചിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ലൈക്ക് ഞാൻ ഇവിടെ UK-ലാണോ അല്ലെങ്കിൽ ഇന്ത്യയിലാണോ ചോദിച്ചു? ഇന്ത്യയിൽ രണ്ട് എക്സ്പീരിയൻസ് UK-ൽ വന്ന സമയത്ത് ഇവിടെ കമ്പാരിറ്റീവ്ലി ആളുകൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് ആളുകൾ തിങ്ക് ചെയ്യുന്നില്ല. എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള ആളുകളുടെ ഒട്ടും ഇല്ല എന്നല്ല, ബട്ട് ക്വൈറ്റ് കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം ഞാൻ ഒരുപാട് നെറ്റ്വർക്ക് ഇവൻറ്റ്സിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ മീറ്റപ്സിൽ പോകാറുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇന്ത്യക്കാരെ പോയിട്ട് മലയാളം ഒട്ടും കാണുന്നില്ല. പക്ഷേ സംടൈം ഇന്ത്യക്കാർ 1-2 പേരെ കാണും. പക്ഷേ എങ്കിൽ കമ്പാരിറ്റീവ്ലി അതർ കൺട്രീസിലുള്ള ആളുകൾ കംപ്ലീറ്റ്ലി സ്റ്റഫ്ഡ് ആണ് അങ്ങനത്തെ പ്രോഗ്രാംസ് കാര്യം നോക്കിയ സമയത്ത്. പക്ഷെ നേരെ മറിച്ച് ഇന്ത്യയിലോട്ട് പോകുന്ന സമയത്ത് ഇന്ത്യയിലൊരു ട്രെൻഡ് സെറ്റാണ് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല എല്ലാ ഒരു മൈൻഡ് സെറ്റിലുള്ള ആളുകളും ആക്ച്വൽ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്തുള്ളൊരു ബിക്കം ഫൗണ്ടർ എന്നുള്ള മൈൻഡ് സെറ്റിൽ വരുന്ന ആളുകളല്ല. എല്ലാ ആളുകൾക്കും ഇന്ന് ഫൗണ്ടർ ആണോ നാളെ പോർഷെ എടുക്കണം എന്നുള്ള മൈൻഡ് സെറ്റിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ ആ രണ്ടുമുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ ഇവിടെ ഉള്ള ആളുകൾ ഒരു ഫൗണ്ടറിൽ പ്രോസ്പെക്റ്റ് വരുന്ന സമയത്ത് കുറച്ചുകൂടി മെച്യൂർഡായിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു ആക്ച്വൽ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്ന ആളുകളാണ്. അല്ലാതെ നമ്മളെ ഒരു നമ്മുടെ ജനറേഷൻ അല്ല, നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അല്ലെങ്കിൽ നാട്ടിൽ ഒരുപാട് ഫൗണ്ടേഴ്സ് ഉണ്ട്. അവർക്ക് ഭയങ്കര സെക്സി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഗ്ലാമർ പ്രൊഡക്റ്റിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുള്ളത്. ഒരിക്കലും ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതിലല്ല അവർ ഫോക്കസ് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇവിടെ കമ്പാരിറ്റീവ്ലി വളരെ യങ് ഫൗണ്ടേഴ്സ് ആണെങ്കിൽ കൂടി അവർ പ്രോബ്ലത്തെ കറക്റ്റായി ടാപ്പ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അത് ഇന്ത്യൻ ഫൗണ്ടേഴ്സ് അല്ല പറയുന്നുള്ളത്, ഇവിടുത്തെ ലോക്കൽസ് ഉള്ള ആളുകളെന്ന് പറയുന്നുള്ളത്.
ബ്രോ ആണെങ്കിലും പണ്ട് ഇപ്പം ഓയോയുടെ ടീമിലൊക്കെ ബ്രോ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനീസിൽ ബ്രോ പല റോളിൽ ബ്രോ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റോട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ബ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെയാണോ ഇപ്പോൾ ക്യൂബേ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലോട്ട് ബ്രോ വരുന്നതും അത് ബിൽഡ് ചെയ്യുന്നതൊക്കെ? ഒബിയസ്ലി. കാരണം ഞാൻ ഓയോ റൂമിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ കൺട്രി സപ്ലൈ എക്സലൻസ് ഓഫീസറായിരുന്നു, ഇന്ത്യ, മലേഷ്യ. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ശരിക്കും ഹയറിംഗ് പാനലിൽ ബോർഡിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹയറിംഗ് പാനലിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മോർ ദാൻ 2 to 3 മന്തിന് ട്രെയിനിങ് അവർ തരും. കാരണം നമുക്ക് IIT നിന്നും IIM നിന്നും XLRI അതുപോലെ തന്നെ അത്രയും ടോപ്പ് ഇന്ത്യയിലെ Tier 1 Tier 2 യൂണിവേഴ്സിറ്റിയിൽ കോളേജിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല നല്ല ടാലൻറ്റ് പൂളിനെ ഹയർ ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാളെ പോയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇനീഷ്യലി ഞാൻ പൊട്ടത്തരം ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെയാണ് അവർ ട്രെയിനിങ്ങിന് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സീറ്റിൽ ഇരുന്നുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ദ സെയിം വേ അതിന് മുമ്പേ ഞാൻ ഏകദേശം 2016 സമയത്ത് ഞാൻ ദുബായിൽ പോയ സമയത്തിന് 10,000+ ജോബ്, 10,000+ ജോബ്സിന് അപ്ലൈ ചെയ്തിട്ട് ആ 10,000 റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഒരു ഹയറിംഗ് സീറ്റിൽ ഇരുന്നതുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു ഓപ്പോസിറ്റ് സീറ്റിൽ ഇരുന്ന എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കമ്പൈൻ ചെയ്ത് നോക്കി പിന്നീട് എനിക്ക് ഓയെന്ന് വന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ എവിടെ ഇൻ്റർവ്യൂ എടുത്ത് കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് ആ സ്റ്റിഗ്മ എനിക്ക് ബ്രേക്ക് ചെയ്ത് എന്ത് മെത്തേഡ് പോകണം, എന്ത് ചെയ്യണം എന്നുള്ളത്. പിന്നെ അതിന് ശേഷം ഞാൻ UK, ഫിൻലാൻഡ്, സ്വീഡിഷ് കമ്പനിയിൽ വർക്ക് ചെയ്ത്, നോർവിയൻ കമ്പനി വർക്ക് ചെയ്ത്. അപ്പോൾ മൾട്ടിപ്പിൾ രാജ്യത്തിലെ മൾട്ടി കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ പോകുന്നുള്ളത് ഒരു C-ലെവൽ റോളിലോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പ് ലീഡേഴ്സിനെ ഹയർ ചെയ്യേണ്ടി വരും. ശരിക്കും ഞാനൊരു ഡിഗ്രി ക്വാളിഫൈഡ് ഉള്ള ആളാണ്, പക്ഷേ നമ്മൾ ഹയർ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ 10-5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നമ്മൾ ഹയർ ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത്. അപ്പോൾ അവരെ നമ്മൾ അളക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ട്രെയിനിങ് തരും അല്ലെങ്കിൽ എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ എക്സ്പ്ലോഷറാണ് ശരിക്കും ഓക്കെ ഇതൊരു ആക്ച്വൽ പ്രോബ്ലം മാർക്കറ്റിലുണ്ടെന്നും അതിന് നമുക്ക് ടാക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറുള്ള ഗൈഡൻസ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് CV എന്നുള്ളതൊന്നല്ല ശരിക്കും ഒരു ഇൻ്റർവ്യൂകളിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കിട്ടുന്നതിന് വേണ്ടി മാനദണ്ഡം എന്നുള്ളത് റിയലൈസ് ചെയ്തതിന് ശേഷം ഞാൻ മനസ്സിലാക്കി ഓക്കെ ആക്ച്വൽ പ്രോബ്ലം ഉണ്ട്, ഇന്ന് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആരെങ്കിലും മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ ക്യൂബേ എന്നുള്ളതിലോട്ട് പതിയെ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളത്. ഓക്കെ, ഇന്നിപ്പോൾ ക്യൂബ എവിടെയാണ് ഇന്ന് ക്യൂബ ഇപ്പോൾ കറൻ്റ് അങ്ങ് 27 കൺട്രീസിൽ ഓപ്പറേഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഓൺ ദ വേ ടു അയർലാൻഡ്. അപ്പോൾ നമ്മളവിടെ ഒരു ബിസിനസ് കൊളാബറേഷൻസിന് പോവുകയാണ്. മേ ബി ഇത് പോഡ്കാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് തയ്യാറായിരുന്നുണ്ട് അല്ലെങ്കിൽ പ്രോഗ്രാം. അപ്പോൾ അത് സൈനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോർ ദാൻ ഒരു 80+ അല്ലെങ്കിൽ 87, 89 കൺട്രീസിലോട്ട് നമുക്ക് ഒറ്റ സ്വിച്ചിന് എക്സ്പാൻഷനും പോവും ഹോപ്പ്ഫുള്ളി. അപ്പോൾ അതാണ് നമ്മളെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നുള്ളത്. ഇതിന് കണ്ടില്ല നമുക്കൊരു 80+ ടീം മെമ്പേഴ്സ് ഉണ്ട്. ദെൻ ആ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പാൻഷൻസ്, പുതിയ പ്രൊഡക്റ്റ് കാര്യങ്ങളിൽ ലോഞ്ചിങ്ങിലാണ്. മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ഓൾറെഡി പൈപ്പ് ലൈനിലുണ്ട്, ലൈവായിട്ടുണ്ട്. കൊള്ളാലോ പരിപാടി. ഇത് കൊള്ളാട്ടോ. ഞാനിങ്ങനെ സാധാരണ ഇംഗ്ലീഷിലാണ് ഇപ്പം ഇവിടുത്തെ ആളുകളുടെ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യണതും. അപ്പം ഞാൻ ശരിക്കും പോഡ്കാസ്റ്റ് ചെയ്തു തുടങ്ങിയത് പോലും ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമ്മളെപ്പോഴും അങ്ങനെ പോഡ്കാസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ പറയുകയും ചെയ്തു, നമ്മളിങ്ങനെ ആദ്യം പോഡ്കാസ്റ്റ് ചെയ്തു ശരിയായില്ല, പിന്നെയും ചെയ്തു ശരിയായില്ല, അവസാനം മൂന്നാമത്തെ. ഇത് പലരും മനസ്സിലായില്ല. കാര്യം നമ്മളൊരു കാര്യം ചെയ്തു നോക്കുക, ചെയ്തിട്ട് ഇപ്പോൾ നടന്നില്ല, വീണ്ടും ഫിക്സ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ബിസിനസ്സിലും അത് തന്നെ ആയിരിക്കണം, നമ്മൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഡബിളിൻ്റെ പരിപാടികളൊക്കെ നടക്കട്ടെ. ഉറപ്പായിട്ടും. അല്ല, നിങ്ങൾ പറഞ്ഞ സംഭവം ഇപ്പം ഞാൻ ഇതിന് മുമ്പ് 4 സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തുടങ്ങിയ മണ്ണ് വിറ്റിട്ട് ഞാൻ തുടങ്ങിയ പരിപാടിയാണ്. അത് ഓക്കെ. രണ്ടാമത് ശേഷം 2-3 ചെയ്തു, അതൊക്കെ ഫെയിലിയറാണ്. പക്ഷെ അന്നൊക്കെ നിർത്തി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇത്രത്തോളം വലിയൊരു ഹൈലി എന്താ പറയുക എക്സ്പാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് ബാക്ക് ചെയ്യുന്ന ഒരു കമ്പനി ഒന്നും എനിക്ക് ബിൽഡ് ചെയ്യാൻ ആകെ പറ്റത്തില്ലായിരുന്നു. കാരണം അത്രത്തോളം എനിക്ക് നിർത്തിപ്പോകാനുള്ള അവസരങ്ങൾ 100,000 വട്ടം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മളിത് പിടിച്ചു നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സാധനം എന്ന് പറയുന്നുള്ളത്. എക്സാക്ട്ലി. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഗ്രാൻഡ് കിട്ടി, വിസ കിട്ടുന്നത് പറയുമെങ്കിലും ഇപ്പോൾ ആദ്യം പറഞ്ഞാൽ ഗ്രാൻഡ് ആദ്യം അപ്ലൈ ചെയ്യണ ഗ്രാൻഡിൽ ഇതല്ല ഐഡിയ. അന്ന് പ്രോബ്ലം നമുക്കറിയാം, ഇതാണ് നമ്മൾ സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലം. ബട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി റെഡിയാണ്. അപ്പോൾ അങ്ങനെ ഗ്രാൻഡ്, അപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ കിട്ടാത്തപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഓക്കെ എന്തുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഫീഡ്ബാക്ക് മീറ്റിംഗ് എടുത്തിട്ട് ചോദിക്കുക അവരോട് എന്തുകൊണ്ട് എനിക്ക് ഗ്രാൻഡ് കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ അവർ കുറച്ചാണല്ലോ, അപ്പോൾ നമ്മളത് എടുക്കും. അതുപോലെ ഇപ്പോൾ ഈ സ്പേസിൽ എന്തെങ്കിലും ഇവൻറ്റ്സ് കിടക്കുമ്പോൾ ഇവിടെ വരും, ആളുകളുടെ ഐഡിയ ഷെയർ ചെയ്യും, അപ്പോൾ അവർ ഫീഡ്ബാക്ക് തരും. അപ്പോൾ ആ ഫീഡ്ബാക്ക് എടുത്തിട്ട് നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യും. അപ്പോൾ വീണ്ടും കിട്ടില്ല. എന്നിട്ട് നമ്മൾ പിന്നെ അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ കിട്ടിയില്ല, എന്താണ് ഫിക്സ് ചെയ്യേണ്ടത്, എന്നിട്ട് പിന്നെ അപ്ലൈ ചെയ്യാം, അന്നേരം ഇത് കിട്ടും. ഇപ്പോൾ പലരും വിചാരിക്കണം നോക്കിയത് പോകുന്നു അപ്ലൈ ചെയ്യുന്നു കിട്ടുന്നു, ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് പ്രോസസ്സ് അല്ല. ഒബിയസ്ലി ഇതിന് ഒരു 1 ഇയറോളം ഇതിനൊക്കെ ടൈം എടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ വരുന്നത് പോലും ഇപ്പോൾ 1 ഇയർ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യമേ ഈ കാര്യങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേവ് ടൈം ആൻഡ് എനർജി. അല്ല, ഞാൻ ശരിക്കും നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ കിട്ടിയിരിക്കുന്ന ഗ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങൾ കിട്ടിയിരിക്കുന്ന ഈ വിസ എന്ന് പറയുന്നുള്ളത് 1000 ആളുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
അതിൽ 1 2 അല്ലെങ്കിൽ 5 പേർക്ക് കിട്ടുന്ന സാധനമാണ്. എസ്പെഷ്യലി ഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലത്തെ പോകണമെന്നല്ല, ഇവിടെ അളവുകോൽ എന്ന് പറഞ്ഞാൽ സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു 360 കറക്കും, എന്നിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. ശരിക്കും നിങ്ങൾക്ക് ആ 3 വർഷം അപ്ലൈ ചെയ്ത് റിജക്ഷൻ ആയിട്ട് അവസാനത്തെ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ 3 വർഷം റിജക്ട് ചെയ്യുന്ന ആരും അറിയുന്നില്ല, കിട്ടിയെന്ന് അവസാനം കിട്ടുന്നത് മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷെ ആ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെടുത്ത എഫേർട്ട്, നിങ്ങളെടുത്ത ഫോളോ അപ്സ്, ശരിക്കും ആ എക്സ്പീരിയൻസ് പറയാം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണ്ട് മണ്ണ് വെക്കുന്ന സമയത്ത് വരെ YCക്ക് വൈ കോമ്പിനേറ്റർ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ വായിക്കുന്ന കോമഡി ആയിരിക്കും, മണ്ണ് വിൽക്കുന്ന ഇവൻ വൈ കോമ്പിനേറ്റർ. പക്ഷേ എനിക്ക് എൻ്റെ മെയിൽ നോക്കിക്കാൻ കംപ്ലീറ്റ് അൺഫോർച്ചുനേറ്റ്ലി ആണ്, പണ്ട് മുതലേ വന്ന സംഭവം തന്നെയാണ്. അപ്പോൾ അതൊന്നും എനിക്ക് തളർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് സിസു കിട്ടിയ സമയത്ത് ഓക്കെ ഇതെങ്ങനെ വന്നു, തെറ്റിപ്പോയതാണോ, ആ സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 പ്രാവശ്യമൊക്കെ റിജക്ഷൻസ് കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുണ്ടായിരുന്നു? ഇത് നടക്കുമോ അല്ലെങ്കിൽ ഇട്ടിട്ട് പോകാൻ തോന്നിയിട്ടുണ്ടായിരുന്നു? റിജക്ഷൻ ഈസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്. ഇപ്പോഴും പല കാര്യങ്ങളും ഈ പറഞ്ഞ അപ്ലൈ നമ്മൾ ഇപ്പോഴും റിജക്ഷൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഒരു ടീമിനെ പിച്ച് ചെയ്തിട്ട് റിജക്ഷൻ, ഇതൊരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. ഈ പറഞ്ഞ പോലെ 100 വട്ടം ട്രൈ ചെയ്യുമ്പം ഒരു വട്ടമാണ് കിട്ടുന്നത്. പിന്നെ മുമ്പോട്ട് പോകാന്നുള്ളത് ഈ ഒരു എന്താ പറയുക, ആ ഒരു നമുക്കൊരു ഇതുണ്ടല്ലോ, ഡ്രൈവ് ഉണ്ടല്ലോ. ഇത് എന്ത് തന്നെ ആണെങ്കിലും ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ റിസൾട്ട് ഇല്ലെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഡെയിലി നമ്മളതിന് വേണ്ടി ഒരു ടൈം മാറ്റി വയ്ക്കുക, ഡെയിലി വർക്ക് ചെയ്യുക. ഇപ്പോൾ റിജക്ഷൻ വരുമ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് റിജക്ഷൻ വന്നു, ഇപ്പോൾ നമ്മൾ ജോബിന് അപ്ലൈ ചെയ്തു, ജോബ് കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല, അല്ലൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടത് കിട്ടിയില്ല. അപ്പോൾ അത് ആ ക്യൂരിയോസിറ്റിയാണ് മെയിൻ. പിന്നെ ഇതിപ്പോൾ എന്ത് വന്നാലും ഇത് ചെയ്യണം എന്നുള്ളൊരു മൈൻഡും ഉണ്ട്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഫസ്റ്റ് ഇതിൽ എനിക്ക് തോന്നുന്നത് അന്നൊരു B2C മോഡലാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് അന്ന് പിച്ച് ചെയ്യുന്നത്. അന്ന് ആലോചിക്കണേ ഉള്ള ഐഡിയ. ഈ പറഞ്ഞ 1 ഇയർ മുമ്പ് സ്റ്റാർട്ടപ്പ് അറിയില്ല, എന്താണ് സ്റ്റാർട്ടപ്പ്, ഇത് എങ്ങനെ ചെയ്യണം, സാസ് എങ്ങനെ, അതൊന്നും അറിയില്ല, പഠിച്ചു വരണേ ഉള്ളൂ. അപ്പോൾ ആ സ്റ്റേജിൽ വേറെ കാര്യം ഡിഡിൻ വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് മൊമെൻറ്റ് അല്ലേ, നമ്മളെല്ലാം ശരിയായിട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ഇല്ല. അപ്പോൾ അപ്ലൈ ചെയ്തു, അപ്പോൾ ഫീഡ്ബാക്ക് കിട്ടി. അപ്പോൾ ആ ഫീഡ്ബാക്ക് എടുത്തിട്ട് രണ്ടാമത് അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെയും അപ്പോൾ അന്നേരം ബിസിനസ് മോഡൽ കറക്റ്റായി. ബട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ യൂണിറ്റ് എക്കണോമിക്സ് അല്ലെങ്കിൽ CAC അല്ലെങ്കിൽ ഇപ്പം GTM ഇത്തരം കാര്യങ്ങളപ്പോൾ ഫീഡ്ബാക്ക് കിട്ടും. ഇതൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ FCA. അപ്പം അന്നേരം എനിക്കറിയാം എന്താണ് പ്രോസസ്സ്, FCA എടുക്കൽ പ്രോസസ്സ് അറിയാം. പക്ഷേ നമ്മൾ പിച്ച് ചെയ്യുന്ന സമയത്ത് അവരോടിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ കരുതും ഇവർക്കെല്ലാം അറിയാം. അല്ല, അവർക്കറിയില്ല. ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റിന് എന്ത് കംപ്ലയിൻസ് വേണമെന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ അവർക്ക് അറിയും. അപ്പോൾ അവർ വിചാരിക്കും ഇത് ഭയങ്കര റെഗുലേറ്റഡ് സംഭവമാണ്. അപ്പോൾ അതൊരു ഫീഡ്ബാക്കാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ അവിടെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയത് നമ്മൾ ഒരു സാധനം പിച്ച് ചെയ്യുമ്പം നമ്മളാണ് ഐഡിയയെ പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾ എന്ന് കരുതിയിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ പിച്ച് ചെയ്യുക. അങ്ങനെയാണ് തേർഡ് ടൈം ട്രൈ ചെയ്തിട്ട് പിന്നെ അതുപോലെ Q&A ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അറിയാത്ത കാര്യം അറിയില്ലെന്ന് പറയുക, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യുക, പിന്നെ കോൺഫിഡൻസ് കാണിക്കുക. 10 മിനിറ്റാണ് നമുക്കുള്ളത്. ഈ 10 മിനിറ്റിൽ അപ്പത്തിരിക്കുന്ന ആൾ നമ്മുടെ ഐഡിയ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ചില പിച്ച് ഇവന്റിന് പോകുന്ന സമയത്ത് 3 മിനിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ 3 മിനിറ്റിൽ നമ്മുടെ ഐഡിയ നമുക്ക് കൺവേ ചെയ്യാൻ. അപ്പോൾ അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ മീറ്റിങ്ങിൽ 1-to-1 സെഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിക്കും, നിങ്ങളുടെ ഐഡിയ ഒരു 3-4 സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. പലരും ഒരു 15-20 മിനിറ്റ് ഒക്കെ എടുക്കും. സത്യം. പക്ഷെ ഇത് ചെയ്ത് തന്നെ പ്രാക്ടീസ് ആവും. ഓബിയസ്ലി നിങ്ങൾ പറഞ്ഞ സമയത്താണ്. അപ്പോൾ ഞാൻ ഫിൻലാൻഡ് പോയ സമയത്ത് നോക്കിയ വെഞ്ചർ, അപ്പോൾ ഞാൻ പറഞ്ഞു 9 സെക്കൻഡിൽ പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സത്യം, ഞാൻ 9 സെക്കൻഡ് എനിക്ക് ശ്വാസം അയച്ചെടുക്കുമ്പോൾ 9 സെക്കൻഡ് ലിറ്ററലി ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ 9 സെക്കൻഡ് കുറവ് ആളുകൾ പിച്ച് ചെയ്ത് പോയി. അത് കണ്ടപ്പോൾ എനിക്ക് ടെൻഷനായി. പിന്നെ എനിക്ക് വേറെ കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് അറിയാം ഇത് കിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പോയി ഇത് എനിക്ക് വന്നാലും കിട്ടിയാലും കുഴപ്പമില്ല രീതി പോയി സംസാരിച്ച്. പക്ഷെ അത് അവർ അക്സെപ്റ്റ് ചെയ്ത് അവർ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു. കാരണം അവർക്ക് ഇൻട്രസ്റ്റഡ് ആയാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഇൻട്രസ്റ്റഡ് ആയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അപ്പോൾ എനിക്ക് ആകെ ഒറ്റ പേടിയല്ല, ആരും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ മുന്നിൽ നാണം കെട്ടില്ലായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ളത്. പിന്നെ കഴിഞ്ഞ ആഴ്ച അറിഞ്ഞ ക്വസ്റ്റ്യൻ, അപ്പോൾ എനിക്ക് മനസ്സിലാക്കി ഇത് ക്ലിക്കാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ എനിക്കതിന് മുമ്പ് ഒരു കുറേ റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് പോയിട്ട് കോഴിക്കോട് പോയിട്ട് ഇത് പിച്ച് ചെയ്ത് അവിടെ ഇൻക്യുബേഷൻസിന് വേണ്ടിയിട്ട് പിച്ച് ചെയ്ത സമയത്ത് അവരെ ഓടിച്ചിട്ട് വിട്ട്. കാരണം ഞാൻ പറഞ്ഞ സാധനം അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അയാൾ അന്ന് എനിക്ക് അഡ്വൈസ് തന്നിട്ടുണ്ടായിരുന്നു, നീ സംസാരിക്കുന്ന സാധനം ഒരു 9 വയസ്സുള്ള അല്ലെങ്കിൽ 9ാം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ നിൻ്റെ ഗ്രാൻഡ് മദർ ഏറ്റവും അത്രയും ഓൾഡായിട്ടുള്ള ഒരാൾ, അത് അത്രയും ചേർന്ന ഒരാൾക്ക് അയാൾക്കത് മനസ്സിലാവുന്നുണ്ട് എങ്കിൽ നിൻ്റെ പിച്ചിങ് കറക്റ്റാണ്.
അതെ. കാരണം നമ്മൾ വിചാരിക്കുക നമുക്ക് അറിയുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ ഓപ്പോസിറ്റ് ആൾക്കും അറിയാൻ മതി, അല്ലെങ്കിൽ ആ ഒരു തോട്ടിലായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞ ഒരു അഡ്വൈസ് ആയിരുന്നു, ഏറ്റവും ബേസിക് ആയ ആളുകൾക്കും മനസ്സിലാവുന്ന രീതി സംസാരിക്കുക എന്നുള്ളത്. അത് എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, വീണ്ടും നെക്സ്റ്റ് പിച്ച് ചെയ്യുന്ന സമയത്ത് അടുത്തടുത്ത സ്ഥലത്ത് പിച്ച് ചെയ്യുന്ന സമയത്ത് അത് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ 15 മിനിറ്റിൽ 10 10 5 5 3 2 1 അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ അവിടെ കേട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര വണ്ടറാണ്. നിങ്ങൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ചെയ്തില്ല, ബി എ ഇംഗ്ലീഷ് ചെയ്തിട്ട് നോക്കിയ സമയത്ത് നിങ്ങൾ ഫിൻടെക്കിലോട്ട് വന്നു. ഇപ്പോൾ ഞാൻ ഫിൻടെക്കിൽ വർക്ക് ചെയ്തതാണ് US ബാങ്കിൽ, നമ്മളെ ലീഫ് സ്കോളർ ലീഫ് ഫൈനാൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ ഉള്ള ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ IIT KGP എന്ന് വന്നിട്ട് പിന്നീട് ഓസിലോ അതുപോലെ തന്നെ US ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് BA ഇംഗ്ലീഷ് ചെയ്യുന്നത് ഫിൻടെക്ക് ഇതൊക്കെ എങ്ങനെയാണ് ആ സാധനത്തിലോട്ട് ഇങ്ങനെ വന്നത്, അതെങ്ങനെയാണ് ആ തോട്ട ലെവലിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്? അതിപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം പറയണക്ക് ഇൻവെസ്റ്ററോട് സംസാരിക്കണം. അപ്പോൾ ഇൻവെസ്റ്ററോട് നിനക്ക് വേറെ ഒരു ഇത് കിട്ടിയില്ലേ, ഇത് കാര്യം അത്യാവശ്യം ടഫുള്ളതാണ്. അത്യാവശ്യമല്ല, നല്ല ടഫ്. അപ്പം ഞാൻ ഇൻവെസ്റ്റർ അടുത്ത് പറഞ്ഞപ്പം എനിവേ സ്റ്റാർട്ടപ്പ് ടഫുള്ള പരിപാടിയാണ്, എന്നാൽ പിന്നെ കുറച്ച് ടഫ് ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പം അവിടെ കം ബാക്ക് ടു ദ പ്രോബ്ലം ആണ്. അപ്പം ഞാൻ കണ്ടൊരു പ്രോബ്ലം, ഓക്കെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പം മനസ്സിലായി, പണ്ട് ChatGPT വന്ന സമയമുള്ളൂ, ChatGPT നമ്മളൊരു മോട്ടിവേറ്റ് ചെയ്യുമല്ലോ. അപ്പം തന്നെ കൊണ്ട് പറ്റും നിനക്കേ സാധിക്കും. അപ്പം അപ്പം അവിടെയും ഇതൊരു ഗ്യാപ്പ് ഉണ്ട് ഓഫ് കോഴ്സ്. അപ്പം അതിൽ വേറെ ഇപ്പോൾ ഈ ബ്രോ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരാൾക്ക് എടുക്കേണ്ട എഫേർട്ടിനേക്കാൾ ഒരു 10 times എഫേർട്ട് എനിക്ക് എടുക്കേണ്ടി വരും. ഉറപ്പായിട്ടും. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണമെന്നുള്ള പാഷൻ കൊണ്ടും ഇത് ചെയ്യണം എന്നുള്ള പാഷൻ കൊണ്ടും, പിന്നെ ഫിൻടെക്ക് റിസ്കിൻ്റെ ഒപ്പം തന്നെ റിവാർഡുള്ളൊരു പ്ലാറ്റ്ഫോമും കൂടെ ആണ്. അപ്പോൾ അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ദർസ് എ പോയിന്റ് യു ഗെറ്റ് ദ ബെനിഫിറ്റ്. കറക്റ്റ്. അപ്പോൾ ആ ഒരു പാഷൻ കൊണ്ടാണ് ബിൽഡ് ചെയ്യുന്നത്. പിന്നെ സ്കില്ല് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ടൈം ടു ബിൽഡ് സ്റ്റാർട്ടപ്പ് ഇപ്പോഴാണ്. ഇപ്പം ബ്രോ നേരത്തെ പറഞ്ഞ ഒരു 8-year-old മനസ്സിലാവുന്ന രീതിയിൽ സാധനം പിച്ച് ചെയ്യണം. ChatGPT അല്ലെങ്കിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ് ഐഡിയ പറഞ്ഞിട്ട് അതിനോട് പ്രോംപ്റ്റ് ചെയ്താൽ അത് നമുക്ക് എഴുതി തരും എങ്ങനെ പിച്ച് ചെയ്യണം എന്നുള്ളത്. അതുപോലെ ടൂൾസ് ഉപയോഗിക്കുക. പിന്നെ ഈ നെറ്റ്വർക്ക് ഒരു ഫാക്ടറാണ്. അടിപൊളി. നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ കറങ്ങി നടന്നപ്പം ഒരുപാട് ഫൗണ്ടേഴ്സിനെ കണ്ടു. അപ്പോൾ ഇതുപോലുള്ള സ്പേസുകളിൽ വരുമ്പം നമുക്കൊരു ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടും, നമുക്ക് മെൻറ്റേഴ്സിനെ കാണാൻ പറ്റും, ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് തൊട്ടേ ഇപ്പോൾ BA ഇംഗ്ലീഷ് എന്ന് പറയുമെങ്കിലും ഞാൻ പറയുന്നത് എനിക്ക് ടെക്കിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജോബിനൊക്കെ അപ്ലൈ ചെയ്യണം, എൻട്രി ലെവലിൽ ഇപ്പം പ്രൊഡക്റ്റ് മാനേജർ. അപ്പോൾ അതുപോലെ പല ജോബിനും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് കിട്ടാത്തൊരു സിറ്റുവേഷൻ. പക്ഷേ ടെക്ക് താല്പര്യമുള്ളതുകൊണ്ട് എന്നാൽ പിന്നെ എന്തുകൊണ്ട് നമുക്കൊരു സ്റ്റാർട്ട് ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തതാണ്. അല്ല, ഒരിക്കലും നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുള്ള മാനദണ്ഡമൊന്നുമില്ല കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ എന്താ അറിയാമോ, നിങ്ങൾ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ എത്തിച്ച സമയത്ത് എനിക്ക് ഭയങ്കര വണ്ടറാവാണ്. കാരണം നിങ്ങളൊരു പേഴ്സൺ നോക്കിയ സമയത്ത് ഭയങ്കര ഹമ്പിൾ, എന്നിട്ട് നോക്കിയ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് നോക്കിയ സമയത്ത് അതിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സമയത്ത്, അപ്പോൾ ആസ് എ ഫൗണ്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ആ വെയിറ്റ് എടുത്ത് തല വെച്ചപ്പോൾ എനിക്കുണ്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, നിങ്ങൾ എത്ര വെയിറ്റ് ആയിട്ട് തലയിൽ വെക്കുന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് റോസും കോളംസും എക്സല്ലായിരുന്നു, ചുവന്ന സത്യം പറയാം, ചുവന്ന റോവും ഗ്രീൻ കളർ കോളംസ് എനിക്ക് കണ്ണു കൂടെ പോവുക. അപ്പോൾ ഞാൻ എണീറ്റ് പോകും. അപ്പോൾ അതായത് ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം പീക്കായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും ഉറങ്ങുന്ന സമയത്ത് വേറെ എന്തെങ്കിലും സ്വപ്നം കാണാൻ പറ്റുന്നുള്ളത്, ആ സീരീസോ. അപ്പോൾ എനിക്കൊരു അത്രത്തോളം ഒരു കോംപ്ലിക്കേറ്റഡ്, അതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് സാധനങ്ങൾ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഡ്രൈവ് കിട്ടണം എന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം തന്നെ എടുത്ത് പുഷ് ചെയ്യുക എന്നുള്ളത് ഭീകരം. ശരിക്കും പറഞ്ഞു കൊടുക്കണം ആളുകൾക്ക്. പക്ഷേ ചില നേരം നമ്മളായിരിക്കും ഇപ്പം ചില കാര്യങ്ങൾ ചില ഫൗണ്ടേഴ്സ് പറഞ്ഞേക്കും, നമ്മൾ ചില കാര്യങ്ങൾ മനുഷ്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നടക്കത്തില്ല, പല കാര്യങ്ങളും ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നടക്കും. പല ഐഡിയാസും അങ്ങനെയാണ്. പിന്നെ ഈ പറഞ്ഞ ചലഞ്ചസ് ഉണ്ടാവും. ബട്ട് ഈ പറഞ്ഞ പോലെ എന്ത് തന്നെ ആണെങ്കിലും ഈ റിസോഴ്സിനെ കൊണ്ടുവരും. അപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ബ്യൂട്ടി അതാണ്. ഇപ്പോൾ നമ്മളൊരു സാധനം ബിൽഡ് ചെയ്തിട്ട് ഒരു ട്രഡീഷണൽ ബിസിനസ്സിനേക്കാളും നമുക്ക് ടൈമും ബാക്കിയുള്ളവരുടെ ടൈം അല്ലെങ്കിൽ നോളജ് അല്ലെങ്കിൽ മണി കൊണ്ടുവന്നൊരു സാധനം ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു സംഭവമാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഓൾവേസ് തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. ഇല്ല, ഇപ്പോൾ നമ്മൾ സ്റ്റേബിളായിട്ടൊരു ജോബിൽ പോകുന്നു, സ്റ്റേബിളായിട്ടൊരു വിസയിൽ നിൽക്കുന്നു. അപ്പോൾ നമ്മളൊരു റിസ്ക് എടുത്തിട്ട് ഒരു ഐഡിയയുടെ പുറകിൽ, ഒരു പാഷൻ്റെ പുറകിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് റിസ്ക്കാണ്. ബട്ട്
ഓൾവേസ് തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. അല്ല, അത് നിങ്ങളിവിടെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതായത് ഇവിടെ നല്ലൊരു സ്പോൺസർഷിപ്പ് വിസ കാര്യങ്ങൾ കിട്ടി, വിത്തിൻ 3 years കൊണ്ട് PR പോകുന്ന ആള് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അടുത്ത ഇത് വിസന്റെ പേര് ഇന്നോവേറ്റീവ് ഫൗണ്ടർ വിസയിലോട്ട് പോകാൻ തീരുമാനിച്ചു. അത് ബിൽഡ് ചെയ്യുന്നു. എടുത്ത റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനനേക്കാൾ വലുപ്പം വരും ലിറ്ററലി. കാരണം അത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് കൊണ്ട് മാത്രം എടുക്കുന്ന അല്ല മുന്നോട്ട് പോകുന്ന കാര്യമാണ്. അല്ലാണ്ട് വെറുതെ നമ്മൾ റിസ്ക് എടുത്തെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം എന്തായാലും വർക്ക് ആവുന്ന കാര്യങ്ങൾ ഇനിയാണ് മെയിൻ പരിപാടികൾ. അപ്പം ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു. അപ്പം ഇപ്പോഴും അവിടെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാനും പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. കറക്റ്റ്. ഇപ്പം നമ്മളാണെങ്കിൽ ഞാനൊരു 1000 വട്ടം ആലോചിച്ചിട്ടായിരിക്കും ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്. പക്ഷെ 1000 വട്ടം ആലോചിക്കരുത് അല്ലേ. ഇനീഷ്യലി 0 to 1 പറക്കണം. ട്രയൽ ആൻഡ് എറർ ആണ്, തിരിച്ചു വിളിക്കുക എന്നുള്ള രീതിയിൽ. എനിക്കിപ്പോഴും ഞാൻ പണ്ട് ലണ്ടനിൽ ഒരു ഫിൻടെക് കണക്ട് എന്ന് പറഞ്ഞൊരു ഇവന്റിൽ അന്ന് ഫിൻടെക് എന്ന് കണ്ടപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് അന്ന് ഇവന്റ് ഇവിടെ അങ്ങനെ സ്പെസിഫിക്കലി ഇവന്റ്സ് കുറവാണ് ഫിൻടെക് ഫോക്കസ്. അങ്ങനെ ലണ്ടനിൽ എക്സൽ വന്നിട്ടൊരു ഇവന്റ് വന്നു. അപ്പോൾ അവിടെ ലാസ്റ്റ് ഇയർ ആണ്. അപ്പോൾ ഇങ്ങനെ ഐഡിയാസ് സംസാരിച്ച സമയത്ത് ഒരു ഫൗണ്ടർ പറഞ്ഞാണ്, നിനക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ വേറൊരു 10,000 പേർക്ക് ഐഡിയ ഉണ്ടാവും. കറക്റ്റ്. ടപ്പേന്ന് കാര്യങ്ങൾ ചെയ്യുക, അല്ലാണ്ട് ഐഡിയ ഇതിപ്പം ഉണ്ടാവും. ഇപ്പോൾ ആക്ഷൻ എടുക്കുക, ചെയ്യുക, ട്രൈ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, വെച്ചുകൊണ്ടിരിക്കരുത്. ഒബ്വിയസ്ലി. ഇപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് അതൊക്കെ തന്നെയാണ്. കാരണം എന്നെ ഒരു 90% ഇൻവെസ്റ്റ് ചെയ്യും, 10% ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ. ആ ഒരു സാധനം പോളിസി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. മുമ്പ് 80-20 സ്ട്രാറ്റജി ആയിരുന്നു. 80% ഞാൻ എന്നെ സെൽഫ് ഇൻവെസ്റ്റ് ചെയ്യും, 20% ഫിനാൻസ് ചെയ്യും. ഇപ്പം വീണ്ടും കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ 90 ഞാൻ തന്നെ, അല്ലെങ്കിൽ എന്നെ ടീമിൽ ഇൻവെസ്റ്റ് ചെയ്യുക, 10 ആണ് ഫിനാൻസ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കാര്യത്തെ ഫാസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ള 0 to 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്കെയിൽ ചെയ്യുന്നത് കൊണ്ട് എനിക്കിപ്പോൾ ഫാസ്റ്റായി ചെയ്യുന്നതിനേക്കാണ് ഉപരി മിസ്റ്റേക്സ് വരുത്താതെ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്സ് വന്നോട്ടെ, പക്ഷേങ്കിൽ ഫാസ്റ്റായിട്ട് കൊണ്ടുപോവുക. എറർ വരും. കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തെ, റെഫറൻസ് ഇല്ലാത്തൊരു സാധനത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ക്വയിൻ ചെയ്യുകയാണ് ശരിക്കും. മുമ്പ് നമ്മൾ റെഫറൻസ് എടുക്കാനില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2021 ഒരു ChatGPT പോലെ സാധനങ്ങളില്ല. അന്നൊരാൾക്ക് CV ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 3 to 4 hours സ്പെൻഡ് ചെയ്യണം. അതായത് ഒരു $50 ആൾ പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 5 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടിയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണോ. ഇപ്പോഴാണ് ChatGPT ആളുകൾ CV ഒക്കെ ടപ്പേന്നാണ് ഉണ്ടാക്കുന്നുള്ളത്. അന്ന് അടുക്കില്ല. അപ്പോൾ 2021 ഞാൻ അത്രയും കാലത്ത് അന്നത്തെ ഒരു എക്സ്പീരിയൻസിൽ ഒരു CV ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം റെഫറൻസ് ചെയ്യണം, അത്രത്തോളം ആർട്ടിക്കിൾ വായിക്കണം, അത്രത്തോളം കുറേ കണക്ഷൻസ് കാര്യങ്ങൾ ബിൽഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന നോളജ് ഉണ്ട്, അതൊരിക്കലും എൻ്റെ അടുത്ത് പോകില്ല. ശരിക്കും അതാണ് ഇപ്പോഴും ഞങ്ങൾ ലീഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റിയോട് കൂടി ഇങ്ങനെ സംഭവം ഉണ്ടെന്നും നമുക്ക് റിസൾട്ട് കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് അത് ഫാസ്റ്റായിട്ട് എടുത്ത്. ഇപ്പോൾ വന്ന സമയത്ത് എനെ അഡോപ്റ്റ് ചെയ്ത് അത് ഫാസ്റ്റാക്കി. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ITH സ്കൂളിൻ്റെ ഒരു അപ്പം അന്ന് നമ്മൾ കോഡ് എഴുതിയിട്ടാണ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം എത്ര കോഡ് എഴുതി HTML ഒക്കെ വെച്ചിട്ട് എഴുതിയിട്ടാണ് ടൈം എടുത്താണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്ന് ഞാനൊക്കെ പ്രോംപ്റ്റ് ചെയ്തിട്ടാണ് ഒരു വെബ്സൈറ്റ് ഇതാ പറയുന്ന മുമ്പ് അപ്പം ആ ഒരു ഗ്യാപ്പ് മാറി. ലൈക്ക് ഈവൻ if you are a good communicator you can make things. കറക്റ്റ്. ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ വിസയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് MVP ഒന്നും ആയിട്ടില്ല. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഇപ്പോൾ നമുക്ക് MVP വേണം, ആപ്പ് റെഡി ആവണം എന്നിട്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ പ്രോട്ടോടൈപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ആപ്പിൻ്റെ ഒരു ഇനീഷ്യൽ പ്രോട്ടോടൈപ്പ് ഒക്കെ ഞാൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. വേഴ്സ് കാര്യങ്ങൾ പഠിക്കുക. ഇപ്പോൾ എന്താണ് ബാക്ക് എൻഡ്, ഫ്രണ്ട് എൻഡ്, API എന്താണെന്ന് പഠിക്കുക, മനസ്സിലാക്കുക. ഓപ്പൺ ബാങ്കിങ് എന്താണ്, സേവിങ്സ് അക്കൗണ്ട് ആണ്, പിന്നെ എത്ര സൂം കോളുകളാണ്. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും ഇതൊരു മോഹൻലാൽ പറഞ്ഞ മേക്ക് ബിലീഫാണല്ലോ. ഇപ്പം നമ്മൾ വലിയൊരു കമ്പനിയുടെ ആളെന്ന രീതിയിലായിരിക്കും പല സൂം കോളിനും പോയിട്ട് വലിയ കമ്പനീസുമായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം അവർ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒന്നുമില്ല ചെയ്യാൻ. ബട്ട് സ്റ്റിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറയും ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്, ഇതാണ് കമ്പനി. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും അതിൽ പലരും ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പം ഒരു 6-7 മാസം മുന്നേ നമ്മുടെ ഒന്നുമില്ല സമയത്ത് നമ്മളുള്ളതുപോലെ സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഫീഡ്ബാക്ക് കിട്ടും. ഇന്നിപ്പോൾ നമ്മളൊരു പാർട്ട്നേഴ്സാണ്. ലൈക്ക് ഇപ്പോൾ ബാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു കൺവിക്ഷൻ വേണം. പിന്നെ ഒബ്വിയസ്ലി ഇപ്പോൾ ഗ്രാൻഡ് കിട്ടുന്ന സമയത്ത് ഒരു തേർഡ് പാർട്ടി വാലിഡേഷൻ വരും അല്ലേ. ഇപ്പോൾ അന്ന് വരെ ഒരു ഐഡിയ മാത്രമാണ്. ഇപ്പോൾ ഗ്രാൻഡ് കിട്ടുമ്പോൾ ഒരു തേർഡ് പാർട്ടി വാലിഡേഷനായി. അതുകൊണ്ടാണ് എപ്പോഴും ഗ്രാൻഡ് ആളുകളോട് അപ്ലൈ ചെയ്യാൻ പറയുന്നൊരു കേസ്. പിന്നെ റിസർച്ച് ചെയ്യുക. ലൈക്ക് ഇതിപ്പം നിങ്ങൾ എവിടെയാണോ ഉള്ളത്, അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി. ഇതിപ്പോൾ ക്യാഷായിട്ട് മാത്രമല്ല. കറക്റ്റ്. ഇപ്പോൾ നമ്മുടെ ബിസിനസ് പ്ലാൻ ആണെങ്കിലും ഒക്കെ ഇവിടുത്തെ കൗൺസിലിൻ്റെ സപ്പോർട്ടിൽ അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് പക്ഷേ ക്യാഷ് അല്ല കിട്ടുന്നത്. പക്ഷേ അവർ കൺസൾട്ടേഷൻ ഫീസ് അവർക്ക് കൊടുത്തിട്ട് അവർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അതുപോലെ എല്ലാ കൗൺസിലിലും അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് സപ്പോർട്ടുകളുണ്ടാവും.
അപ്പോൾ അത് പറയുന്ന സമയത്ത് ബ്രോ ഇപ്പം ഫിൻലൻഡാണ് ബ്രോയുടെ കമ്പനി ബേസ്. അപ്പോൾ എങ്ങനെയാണ് നാട്ടിൽ നിന്ന് ഫിൻലൻഡിലോട്ടുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ പണ്ട് 2016 മണ്ണെടുത്ത് ആമസോണിൽ വിറ്റ സമയത്ത് ഞാൻ YC അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം അന്ന് മുതൽ ഞാൻ ഇങ്ങനത്തെ ഗ്രാൻഡുകൾ, ഇങ്ങനത്തെ സംഭവങ്ങൾ അറഞ്ചും പുറിഞ്ചും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ലാസ്റ്റ് 24 തോന്നുന്നുള്ളത് ഞാൻ ഇത് സിസു ലോഞ്ച് പാഡ് എന്ന് പറയും. അപ്പം ഫിൻലാൻഡ് ഗവൺമെൻറ് ഒരു യൂറോപ്യൻ യൂണിയൻ ബാക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അക്രോസ് ദ ഗ്ലോബൽ 20 സ്റ്റാർട്ടപ്പിനെ വരുന്ന പിക്ക് ചെയ്യും. ഇതൊക്കെ അന്ന് എങ്ങനെ കണ്ടുപിടിച്ചത്? ഈ ലിങ്ക്ഡിൻ, ഒബ്വിയസ്ലി ലിങ്ക്ഡിൻ ത്രൂ. അന്ന് ലിങ്ക്ഡിൻ. പിന്നല്ലാതെ. അപ്പോൾ ഞാൻ പറയുന്നത് 2015 ലിങ്ക്ഡിൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ ഇതൊക്കെ ഓപ്പൺ ചെയ്ത സമയത്ത് ആളുകൾ ചോദിക്കും, ഇത് ഫേസ്ബുക്ക് അല്ല വേറെ എന്താണ്? അന്ന് ഇൻസ്റ്റാഗ്രാം ആളുകൾ അത്ര ആക്റ്റീവ് അല്ല, ഫേസ്ബുക്ക് അല്ല, പക്ഷെ ഇതെന്താണ് നീ ഉപയോഗിക്കുന്നുള്ളത്? കാരണം 2015 എൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ എൻ്റെ സർക്കിളിൽ ലിങ്ക്ഡിൻ ആരും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അന്ന് മുതലേ ഇപ്പോൾ എൻ്റെ ഒരു നെറ്റ് കണക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു 90% ഫോറിനുള്ള ആളുകളാണ്. കാരണം അന്ന് മലയാളികൾ അല്ലെങ്കിൽ നമ്മൾക്കിടയിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ എൻ്റെ നെറ്റ്വർക്ക് കണക്ഷൻസ് ഒക്കെ അങ്ങനത്തെ ആളുകൾ എനിക്ക് തോന്നുന്നു അന്ന് കണക്ട് ചെയ്ത പല ആളുകൾ ഇപ്പോൾ ജീവൻ ഉണ്ടായിക്കോണമെന്നില്ല, പക്ഷേങ്കിൽ സ്റ്റിൽ ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് ഞാൻ എല്ലാ ആൾക്കും സീക്ക് ചെയ്യും എന്താണ് കാര്യങ്ങൾ വരുന്നുള്ളത്. അങ്ങനെ ഈ ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്യുന്നു, സെലക്ട് ആവും. സെലക്ട് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർവ്യൂസ് ഉണ്ട്, കുറേ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ നമ്മൾ അവരോട് കോൾ ചെയ്ത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. റെസിഡൻസ് പെർമിഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യമായിട്ടാണ് ഉള്ളത്. പക്ഷേങ്കിൽ ഇന്നലെ സമയത്തോളം എനിക്കൊരു ഭയങ്കര മോശം എന്നല്ല, ഭയങ്കര ഡിഫിക്കൽട്ട് കാലഘട്ടമുള്ള സമയത്തൊക്കെ ഞാൻ കരഞ്ഞും അല്ലാതെയൊക്കെ ഞാൻ ഇത് സ്വപ്നം കാണില്ല, അല്ലെങ്കിൽ ഇതൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സംഭവിച്ച സമയത്ത് ഇതൊന്നും എനിക്ക് അത്രത്തോളം ഇന്നലെ ഇത് പുതിയ കിട്ടിയ ഫീലൊന്നുമില്ല. ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു മൊമെൻറ്റ്, ഈ ഒരു സ്റ്റേജ് സംസാരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അന്ന് അവിടെ ഒരു ബ്ലാക്ക് കളർ ബ്ലേസറും ഒരു വൈറ്റ് ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഞാൻ എത്ര വർഷം മുമ്പ് ഈ ഫോട്ടോ കണ്ട സമയത്ത് വിചാരിച്ചു ഇതൊക്കെ ഓൾറെഡി ഞാൻ ചെയ്തതാണ്. അപ്പൊ അന്നൊക്കെ എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്നൊക്കെ? അതായത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഇതൊക്കെ ആളുകൾ പറയും. അന്ന് മാനിഫെസ്റ്റ് ചെയ്യാന്നുള്ളത് എൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. അത് ലിറ്ററലി ഞാനിപ്പോൾ റീസെൻ്റ് മാനിഫെസ്റ്റ് ചെയ്യുന്ന പേര് തന്നെ സംഭവമാണെന്ന് അറിയുന്നുള്ളത്. പക്ഷെ അന്ന് ഒടുക്കത്തെ ആഗ്രഹമായിരുന്നു, രക്ഷപ്പെടണം, സംതിങ് വി ഹാവ് ടു ബിൽഡ്. ആ ഒരു സംഭവം ഉണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോളിസി ഉണ്ടല്ലോ, എന്തെങ്കിലും സാധനം ചെയ്യുക. 95 എന്നുള്ളതല്ല, അത് രക്ഷപ്പെടാന്നുള്ള കാര്യങ്ങൾ വരുന്നുള്ളൂ. പക്ഷെ എനിക്ക് കുറേ നടക്കാത്ത വലിയ സാധനം ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ സാധനം ഒന്നുമല്ല, എങ്കിൽ അത് വലിയ കാറ് വാങ്ങുക അങ്ങനെ സംഭവം ഒന്നുമല്ല കേട്ടോ. അതെനിക്ക് ഇപ്പോഴും താല്പര്യമില്ല, മെറ്റീരിയൽസ് പേഴ്സൺ അല്ല. പക്ഷെ എന്തെങ്കിലും വലിയ വലിയ സാധനം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പുറത്ത് വന്നതായിരുന്നു, ഓക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനത്തെ പോയി പ്രസംഗിക്കണം, ഇങ്ങനെ പോയി സംഭവിക്കണം. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോയ സമയത്ത് ഓക്കെ ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയെന്നുള്ളതാണ്. പക്ഷേങ്കിൽ എൻ്റെ ജീവിതം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കാരണം ഒരു ഡിഗ്രി കഴിഞ്ഞത് മുതൽ എനിക്ക് തോന്നി കമ്പനി ഒരു സ്റ്റേബിൾ ആകുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. സ്റ്റിൽ വേറെ ഫേസിൽ ഡിഫിക്കൽട്ട് ആവുന്നുണ്ട്, പക്ഷേങ്കിൽ ഇതപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലോട്ട്. അപ്പോൾ അത് സിസു ലോഞ്ച് പാഡ് ആണെങ്കിൽ ഇപ്പോൾ ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അവിടെ ഫിനിഷ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം അവർ ത്രൂ ആണോ UK ഗവൺമെന്റുമായിട്ട്? അല്ല, ഞാൻ കമ്പനി രജിസ്റ്റർ ചെയ്തു UK അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് ചെയ്യും, പണ്ടൊക്കെ നമ്മൾ രണ്ട് ഇൻവെസ്റ്റേഴ്സ് അല്ല മറ്റാൾ നെഗോഷിയേറ്റ് ചെയ്യുന്ന പോലെ ഞാൻ ഗവൺമെന്റ് തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യും. ഫിൻലാൻഡ് ഗവൺമെന്റ് എടുത്ത് പറയുക UK ഗവൺമെന്റ് ഇത്ര കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്, അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങോട്ട് അല്ല, നമുക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആൾ വിചാരിക്കും ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? പോസിബിൾ ആണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ രണ്ട് സ്ഥലത്ത് നമുക്ക് രണ്ട് രീതിയിലുള്ള ബെനിഫിറ്റുകളുണ്ട്. നമ്മൾക്കും അവിടെ വാല്യൂ ആണ് കേട്ടോ. നമ്മൾ ചുമ്മാ ഒരു ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മളവിടെ ആക്റ്റീവ് ആവണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർക്കും അവിടുത്തെ ഗവൺമെൻറ് എക്കണോമിക്ക് എന്തെങ്കിലും ഗുണതരം ഉണ്ടാവണം, അല്ലെങ്കിൽ അവർക്കത് കാണിച്ചു കൊടുക്കും. ഗുണമില്ലെങ്കിലും ഗുണമുള്ളതുപോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക എന്നത് വേറെ സ്കില്ലാണ്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും ഗവൺമെൻറ് തമ്മിൽ. ഓക്കെ എനിക്കിത് കിട്ടുന്നുണ്ട്, നിങ്ങളിത് തന്നു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞിരിക്കുന്ന ടാക്സിക്കാരൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ സെയിം വിത്ത് ഗ്രാൻഡ്. ഇപ്പോൾ ഈ പറഞ്ഞ നമ്മളിപ്പോൾ നോർത്തേൺ അയർലൻഡ് ബേസ് ചെയ്ത് ഐഡിയാസിന് ഇവിടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഇവർ പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് ഗ്രാൻഡുകൾ കൊടുക്കുന്നത്. അപ്പം അന്നേരം നമ്മൾ പറയുന്നത് നമ്മൾ UK വൈഡ് അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുന്നു, നോർത്തേൺ അയർലൻഡിലോട്ട് നമ്മൾ ഫണ്ട് കൊണ്ടുവരും, അപ്പം അവിടെ ഇൻകം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇപ്പോൾ ഇംഗ്ലണ്ട് ആണെങ്കിലും സ്കോട്ട്ലൻഡ്, വെയിൽസ് അല്ലെങ്കിൽ സൗത്ത് അയർലൻഡ് ആണെങ്കിലും ഈ ഫണ്ട് വരുന്നത് നോർത്ത് അയർലൻഡിലാണ്. അപ്പം അവർ ഇൻട്രസ്റ്റഡ് ആവും ഉറപ്പായിട്ടും. അപ്പോൾ അതിനാണ് അവർ ഫണ്ട് തരുന്നതും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജോബിന് അപ്ലൈ ചെയ്യുന്ന പോലെ, ഇപ്പോൾ ജോബിന് ഇപ്പോൾ ബ്രോ പറയുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിക്രൂട്ടർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അവർക്ക് ഇൻട്രസ്റ്റ്. അതുപോലെ നമ്മൾ പിച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കലി നമ്മൾ
ഒരു റവന്യൂ ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞ് പിച്ച് ചെയ്യുമ്പോഴാണ്, അതിൻ്റെ മാർക്കറ്റ് വലിപ്പം കാണിക്കുമ്പോഴാണ് അതെ അതെ ഓഫ് കോഴ്സ് അവർ ഇൻട്രസ്റ്റഡ് ആവുന്നത്. പലരും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുമ്പോൾ ഐഡിയാസ് പറയാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നത് ഇതിൻ്റെ മാർക്കറ്റ് എന്താണ്. നമുക്ക് ഇപ്പോൾ ഒരു ഐഡിയ പറയുമ്പം എത്രത്തോളം നാളെ ഈ ഒരു ഐഡിയ നമുക്ക് വേൾഡ് വൈഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ പോകുന്ന മാർക്കറ്റ് എന്താണ്. അത് ബില്യൺസിലായിരിക്കണം. കറക്റ്റ് എങ്കിലേ ഈ പറഞ്ഞ വലിയ VCs അടക്കമുള്ള ആളുകൾക്ക് അത് ഇൻട്രസ്റ്റ് ആവുകയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചാലാണ് VCനെ പിച്ച് ചെയ്യുമ്പോൾ ആ രീതിയിൽ പിച്ച് ചെയ്യാം, ഗവൺമെൻറ് പിച്ച് ചെയ്യുമ്പോൾ ആ രീതിയിൽ പിച്ച് ചെയ്യാം. അതെ 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 ഇപ്പം ബ്രോ പറഞ്ഞ പണ്ട് ബ്രോ ഈ ബാങ്കിലൊക്കെ പോയിട്ട് അതെ ലോൺ എടുക്കാൻ ലിറ്ററലി അതെ, അപ്പം അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. ഉറപ്പായിട്ടും കാരണം അന്നേ പറഞ്ഞായിരുന്നു എനിക്ക് ബാങ്കിൽ പോയി ചെക്ക് ചെയ്താൽ അറിയില്ലായിരുന്നു. അങ്ങനത്തെ ബാങ്കിൽ പോയിട്ടാണ് ലോണുകൾ ഇങ്ങനെ പുഷ്പം പോലെ എടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. പോവുക നിങ്ങൾ അവർക്ക് എന്താണോ വേണ്ടിയുള്ളത് അവർക്ക് വേണ്ടതുപോലെ നമ്മളങ്ങോട്ട് മാറിക്കൊടുക്കുക ആ സാധനം. പക്ഷെ ഞാൻ ആലോചിക്കണ്ടോ അന്നൊക്കെ എനിക്ക് അങ്ങനെ തോന്നി. അന്ന് എനിക്ക് ഇത്രത്തോളം അന്തല്ലായിരുന്നല്ലോ. ഇപ്പം ഇല്ല, അന്ന് എത്രത്തോളം ഞാൻ ചെയ്യാൻ പറ്റി നോക്കിയ സമയത്ത് ശരിക്കും സിറ്റുവേഷനാണ് കേട്ടോ നമ്മളിങ്ങനെ ആക്കുന്നത്. നിങ്ങളിങ്ങനെയൊക്കെ ഇപ്പോൾ വന്നു ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റാർട്ടപ്പ് ബാക്ക്ഗ്രൗണ്ട്, കാരണം ഞാൻ സ്റ്റാർട്ടപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മുമ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ട് വിചാരിക്കാം. നിങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനത്തെ ഒരു സാധനം എടുക്കാനും അല്ലെങ്കിൽ ഇതിലോട്ട് വരാനും നിങ്ങൾക്ക് എന്താണ് മോട്ടിവേറ്റ് ആയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങളെ ഓക്കെ ഇങ്ങനെ ചെയ്തു വെക്കാന്നുള്ള സാധനത്തിലൂടെ വന്നിട്ടുണ്ടായിരുന്നുള്ളത്? ശരിക്കും ഇപ്പോൾ റിയലി പറയുമ്പോൾ സ്റ്റാർട്ടപ്പിലോട്ട് വന്ന ആളല്ല ഞാൻ. ഇപ്പം ഇനീഷ്യലി ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഓക്കെ ജോബ് നമ്മൾ ചെയ്തു വന്നു, ഇപ്പോൾ ജോബ് കൊണ്ട് നമുക്കൊരു എത്ര നാൾ ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞത് നമ്മളൊരു ഫൈനാൻസ് സിറ്റുവേഷൻ നോക്കുമ്പോൾ ജോബ് മതിയാവില്ല. അപ്പം എന്തെങ്കിലും സൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള തോട്ടാണ് ആക്ച്വലി. എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്യാം. അപ്പം അങ്ങനെ കുറേ ഓപ്ഷൻസ്, ട്രഡീഷണൽ ബിസിനസ് നോക്കി, കുറേ കാര്യങ്ങൾ നോക്കി. പിന്നെയാണ് സ്റ്റാർട്ടപ്പിനെ പറ്റി ആലോചിക്കുന്നതും. പിന്നെ എന്നോട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പം ഡിസ്കസ് ചെയ്യും ഇപ്പം എന്താണ് ഇങ്ങനെ പരിപാടി നടക്കുന്നില്ല. അപ്പം എന്നാൽ പിന്നെ സാസ് ചെയ്തുകൂടെ. അപ്പം സാസോ ഓക്കെ എന്താണ് സാസ്? അപ്പം സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. അപ്പം നമുക്കറിയില്ല. അപ്പോൾ സ്റ്റാർട്ടപ്പിന് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ ഇപ്പോൾ ചായക്കട തുടങ്ങണം അല്ലെങ്കിൽ ഹോട്ടൽ തുടങ്ങണം. അപ്പോൾ ഫുൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്കിത് സെറ്റപ്പ്. എന്നാലേ നമുക്കറിയുള്ളൂ ആളുകൾ വന്ന് ചായ കുടിക്കുകയോ അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടാവുമോ എന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് അപ്പോൾ നമുക്കൊരു ചെറിയ ഒരു ആപ്പോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ് ആണെങ്കിൽ ഒരു ഇനീഷ്യൽ ഇത് കുറവായിരിക്കും. അങ്ങനെ 1-2 ബിസിനസ്സിൽ ട്രൈ ചെയ്തു ഓൺലൈനിൽ പല രീതിയിൽ, എന്നിട്ട് സെറ്റായില്ല. പിന്നെ അപ്പോൾ അടുത്തത് എന്ത് ഇപ്പോൾ ഒന്നും നടന്നില്ല, അടുത്ത എന്തെന്ന് ആലോചിച്ച് അപ്പം അന്നേരം ഓൾറെഡി ഫേസ് ചെയ്യുന്ന ഈ ഒരു ഫൈനാൻഷ്യൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സുകൾക്ക് ഇങ്ങനെ സ്റ്റാഫ് റിട്ടൻഷൻ്റെ പ്രശ്നങ്ങളുണ്ട്, അപ്പം സ്റ്റാഫ് എൻഗേജ്മെൻറ്റിൻ്റെ ഒരു നീഡുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി അതെങ്ങനെ സൊല്യൂഷനായിട്ട് മാറ്റാം സ്റ്റഡി ചെയ്യാണ് ഞാൻ. ഞാൻ കഴിഞ്ഞ സമ്മറിൽ ഒരു രണ്ട് ദിവസം ഒരു സാറ്റർഡേ സൺഡേ ഒരു എന്തോ ഓൺലൈൻ സെമിനാറാണ്, 8 മണിക്കൂർ വെച്ച് ഒരു വീക്കെൻഡ് ഒറ്റ ഇരിപ്പ് ഇരുന്നിട്ട് നമുക്ക് AI ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പം ആ വീക്കെൻഡ് വേറൊന്നും ചെയ്തിട്ടില്ല, 8 മണിക്കൂർ 2 ദിവസം ഇരുന്നിട്ട് AI ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാം. വീഡിയോ ജനറേഷൻ ആകാം, ഇപ്പോൾ പിച്ച് ഡെക്ക് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ വോയിസ് ജനറേഷന്, റിസർച്ച്, AI ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെ AIയുടെ എന്തൊക്കെ യൂസ് കേസ് അന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫുൾ പിക്ചർ. അപ്പോൾ ആ വീക്കെൻഡ് അപ്പോൾ ബിസിനസ്സിനെ പറ്റി ഒന്ന് ആലോചിച്ചിട്ട് AI എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ആ വീക്കെൻഡ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ വർക്ക് ആസ് മച്ച് ഓഫ് ലൈക്ക് 5 or 6 people. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ടാസ്കും ഓരോ AI വെച്ചിട്ട് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ ടൈം നമ്മൾ കോമ്പൗണ്ട് ചെയ്യാണ് അവിടെ. ഇപ്പോഴും നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ AI യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു 1 പേഴ്സണ് ഇപ്പോൾ ഒരു സ്മോൾ ടീമിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇത് എഫക്റ്റ്. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്, ഇപ്പോഴാണ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറഞ്ഞ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ടപ്പിലോട്ട് എത്തിയത്. ഓക്കെ, നിങ്ങളിപ്പം ആ ഒരു ലെവലിൽ, അത് ഒന്നുമില്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് നിങ്ങളതിന് കുറച്ച് എഫേർട്ട് എടുത്ത് ഇവിടെ എത്തിയ സംഭവം വന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറേ ആൾ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആളുകൾ ശരിക്കും GTM ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ PMF നോക്കിയിട്ടാണോ, അല്ലെങ്കിൽ ചുമ്മാ ഇതൊക്കെ റീല് കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്ന ആളുകളാണ് ഇപ്പോൾ നിങ്ങളെ കണക്ട് ചെയ്യുന്ന ആളുകൾ? ഇപ്പം അങ്ങ് തോന്നുന്നുണ്ടോ ആളുകൾക്ക് ഇപ്പം സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല, ആ ഒരു ഗ്ലാമർ സൈഡ് മാത്രം കണ്ടിട്ട് അതിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ? മിക്സ്, ഐ വുഡ് സേ മിക്സ് ഓഫ് ആൾ. ഇപ്പോൾ ഞാനിപ്പോൾ ലണ്ടൻ വരുന്ന സമയത്ത് ഫൗണ്ടേഴ്സിനെ കാണാറുണ്ട്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ലണ്ടൻ വന്നപ്പോൾ 2-3 ഫൗണ്ടേഴ്സിനെ നേരിട്ട് കണ്ടു. അപ്പോൾ ഇതിലൊരു മിക്സ് ഉണ്ട്. ഇപ്പോൾ പലരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന ആളുകൾ, അപ്പോൾ അവർക്ക് വിസ ആവശ്യമുണ്ട്. അപ്പം അതാണ് ഒരു കൺസേൺ. അപ്പം പക്ഷെ അതിന് പിന്നിൽ ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പിൽ ഇപ്പോൾ എങ്ങനെ ഒരു ഐഡിയ ഫൈനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് അതെങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഐഡിയ എങ്ങനെ വാലിഡേറ്റ് ചെയ്യാം, അപ്പോൾ എന്ത് കോസ്റ്റ് വരും, അങ്ങനെ ചിന്തിക്കണില്ല.
ഇപ്പം ഞാനാണല്ലോ ഫസ്റ്റിൽ അങ്ങനെ ചിന്തിക്കില്ല. പക്ഷേ ഈ ഒരു പ്രോസസ്സ് ചെയ്യാണ്ട് തന്നെ ഇപ്പോൾ വേറൊരു 1-2 പേര് മെസ്സേജ് അയച്ചു. ഞങ്ങൾ ഓൾറെഡി എൻഡോഴ്സ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തു. ബിസിനസ് പ്ലാനൊക്കെ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിക്കാൻ, അപ്പോൾ ഞങ്ങൾ മാർക്കറ്റ് റിസർച്ച് അല്ല അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെന്ത് സബ്മിറ്റ് ചെയ്തത്? അപ്പോൾ ഞാൻ ബിസിനസ് പ്ലാൻ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു 10,000 പൗണ്ടിൻ്റെ പ്ലാൻ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അത് മതിയോ റൺ ചെയ്യാൻ? ആ മതി. അപ്പോൾ എങ്ങനെ അത് അങ്ങനെ അറിയില്ല. ഞാൻ പ്ലാൻ ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഒരു നോളജ് ഗ്യാപ്പ് ഉണ്ട് ഓഫ് കോഴ്സ്. പിന്നെ ഇപ്പോഴും നമുക്കൊരു കൃത്യമായിട്ട് ആളുകൾക്ക് റെഫർ ചെയ്യാൻ ഒരു സംഭവം ഇല്ല. ലൈക്ക് ഇത് എത്ര പേരുണ്ട്, ഇപ്പോൾ ഈ സക്സസ് റേറ്റ് കുറവായതുകൊണ്ട് തന്നെ എത്ര പേര് ഉണ്ട് അവിടെ നമുക്ക് ചോദിക്കാനോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇപ്പോഴും ഉണ്ട്. അല്ല, സക്സസ് റേറ്റ് എന്ന് കുറവെന്ന് പറയുന്ന ഉപരി ഞാൻ പറയുന്നത് അറിയാമോ, അത് അത്രയും ഹാർഡ് വർക്ക് എടുക്കാനുള്ള ആളുകൾ എണ്ണം കുറവായതിൻ്റെ കൊണ്ടാണ് ആ റേറ്റും കുറയുന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ 8 മണിക്കൂർ ഒറ്റ സ്ട്രക്ചറിൽ ഇരുന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അന്നൊരു 9 to 5 വർക്ക് ചെയ്ത് ദെൻ അഗെയിൻ മോർണിംഗ് വരെ നൈറ്റ് ഒരു മോർണിംഗ് വരെ വേറെ നിങ്ങൾ വർക്ക് ചെയ്ത്, ഇതൊന്നും വർക്ക് ചെയ്യാൻ കമ്മിറ്റ്മെന്റ് ചെയ്യാൻ ശരിക്കും ആളുകൾ എന്തല്ല വില്ലിങ് അല്ല എന്നുള്ളതാണ് അടുത്തൊരു റിയാലിറ്റി എന്ന് പറയുന്നുള്ളത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക ആളുകൾ, എന്താണ് എനിക്ക് ഇത്രത്തോളം ആയിട്ടില്ലേ, ഇങ്ങനെ കുറേ സംഭവം ചെയ്തിട്ടില്ലേ? എൻ്റെ കണ്ണ് ഇപ്പോഴും കാണാൻ പറ്റിയ കറുപ്പ്. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ വർഷങ്ങളോളം 2-3 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ള സാധനമാണ് എൻ്റെ ഈ പറഞ്ഞ റിസൾട്ട് എന്ന് അറിയുന്നുള്ളത്. അതിൻ്റെയൊക്കെ ഫിസിക്കൽ പ്രശ്നം ഇപ്പം അനുഭവിക്കുന്നുണ്ട്. സ്റ്റിൽ അത് നോട്ട് ഈസി. ഇപ്പം നിങ്ങൾ എടുത്തിട്ടുള്ള എഫേർട്ട്, നമ്മൾ പറയുന്നത് 23% സക്സസ് റേഷ്യോ എന്നുള്ളത്, ഈ 23% ആളുകൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് നിങ്ങൾക്ക് എന്താണ് ഒരു മോട്ടിവേഷൻ? എന്താണ് അവർക്ക് പറ്റുന്ന തെറ്റും ഓൾറെഡി മനസ്സിലല്ലോ, ഒന്നും ചെക്ക് ചെയ്യാണ്ട് എല്ലാവർക്കും അൾട്ടിമേറ്റ് ഗോൾ വിസ കിട്ടുക എന്നുള്ള ഒറ്റ കാര്യം. ആക്ച്വലി അതല്ലല്ലോ മൈൻഡ് സെറ്റ് വേണ്ടുള്ളത്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു കമ്പനി ബിൽഡ് ചെയ്യുന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി ചെയ്യും. ആ ജെന്യൂനിറ്റി ഉള്ളിൽ നിന്ന് വരുമ്പോഴല്ല ശരിക്കും ആ കാര്യം വർക്ക് ആവുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനോട് പറയുന്നത് 2 ചലഞ്ചാണ് നമുക്കുള്ളത്. ഒന്ന് എസ്പെഷ്യലി സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്ന ഒരു വലിയൊരു ചലഞ്ചാണ്. പിന്നെ ആസ് ആൻ ഇമിഗ്രൻ്റ് നമ്മൾ ഈ കൺട്രി നിൽക്കുന്ന സമയത്ത് നമുക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ള കാര്യവും നമ്മൾ നോക്കണം. അപ്പോൾ നോർമൽ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്ന ആൾക്ക് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 2 കാര്യവും നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഒരേ സമയം 2 എങ്ങനെ കൊണ്ടുപോകാന്നുള്ളതാണ്. ഇപ്പം പലരോടും ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മളൊരു ബിസിനസ് പ്ലാൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന ആ ബിസിനസ് പ്രോഗ്രസിങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ പറ്റുള്ളൂ. കാര്യം എല്ലാ മന്തിൽ ഇവരെ റിപ്പോർട്ട് ചെയ്യണം, എല്ലാ വർഷവും ഇവർക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ യു ഹാവ് ടു ഫൈൻഡ് എ ബിസിനസ് വിച്ച് യു ആർ കൺവിൻസ്ഡ്. ഇപ്പോൾ പലരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇത് അവർക്ക് ചെയ്യേണ്ട സംഭവമാണോ? കറക്റ്റ്. അപ്പം ഞാൻ കഴിഞ്ഞ സംസാരിച്ചപ്പോൾ ആരോ റോബോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട എന്തോ പരിപാടികൾ ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ അതിനുള്ള എക്സ്പീരിയൻസ് അവർക്കുണ്ടോ? അപ്പം അല്ലെങ്കിൽ ഫാർമസി മേഖലയിൽ ഒരു കാര്യം ചെയ്യുന്നു, അപ്പം അതിനുള്ള അത് ബാക്ക് ചെയ്യാൻ പറ്റിയ എക്സ്പീരിയൻസ് അവർക്കുണ്ടോ എന്നുള്ളത് ഒരു ഫാക്ടറാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുമ്പോൾ ആളോട് ഞാൻ പറയും, ഓക്കെ എല്ലാവരും ഹായ് അയക്കും, ഹലോ അയക്കും, തിരിച്ച് അപ്പോൾ ഞാൻ ചോദിക്കും, ഇപ്പം എന്താണ് ഐഡിയ, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറയും. അപ്പോൾ കൃത്യമായിട്ട് പ്രോബ്ലം ഇതാണെന്നും സൊല്യൂഷൻ ഇതാണെന്നും പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് കൊടുക്കാൻ വരുന്നത്. പിന്നെ ചിലരുണ്ട്, അപ്പോൾ ഞാൻ പറയും, അപ്പം നമുക്കൊരു കൺവിക്ഷൻ വരും, ഓക്കെ ദിസ് ഗായ്സ് ഇൻ ടു സംതിങ്. അപ്പം ഞാൻ പറയും, ഓക്കെ നമുക്കൊരു 1-to-1 സെഷൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് 1-to-1 സെഷൻ 1 hour ഇരിക്കും, സംസാരിക്കും. അന്നേരം നമ്മൾ കേട്ടിട്ട് പറയും, ഇപ്പം ഇതൊക്കെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോലെ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പുകൾ ചെയ്തിട്ട് എത്ര പേര് തിരിച്ചു വരുന്നുണ്ട് ഇല്ലേ? അതാണ് വലിയ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇതെല്ലാം ബോറിങ് പരിപാടിയാണ്. ഈ തുടക്കത്തെ ഈ നമ്മൾ ഈ കാണുന്ന ഗ്ലാമറസ് പരിപാടികളല്ല. ഈ പറഞ്ഞ പ്രൈമറി മാർക്കറ്റ് റിസർച്ചും ഈ പറഞ്ഞ കോമ്പറ്റീറ്റീവ് അനാലിസിസും അല്ലെങ്കിൽ യൂണിറ്റ് എക്കണോമിക്സും ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ബോറിങ് പരിപാടികളാണ്. ഉറപ്പായിട്ടും ഒരുപാട് സമയം എടുക്കുന്ന പരിപാടി. ഇത് എത്ര പേര് ചെയ്യുന്നു? അത് ചെയ്താലാണ് അടുത്ത സ്റ്റേജിലോട്ടും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു എഫേർട്ട്, പിന്നെ ഇത് പോസിബിളാണ്. ഇപ്പോൾ ഒരു 9 to 5 ജോബിൽ നിന്നുകൊണ്ട് എൻ്റെ വീക്കെൻഡ് ഈവനിങ്ങും കൊണ്ട് മാത്രം എനിക്കിത് ചെയ്യാമെങ്കിൽ ഓൾറെഡി PSWയിലോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്ന ആളുകൾക്ക് ദേ ഹാവ് ടൈം. ലൈക്ക് ഇത് ഡൂവബിളാണ്. പ്രത്യേകിച്ച് ടീമുണ്ടെങ്കിൽ. ഇപ്പം ഞാൻ ഒരു സോളോ ഫൗണ്ടറാണ്. അപ്പം ടീമുണ്ടെങ്കിൽ അല്ലേ ടാസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഫ്രം ഡേ 1 ഞങ്ങളൊരു ടീമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം. സോ എത്ര പേര് ചെയ്യുന്നു? ഇപ്പം ഇപ്പോഴും വീഡിയോസ് ചെയ്യാൻ എന്നെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യം വെച്ചാൽ, ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് ആൾ പറയാറുണ്ട്, ഓക്കെ ഞങ്ങൾ ഇത്ര നാൾ നടക്കില്ല എന്ന് കരുതിയ കാര്യമാണ് ബ്ലോഗ് ഇത് കിട്ടിയപ്പോൾ നമുക്ക് ചെയ്യാനൊരു മോട്ടിവേഷനായി. അല്ലെങ്കിൽ ഒരു 1-to-1 കഴിയുമ്പോൾ അവർ പറയും, ഓ ദിസ് ഗോണ സേവ് മീ ലൈക്ക് 3 or 4 months. അത് പറയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും മോട്ടിവേറ്റ് ആയിട്ട് ഇതുപോലുള്ള വീഡിയോസ് പിന്നെയും
ചെയ്യുന്നത്. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇനീഷ്യലി സമയത്തൊക്കെ ഒബ്വിയസ്ലി ഒരുപാട് ലൈക്ക് എൻക്വയറീസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ടീമിനോട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ UK എന്നുള്ള ആയിക്കോട്ടെ, ഇന്ത്യ എന്നുള്ള ആയിക്കോട്ടെ. കറൻ്റ് നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്? ലൈക്ക് ഒരു ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് ആകുന്ന സമയത്ത് ജോയിൻ ചെയ്യുന്ന ആളുകളൊക്കെ ഒരിക്കലും തന്നെ സാലറി എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കില്ല. ആ ഗ്രോ ചെയ്യുന്ന ടീമിൻ്റെ കൂടെ വരിക, അവർക്കൊരു എക്സ്പോഷർ കിട്ടുക. കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഞാനിപ്പോൾ അന്നൊരു നോർവീജിയൻ കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട്, റിമോട്ട്ലി വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് നല്ല നല്ല പണിയുണ്ട്, പക്ഷേങ്കിൽ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, എനിക്കൊന്നും തരുന്നില്ല. പക്ഷേങ്കിൽ എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഹാവ് ടു ലേൺ. കാരണം ഞാൻ ഇ-കൊമേഴ്സ് ആയതുകൊണ്ട് പഠിക്കാൻ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് അന്ന് എൻ്റെ ഈ പൈസ ഉണ്ടായിട്ടില്ല ഞാൻ സാലറി ഇല്ലാതെ വർക്ക് ചെയ്തില്ലേ. പക്ഷേ ലേണിങ് അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളത് അത് ശരിക്കും പിന്നീട് എനിക്ക് ഒരുപാട് സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റിയിട്ട് നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് റിക്വസ്റ്റ് ഒബ്വിയസ്ലി വന്നു തുടങ്ങിയിട്ടുണ്ടോ ലിങ്ക്ഡിൻ ത്രൂ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ? നിങ്ങളിപ്പോൾ ഇങ്ങനെ ടീമിനെ ഫുൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ആളുകളൊക്കെ ഓൺബോർഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട്? എന്താണ് ഇതിന് 2 വർഷമാണ് ആക്ച്വലി. കാര്യം ഈ ഐഡിയ വന്ന ആദ്യത്തെ ഒരു സമയമായപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മുടെ അടുത്ത മൈൻഡ് ഒരു കോ ഫൗണ്ടർ വേണം. അപ്പം നമ്മളന്ന് ഒരുപാട് ടൈം ഇപ്പോൾ ലിങ്ക്ഡിനിൽ ആളുകളെ ചേസ് ചെയ്യുകയും മീറ്റിംഗ് എടുക്കുകയും എന്തോരം കോഫി ഇതുപോലെ ആളുകളെ മീറ്റ് ചെയ്തിട്ട് അപ്പം നമ്മൾ ഐഡിയ പറയും ഇതാണ് ഐഡിയ, നമുക്ക് ബിൽഡ് ചെയ്യണം. അപ്പോൾ അത് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ദിസ് ഗോണ ടേക്ക് ടു മച്ച് ടൈം. പിന്നെ അത് വിട്ടു. ഇപ്പം നേരെ തിരിച്ചാണ്. അപ്പോൾ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലൊക്കെ ആളുകൾ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് ടീമിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിൽ കൂടുതലും വരുന്നത് ടെക്കായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഓൾറെഡി നമുക്കൊരു 2 എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് കൂടെ. അല്ലാണ്ട് ഇപ്പോൾ കംപ്ലയൻസിൻ്റെ ഒരു ഇപ്പോൾ ഇവരാരും സാലറി നോക്കിയിട്ടല്ല, ഈ പറഞ്ഞൊരു പാഷൻ്റെ പുറത്ത് നാളെ ഈ കമ്പനി ഗ്രോ ചെയ്യുന്ന സമയത്ത് വിൽ ബി ദ ഫസ്റ്റ് ഹയർ എന്നുള്ള രീതിയിലാണ്. ഒബ്വിയസ്ലി ഇപ്പോഴും അങ്ങനെ ആളുകളെ സ്റ്റിൽ ലുക്കിംഗ് ഫോർ പീപ്പിൾ. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ ഫിൻടെക് ആണെങ്കിൽ പോലും മാർക്കറ്റിംഗ് വേണം, സെയിൽസ് വേണം, അതുപോലെ ഇപ്പം ഡേറ്റ പ്രൈവസിയുടെ കാര്യങ്ങൾ, ഇപ്പം FCA ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സെക്യൂരിറ്റി, കംപ്ലയൻസ്, പിന്നെ സെയിൽസ്, ഒരു വലിയ മാർക്കറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻസ് ഒക്കെ കണ്ടന്റ് ക്രിയേഷൻ ഇല്ലേ, സോഷ്യൽ മീഡിയ. കാര്യം ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിലാണ് ഒന്നും നമുക്ക് സെല് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ആളണം. അപ്പോൾ ഇപ്പം ബ്രോ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അത് ലേൺ ചെയ്യണം, അല്ലെങ്കിൽ ഇത് പഠിച്ച് ഇതിൻ്റെ പാർട്ടായിട്ട് നിൽക്കണം, നാളെ എനിക്കൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യം. കാര്യം ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ആണെങ്കിലും അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ബിസിനസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ താല്പര്യമുണ്ട്, അങ്ങനെ കേട്ടിട്ടാണ് നമ്മൾ ടീമിൻ്റെ ഭാഗമായിട്ട് മാറ്റുന്നത്. സോ സ്റ്റിൽ ആക്റ്റീവ്ലി ആളുകൾ റീച്ച് ഔട്ട് ചെയ്യാറുണ്ട്. ഇൻട്രസ്റ്റിംഗ് പ്രൊഫൈൽ ആണെങ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് ഒരു മീറ്റിംഗ് എടുക്കാറുണ്ട്. സോ ഇപ്പോഴും അങ്ങനെ ആളുകളുണ്ടെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യുക, കണക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും. പിന്നെ അല്ല, ഞാൻ അത് നല്ലതുപോലെ പ്രൊമോട്ട് ചെയ്യട്ടെ. കാരണം എനിക്ക് പേഴ്സണലി ഉള്ള എക്സ്പീരിയൻസ് ആണ്. ഞാൻ അങ്ങനത്തെ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്തത് കൊണ്ട് അന്ന് എനിക്കും അറിയില്ല എന്തിനാണ് വർക്ക് ചെയ്യുന്നത് പോലും. പക്ഷെ അത് പിന്നീട് കിട്ടിയൊരു എക്സ്പ്ലോഷർ എനിക്ക് തോന്നുന്നു. ഞാൻ അന്ന് വർക്ക് ചെയ്ത ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി ഭയങ്കര VC ബാക്ക് ഫൗണ്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ആദിത്യ ഘോഷ്, ആകാശ് ചേർന്ന ഫൗണ്ടേഴ്സ്. അപ്പോൾ അന്നൊന്ന് വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് അറിയൂല ശരിക്കും അവർ എത്രത്തോളം വലിയ ആളുകളാണോ എന്നുള്ളത്. കാരണം എനിക്കും സ്റ്റാർട്ടപ്പ്സിനെ കുറിച്ച് അറിവില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ലിങ്ക്ഡിൻ കണക്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ വാട്സപ്പ് ഫോൺ അവിടെ പോയിട്ട് വാട്സപ്പിൽ റിതേഷ് നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഒരു റീൽ മുമ്പുണ്ടായി വൈറലായി ഉണ്ടായിരുന്നത്. കാരണം ആ നമ്പർ നമ്മളെ കയ്യിൽ കീപ്പപ്പ് ചെയ്തിട്ട് അയാൾ പേഴ്സണൽ നമ്പർ നമുക്ക് സംഭവം ഒരു അവസാനത്തെ രീതി എന്ന രീതി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മളവിടെ ഇമ്പാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം റിസൾട്ട് കൊണ്ടുവന്നത് ആളുകൾ നോട്ട് ചെയ്യും. അതിന് ആ നോർവീജിയൻ ഫൗണ്ടർ. അപ്പോൾ അയാളൊക്കെ ഭയങ്കരമായിട്ട് ഹൈലി ബാക്ഡ് ഉള്ള കമ്പനീൻ്റെ ഫൗണ്ടറാണ്. പക്ഷെ അതൊക്കെ ഞാൻ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മനസ്സിലായിട്ടില്ല. ലവബിളൊക്കെ യൂറോപ്പിൽ നിന്ന് സ്വീഡൻ. അപ്പോൾ അങ്ങനത്തെ കമ്പനി വർക്ക് ചെയ്യണ ആളുകൾ ഞാൻ ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എനിക്കത് ലേണിംഗ് ആയിരുന്നു. നമുക്ക് വേറെ MBA എടുക്കുന്നത് പോലെ തന്നെയാണ് സ്റ്റാർട്ടപ്സിൽ വർക്ക് ചെയ്ത് കിട്ടുന്ന സമയത്ത് ഒരു പ്രാക്ടിക്കലി നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ 1 year മുന്നേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇത് വിജയിച്ചാലും ഇല്ലെങ്കിലും യു ഗോണ ലേൺ എ ലെസൺ അല്ലേ. ഇതിപ്പം എന്ത് തന്നെ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. യു വിൽ ലേൺ സംതിങ്. ഇപ്പം ഞാനിപ്പോൾ ഒരു ഐഡിയ വർക്കായില്ലെങ്കിൽ അടുത്ത ഐഡിയ കിട്ടുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്നും ചെയ്യണ്ടെന്നും നമുക്കറിയാം. ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10,000 തവണ എങ്ങനെ ജോബ് റിജക്റ്റ് ആവും എന്നുള്ളത് ഞാൻ ദുബായി പോയി പഠിച്ച്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റാർട്ടപ്പ് ഫെയിലർ ആയ സമയത്ത് അത്രയും മെത്തേഡുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കമ്പനി വർക്ക് ആവില്ല എന്നുള്ള ലേണിംഗ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ നമ്മളോട് പറഞ്ഞ കണക്ക് ഇപ്പം 1 year മുന്നേ സ്റ്റാർട്ടപ്പ് ആദ്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് 4,000 ഇന്ത്യൻ റുപ്പീസ് 4,000 രൂപ കൊടുത്തിട്ട് ഒരു പുള്ളി എടുത്തിട്ട് മെൻറ്റർഷിപ്പ് എടുത്ത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം അന്ന് നമുക്കത് വലിയ ഇതാണ്. പക്ഷെ അത് നമുക്കൊരുപാട് നോളജ് കിട്ടി. അപ്പോൾ അതിൽ നമുക്ക് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ സോർട്ടായി. പിന്നെ അതനുസരിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതൊക്കെ
നമ്മൾ ഇത് ഇൻവെസ്റ്റ്മെന്റ് പോലെ കണക്കാക്കുക ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ടൈമും എനർജി നമ്മൾ സേവ് ചെയ്യണം. ഇപ്പോൾ പല ടൂളുകളും ഇപ്പം എനിക്ക് ടൂളുകൾക്ക് വേണ്ടി മാത്രം ഞാനൊരു വലിയ തുക മാസം സ്പെൻഡ് ചെയ്യും. കാര്യം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത്രയും തന്നെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലൈക്ക് പ്രോസസ്സുകളാണെങ്കിലും. പിന്നെ ഇതെല്ലാം പഠിക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞ കണക്ക് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഒരു 1 ഇയറിൽ പഠിച്ച് ചെയ്ത കാര്യങ്ങളാണ്. കാര്യം ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ ഫിൻടെക്കുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് ട്രൈ ചെയ്യുക, ഫെയിലിയർ വരുന്ന സമയത്ത് അത് മിറ്റിഗേറ്റ് ചെയ്തിട്ട് വീണ്ടും വർക്ക് ചെയ്യുക, ആ ഒരു പാത്ത് ആളാണ്. അപ്പോൾ ബ്രോ ഇതുപോലെ ഒരുപാട് ഫൗണ്ടേഴ്സിനോട് സംസാരിക്കുന്നുണ്ട് ഓബിയസ്ലി, ഇപ്പം നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ. അപ്പോൾ എന്താണ് വാട്ട് സ്റ്റാൻഡ്സ് ഔട്ട്? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ UK-യിൽ എത്ര പേരിങ്ങനെ സ്റ്റാർട്ടപ്പുകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യൂറോപ്പിൽ എത്ര പേര് ചെയ്യുന്നുണ്ട്? എന്താണ് മലയാളികളുടെ എണ്ണം വളരെ ലിമിറ്റഡ് ആണ്. ഞാനിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും മാക്സിമം എന്നെ കൊണ്ടാകുന്ന പോലെ പുഷ് ചെയ്യും. കാരണം ഇവിടെ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് കമ്പാരിറ്റീവ്ലി. കാരണം ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്ത്, UK-യിൽ ചെയ്ത്, ഫിൻലാൻഡിൽ, ഞാൻ 3 ഗ്രൗണ്ടിൽ ഇറങ്ങി ചെയ്ത 3 മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇവിടെ കോമ്പറ്റീഷൻസ് ലിമിറ്റഡ് ആണ്. അത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളത്. കാരണം ഇവിടെ നമുക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പൊട്ടൻഷ്യലുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങളത് വില്ലിങ് ആവുക എന്നുള്ളതാണ്. കാരണം ആളുകൾ പറയും സമയമില്ല, അത് റിയാലിറ്റിയാണ് കേട്ടോ. കാരണം പക്ഷേങ്കിൽ അത് വിചാരിച്ചിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന കഴിഞ്ഞാൽ പിന്നെ ലൈഫിലോ മൊത്തം കോംപ്രമൈസിന് വേണ്ടി അങ്ങോട്ട് പോകും. ഇവിടെ ഹൈലി പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഞാൻ കമ്പയർ വിത്ത് ഫിൻലാൻഡ് പറയുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് UK മാർക്കറ്റ്. മണി നല്ലതുപോലെ റേസ് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ വരുന്നുണ്ട്. ലാസ്റ്റ് ലണ്ടൻ വന്നപ്പോൾ ഇറ്റ്സ് സോ മച്ച് ഹാപ്പനിങ് അല്ലേ? നമ്മൾ ഇവന്റ്സ് ആണെങ്കിലും അല്ലേ, എവരിവൺ ഈസ് ബിൽഡിങ് സ്റ്റഫ്. ഇപ്പം ഞാൻ ലണ്ടൻ പലപ്പോഴും വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെ ബിസിനസ് ആവശ്യമായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം ഈ എനർജി അല്ലേ, നമ്മൾ ആ പോകുന്ന സമയത്ത് ഓരോരുത്തർ എക്സ്പീരിയൻസ് കേൾക്കുന്നു, ഫീഡ്ബാക്ക് തരുന്നു, പിന്നെ ഈ പറഞ്ഞ ഗ്രാൻഡുകൾ, എനിക്ക് പ്രിറ്റി സ്ട്രേറ്റ് ഫോർവേഡ് ആണ് കാര്യങ്ങൾ. പിന്നെ ഒരുപാട് ഫ്രീ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ നാട്ടിൽ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ഇവിടെ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഒക്കെ എടുത്തോ, നീ പോയിട്ട് വർക്ക് ചെയ്യും, എന്നിട്ട് സാധനം ഡെവലപ്പ് ചെയ്തുകൊണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഐഡിയ പറയണേ വർക്കാവില്ല, മുഖത്ത് നോക്കി പറയും വർക്കാവില്ല. നാട്ടിലാണെങ്കിൽ കൊള്ളാം പൊളി സാധനം എന്ന് പറയും, തിരിഞ്ഞു പറയും ഇത് എന്ത് പൊട്ടനാണ്. ഇവിടെ അല്ല, എൻ്റെ അടുത്ത് ഇത് വർക്കാവില്ല കേട്ടോ, നീ ഒന്നുകൂടി വർക്ക് നന്നായി ചെയ്യേണ്ടി വരും. ശരിക്കും അതാണ് വേണ്ടത്. ഫസ്റ്റത്തെ 2 പ്രാവശ്യം സങ്കടം തോന്നും, 3-ാമത്തെ പ്രാവശ്യം ശീലമായി മാറും. ഓക്കെ പറയുന്ന ഒരു കാര്യം. എനിക്ക് ഫസ്റ്റ് പ്രാവശ്യം സമയത്ത് എനിക്കൊരു ഫീലുണ്ട്, ഉള്ളിൽ തട്ടി, അയ്യോ ഞാൻ എത്രത്തോളം ബിൽഡ് ചെയ്യുന്ന സാധനം. കാരണം നമ്മൾ വേറെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളത്. സത്യമായിട്ട് ഞാൻ പറയണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ തന്നെ ബിൽഡ് ചെയ്താൽ മതിയായിരുന്നു, എനിക്ക് ഞങ്ങൾക്ക് റവന്യൂ ഉണ്ട് അല്ലെങ്കിൽ ട്രാക്ഷൻസ്, ഇയാൾ പറഞ്ഞത്. പക്ഷെങ്കിൽ അതെന്നെ ഇരുത്തി ചിന്തിപ്പിച്ച്, ഞാൻ അന്ന് ട്യൂബിലിരുന്ന് പോകുന്ന സമയത്ത് ചിന്തിക്കുകയാണ് എന്താണ് എങ്ങനെയാണ് സംഭവം. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുക, ഉള്ളിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ സംഭവം ആൾ പറഞ്ഞ സമയത്തുണ്ടാ, പിന്നീട് വീണ്ടും അടുത്ത പറഞ്ഞ സമയത്തും ഇത് സെയിം. അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതിനെ ഈഗോനെ ഹേർട്ട് ചെയ്തതല്ല, ഇത് ശരിക്കും സംതിങ് ഐഡിയൽ ആക്കാവുന്നതാണ്. പിന്നീട് നമ്മളത് ഫിക്സ് ചെയ്യാന്നുള്ളത്. എല്ലാ ഫീഡ്ബാക്ക് എടുക്കണമെന്നില്ല. ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഒരു ഇൻറ്റ്യൂഷനുണ്ട്, നമുക്ക് തോന്നുന്ന ഫീഡ്ബാക്കുകൾ ഡേറ്റ ബാക്ക് ചെയ്യാൻ വേണ്ടി എടുക്കാം. അപ്പം ഞാൻ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു പുള്ളി ഇങ്ങനെ സംസാരിച്ചു, ഇന്ത്യക്കാരനാണ്. അപ്പം ഞാനിങ്ങനെ പുള്ളി സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്. അപ്പം ഞാൻ പറയുമ്പോൾ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞാണ് വിട്ടുപിടി, ഇത് നടക്കണ കേസല്ലേ. അപ്പം അങ്ങനെ ഫീഡ്ബാക്ക് കിട്ടിയത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ബ്രോ പറഞ്ഞ പോലെ നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതല്ല, അപ്പം ഇതൊന്നും ശരിയാവില്ല, ആരും വാങ്ങിക്കും. അപ്പം അങ്ങനത്തെ ഒരു കുറേ ഫീഡ്ബാക്ക്. അപ്പം അന്ന് 2 ദിവസം നമ്മൾ ഡൗൺ ആണ്. പിന്നെ അപ്പം പിന്നെ നമ്മളിങ്ങനെ ബിൽഡപ്പ് എടുക്കണം. ഓക്കെ ഇത് മേ ബി, പക്ഷേ ഇതിപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. പക്ഷെ നമ്മൾ എല്ലാം ഫാക്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴും ഈ മെസ്സേജ് അയക്കുന്ന പലരുടെയും കൂട്ടത്തിൽ ഈ എൻഡോഴ്സ്മെൻറ്റ് റിജക്റ്റ് ആയ ഒരുപാട് ഒരു മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവരുടെ ഡോക്യുമെൻറ്റ്സ് ഷെയർ ചെയ്യാറുണ്ട്. ചില കാര്യങ്ങൾ കോമ്പറ്റീറ്റീവ് അനാലിസിസ്. പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഐഡിയ ആണ്, കിടില ഐഡിയ ആണ്, നമുക്ക് ആരും കോമ്പറ്റീറ്റീവ് ഇങ്ങനെ ആരും ആലോചിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഒരു സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഈ എൻഡോഴ്സിംഗ് ബോഡി എന്ത് ചെയ്യും, ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കും, ഇതൊക്കെയാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ്, നിങ്ങളത് നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു വലിയ പിന്നെ ഫണ്ടിങ്ങിൻ്റെ കേസിൽ ഫണ്ടിങ് എപ്പോഴും ചിന്തിക്കേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ എങ്കിലും നമുക്ക് റൺ ചെയ്യാനുള്ള ഫണ്ടിങ് നമ്മൾ സോർട്ട് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ പ്രൂഫ് കാണിക്കണം. പലരും പറയുന്നത് നമ്മൾ ഫണ്ട് റേസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അങ്ങനല്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഗ്രാൻഡ് കിട്ടിയാലും ഓക്കെ അത് കാണിക്കാം, പ്ലസ് നമുക്കൊരു പേഴ്സണൽ ഫണ്ടിങ് കാണിക്കാം. പിന്നെ ഡേറ്റ, ഇപ്പോൾ ഒരു ലാസ്റ്റ് വീക്ക് ഒരു ഐഡിയ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു, ഞങ്ങൾ യൂസർക്ക് 10 പൗണ്ട് ചാർജ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് 10 പൗണ്ട്, ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ് ഫിഗർ, നിങ്ങൾ ആരോടും ചോദിച്ചോ?
അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർ എത്രയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം ബാക്ക് ചെയ്യാൻ പറ്റണം. അതെ 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 അതെ. അപ്പോൾ ഈ ബിസിനസ് പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇതെല്ലാം കുറച്ച് എഫേർട്ട് ഇട്ട് ചെയ്തിട്ട് വേണം ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കിയ സമയത്ത് കുറേ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ വി സി ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ നോക്കുന്നതിൽ ഒരു മെട്രിക്സ് ഉണ്ട് കേട്ടോ. ഒന്നൊക്കെ ഈ ബിസിനസ് മോഡൽ ഹൈ വാല്യൂ ലോ ഫ്രീക്വൻസി ആണോ, ലോ ഫ്രീക്വൻസി ഹൈ വാല്യൂ ആണോ, അല്ലെങ്കിൽ ലോ വാല്യൂ ലോ ഫ്രീക്വൻസി ആണോ. അതായത് അതിനൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കുറവായിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി വിൽക്കാൻ പറ്റുന്ന ബിസിനസ് മോഡലാണോ, പ്രൈസ് കൂടുതലായിട്ടും കുറഞ്ഞ ക്വാണ്ടിറ്റി വിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണോ, ഇനി പ്രൈസും കൂടുതലാണ് ക്വാണ്ടിറ്റിയും തോന്നെ വിൽക്കാൻ പറ്റുന്ന, ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി പെടുന്ന ഒരു സർവീസോ പ്രൊഡക്റ്റ് ആയിരിക്കണോ നമ്മളിത് എന്നുള്ളതാണ്. അത് ഭയങ്കര ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ അതിൽ അലക്സ് ഹോമസ് ഞാൻ ഫോളോ ചെയ്യുന്നൊരു വ്യക്തി പുള്ളി ഇങ്ങനെ അപ്പോൾ പുള്ളി പറയുന്നത് ഡോണ്ട് സെൽ ഇൻ ദ മിഡിൽ, എയ്തർ യു സെൽ വെരി ചീപ്പ് ഓർ എയ്തർ യു സെൽ വെരി എക്സ്പെൻസീവ്. മിഡിൽ പോയി കഴിഞ്ഞാൽ ആണ് പാടുന്നതാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ വലിയ വോളിയത്തിൽ ചെറിയ പ്രൈസ് സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ഇപ്പം ഈ പറഞ്ഞ ഹൈ പ്രൈസിൽ ചെറിയ ക്വാണ്ടിറ്റീസ് ആണ് സെല്ല് കൊടുക്കുക എന്നുള്ളത്. അപ്പം അതും ഈ പറഞ്ഞാണ്. അപ്പോൾ ചിലർ പറയും ഞങ്ങൾ B2C യും B2B യും നോക്കുമെന്ന് പറയും. അപ്പം ആസ് എ സ്റ്റാർട്ടപ്പ് നിങ്ങൾ ടൈം റിസോഴ്സ് ലിമിറ്റഡ് ആണ്. കറക്റ്റ്. രണ്ടും നിങ്ങൾക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റില്ല. രണ്ടും ഡിഫറെൻറ്റ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് പ്രശ്നം വരും. അപ്പോൾ ഏതർ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ഏതർ B2B ആണോ പോകുന്നത് അല്ലെങ്കിൽ B2C ആണോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു എൻഡോഴ്സ്മെന്റ് പെർസ്പെക്റ്റീവിലാണ്. കാര്യം എനിക്ക് അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പറ്റുന്നത്. കാര്യം നമ്മൾ അതിലൂടെ പോയതുകൊണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ റിജക്ഷൻസ് തന്നു കഴിഞ്ഞാലും പിന്നീട് നമുക്ക് റീ അപ്ലൈ ചെയ്യാൻ പറ്റൂലേ? ചെയ്യാം. പിന്നെ അഗൈൻ അത് നെക്സ്റ്റ് വീണ്ടും ഫീസ് അടച്ചിട്ട് £1000 വീണ്ടും അപ്ലൈ ചെയ്യാം. ഇപ്പം ഈവൻ ഇപ്പം എൻഡോഴ്സ്മെന്റ് കിട്ടിയ കേസിൽ പോലും വിസ റിജക്റ്റ് ആയ കേസുകളും ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം അവിടെയും പലരും ചെയ്യുന്ന വെച്ചാൽ ഈ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് തേർഡ് പാർട്ടീനെ കൊണ്ട് ബിസിനസ് പ്ലാനൊക്കെ ചെയ്യിക്കുന്നുണ്ട്. പലരും എനിക്ക് മെസ്സേജ് അയക്കാനുണ്ട്, ചെയ്യാൻ പറഞ്ഞില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ട് വിചാരിക്കുക, ഒരു ഐഡിയ ഉണ്ട്. ഐഡിയക്ക് വേണ്ടിയിട്ട് നമ്മളൊരു നല്ല രീതിയിലൊരു ഡെഡിക്കേറ്റഡ് നോക്കുക. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു PMF ഉണ്ടോ നോക്കുക, GTM ഉണ്ടോ പോയി നോക്കുക, എഗെയിൻ പ്രൈസിങ്, അതിൻ്റെ കോമ്പറ്റീറ്റീവ്സ് അനാലിസിസ്, ഡാറ്റ ഡ്രിവൺ സാധനം പുൾ ഓഫ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അത് വർക്കാൻ ചാൻസ് കൂടുതലായിരിക്കും. ഓൺ എ ഡെയിലി ബേസ് സംവെയർ ഓൺ 2 to 3 hours മിനിമം നമ്മൾ അതിന് സ്പെയർ ചെയ്യുക. അത് ആ ഒരു മെട്രിക്സ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ വരുന്നത്. നമ്മൾ ആദ്യം ടൈം ബ്ലോക്ക് ചെയ്യുക. ഇപ്പം എല്ലാവരും ടൈം ഇല്ലാന്ന്. അപ്പം നമ്മുടെ ഒരു ജോബ് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ബട്ട് സ്റ്റിൽ ഒരു 1 or 2 hour ബ്ലോക്ക് ചെയ്യുക ഡെയിലി. എന്നിട്ട് ഇരുന്നിട്ട് ലാപ്ടോപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് ഇതിന് വേണ്ടി അന്നേരം തോന്നുന്ന അയാൾ റിസർച്ച് ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ഈ കണ്ടുപിടിക്കുമ്പോൾ സംഭവിക്കുന്ന ഏതർ നമ്മുടെ ഐഡിയ മോശമാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ആയിട്ട് വിൽ ഗെറ്റ് സംതിങ് ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഐഡിയ പ്രൂവ് ചെയ്യാനുള്ള എല്ലാ മെട്രിക്സും നമുക്ക് കിട്ടും. എസ്പെഷ്യലി ഇപ്പോൾ AI പോലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡീപ്പ് റിസർച്ച് നമുക്ക് ചെയ്യാം. പണ്ടൊക്കെ വെച്ചാൽ ഒരു കാര്യം വേണമെങ്കിൽ 10 ഗൂഗിൾ പോയിട്ട് 10 വെബ്സൈറ്റിൽ പോയിട്ട് ഓരോ ഡേറ്റ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഏത് മോഡലാണെങ്കിലും ഒരു ഡീപ്പ് റിസർച്ച് ഫീച്ചർ എടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒരു 60-70 സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതെടുത്തിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക. ഞാനെപ്പോഴും ഫോളോ ചെയ്യുന്നൊരു ഡിസിപ്ലിൻ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ് 24 സ്റ്റെപ്പ് ഓഫ് ബിൽഡിംഗ് ഓഫ് സ്റ്റാർട്ടപ്പ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയും ആദ്യം എന്താണ് ചെയ്യേണ്ടത്, സെക്കൻഡ് എന്താണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ പോലും വിൽ ബി ഇൻ ദ ട്രാക്ക്. കറക്റ്റ്. അപ്പോൾ ഇപ്പോഴും ആളുകൾ ആദ്യം ചിന്തിക്കുന്നത് എങ്ങനെ വിൽക്കാന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാളും ബിൽഡ് ചെയ്യാന്നുള്ള സാധനം പ്രോബ്ലം സോൾവ് ചെയ്യാൻ രീതിയിലൂടെ മുന്തെല്ലാം പോകണം. അപ്പോൾ അവർ പറയും MVP ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇനി എന്താ. അല്ല MVP അപ്പം ഞാൻ ഈ മിസ്റ്റേക്ക് ചെയ്തതാണ്. ഞാൻ ഒരു 4-5 മാസം എടുത്തിട്ട് നോക്കൗട്ട് ടൂൾ AI ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ ഇനീഷ്യൽ വേർഷൻ അപ്പോൾ ഞാനൊരു ഫ്രണ്ടും കൂടെ ബിൽഡ് ചെയ്തു. അപ്പോൾ ബിൽഡ് ചെയ്തിട്ട് അറിയുന്നത് ഇതല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ അതേസമയം ഇത് ആര് വാങ്ങിക്കും, ഇതെങ്ങനെ സെല്ല് ചെയ്യാം, ആള് പേ ചെയ്യോ, വാങ്ങിക്കാൻ ചാൻസ് ഉണ്ടോ, ഏത് പ്രൈസ് പോവാം, സംസാരിക്കാം. ഇപ്പം ആളോട് സംസാരിക്കുക. ഇപ്പം എല്ലാവരും ഈ ബിസിനസ് പ്ലാൻ സബ്മിറ്റ് സമയത്ത് എല്ലാവരും ഞാൻ സെക്കൻഡറി മാർക്ക് റിസർച്ച് ആണ്, ഗൂഗിളിൽ നിന്ന് എടുക്കുന്ന ഇൻഫർമേഷൻ. സത്യം. പ്രൈമറി മാർക്ക് റിസർച്ച് ഇപ്പം ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ടി നമ്മൾ ആസ് എ പേഴ്സൺ ഞാൻ എത്ര പേരോട് ഇതിനെ പറ്റി സംസാരിച്ചു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് അല്ല നമ്മുടെ ICP. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റിയൊരു വേറൊരു മിസ്റ്റേക്കാണ് അത്. അപ്പം നിങ്ങളുടെ ICP ആരാണ് അത് കണ്ടുപിടിക്കുക. അപ്പം നമ്മളെല്ലാവരും ഞാൻ ഐഡിയ കിട്ടുമ്പോൾ ആദ്യം പോയി ഫ്രണ്ട്സിനോട് പറയും, ഫാമിലിയോട് പറയും. അപ്പോൾ അവർ കൊള്ളാം, സൂപ്പർ അല്ലേ. കാര്യം ചില സമയം ICP കണ്ടുപിടിച്ച് അവരോട് എങ്ങനെ ചോദിക്കാം,
ഇപ്പം ആദ്യമൊക്കെ എനിക്കും ഭയങ്കര പാടാണ് ഇങ്ങനെ ആളോട് ചോദിക്കാനും നെറ്റ്വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. 10 വട്ടം ആലോചിക്കും പോയി കഴിഞ്ഞാൽ എന്ത് ഇങ്ങനെ സംസാരിക്കും. ചെയ്യുമെന്നുള്ള ഞാൻ ഇൻട്രോവേർട്ട് ഞാൻ എങ്ങനെ സംസാരിക്കണം എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കിക്ക് കിട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ രസമാണ്. ഓക്കെ, സംസാരിക്കുക, പോവുക, മിണ്ടുക എന്നുള്ളത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങൾക്കൊരു ഇതിന് ഡെഡിക്കേറ്റ് വർക്ക് ചെയ്യുക എന്നല്ലെങ്കിൽ സമയം മാറ്റി വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു സിസ്റ്റം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇപ്പം വില്ലിംഗ് ആണെന്ന മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല? എന്താ നിങ്ങൾക്ക് ഉണ്ടായത്? പാടാണ് കാര്യം. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ജോബ് എനിക്ക് മൺഡേ ടു ഫ്രൈഡേ ആണ് പോകേണ്ടത്. മൺഡേ ടു ഫ്രൈഡേ ഒരു 7 to 3 ജോബാണ്. അപ്പം ഞാൻ പർപ്പസ്ഫുള്ളി എന്താ വെച്ചാൽ ഇപ്പോൾ വീക്കെൻഡ് നോർമലി ഓഫാണ്. അപ്പോൾ വീക്കെൻഡ് ഓഫ് എടുത്താൽ എന്തായാലും നമ്മൾ കറങ്ങി നടന്നില്ല ടൈം പോകും. അപ്പോൾ അവിടെ ചെന്ന് വെച്ചാൽ ഞാനാണ് റോട്ട് ഇടുന്നത്. ഇത് അങ്ങനെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി നമുക്കുണ്ട്. അപ്പം ഞാനാണ് റോട്ട് ഇടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീക്ക് ഡേയിൽ നമ്മൾ ഓഫ് ആക്കിയിട്ട് വീക്കെൻഡിൽ ഡ്യൂട്ടി എടുക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ വീക്ക് ഡേയിൽ വീട്ടിൽ ഇരിക്കും. അപ്പോൾ നമുക്ക് ടൈം കിട്ടും വർക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പം ഇവൻറ്റിന് പോയിട്ട് അപ്പോൾ ഞാൻ നോക്കും ഒരു മാസം കലണ്ടർ എടുത്തിട്ട് ഇന്ന് എവിടെയൊക്കെയാണ് ഇവൻ്റ് ഉള്ളതെന്നൊക്കെ നോക്കിയിട്ട് ആ ഇവൻ്റ് വരുന്ന ദിവസമൊക്കെ ഞാൻ എന്ത് ചെയ്യും, എന്നെ ഓഫാക്കിയിട്ട് ബാക്കിയുള്ള ദിവസം നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കൊരു അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു ടൈം മാനേജ് ചെയ്യാനൊക്കെ. പിന്നൊക്കെ നമ്മളെ ചോദിച്ചപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. ഞാനിപ്പോൾ ഇന്നലെ എഡിംബ്ര മുതൽ ഇവിടെ അങ്ങോട്ട് വെൽഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടയർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങി പോയിക്കൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു മാർക്കറ്റിംഗ് മാനേജർ ഞങ്ങളുടെ ഹെഡ് ചെയ്യുന്നുണ്ട് സാന്ദ്ര എന്ന്. അപ്പോൾ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്ലൈറ്റിലാണ് പെട്ടെന്ന് എനിക്ക് സ്വപ്നത്തിൽ സാധനം ഒരു ഐഡിയ വന്ന് ഞാൻ അപ്പം ഫോൺ എടുത്ത് ഞാൻ ഓടി അയച്ചു വെച്ചു. അപ്പോൾ മെസ്സേജ് പോകില്ല, പക്ഷേങ്കിൽ പിന്നീട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ സമയത്ത് എനിക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല. എനിക്ക് സാധനം അവിടുത്തെ പറഞ്ഞേ മതിയാവും എന്നുള്ളത്. കാരണം എനിക്ക് പേടി ഉറങ്ങി എണീക്കുമ്പോഴേക്കും മറന്നു പോകും. ഞാൻ പണ്ട് പറഞ്ഞു, ഞാൻ ഓയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ബാത്റൂം കംപ്ലീറ്റ്ലി, എൻ്റെ ഫ്ലാറ്റിലെ ബാത്റൂം കംപ്ലീറ്റ്ലി പെൻസിലോണ്ട് എഴുതി വെച്ചതാണ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ ഈ സോപ്പ് കണ്ണിലായിട്ട് ഇങ്ങനെ ഇരുന്നോണ്ട് പിന്നെ ഇതിൻ്റെ വാളിൽ എഴുതി വെച്ചത് എനിക്കിപ്പോൾ കണ്ണിൽ ആ സിറ്റുവേഷൻ ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് ഞാൻ ചെയ്തത് കൊണ്ട് തന്നെ അതൊക്കെ എൻ്റെ ഇവിടെ നല്ലതുപോലെ അങ്ങനെ പതിഞ്ഞു പോയിട്ടുണ്ട്. ആ എഫേർട്ട് ഞാൻ എടുക്കാനെടുത്ത്. കാരണം എനിക്ക് യാതൊരു ആവശ്യമില്ല ഈ പറഞ്ഞ പെണ്ണെടുത്ത് ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് എഴുതി വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ അത് എഫേർട്ടാണ്. കാരണം എന്നെ സമയത്തോളം എന്താണ് 7 to 9 ആണ് ഓഫീസ് വർക്ക് ചെയ്യണം. എഗെയിൻ വന്നിട്ട് എനിക്ക് 2 hours ബ്രേക്ക് എടുത്ത് പിന്നെ രാവിലെ വരെ ഞാൻ പഠിക്കണം ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സമയമല്ല ലിറ്ററലി. അപ്പോൾ അതിന് ഞാൻ ഡെഡിക്കേറ്റ് മാറ്റി വെച്ചത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇതിന് പിന്നിൽ വലിയൊരു യുദ്ധം ഉണ്ടെന്നുള്ള ആർക്കും അറിയാം. ആരോട് ഇതൊക്കെ സംസാരിക്കണം, സ്റ്റാർട്ടപ്പിനെ പറ്റി ആരോട് സംസാരിക്കും? അല്ല, എനിക്ക് നല്ലൊരു മാനേജർ ഉണ്ട്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാവരും IIT, IM, അതുപോലെ തന്നെ XLRI ആണ്. ഈവൻ ദോ NIT-കാർ പോലുമില്ല. ഏറ്റവും ടോപ്പ് Tier 1, Tier 2 മാത്രം. അതും ഏറ്റവും നല്ല കോളേജ്. IIT ആണെങ്കിൽ ബോംബെ അല്ലെങ്കിൽ KGP അങ്ങനത്തെ ഇത് വരുന്നത്. IM ആണെന്നുണ്ടെങ്കിൽ കൊൽക്കട്ട, ഡൽഹി വരുന്നുള്ള ആളുകൾ. അപ്പോൾ മുംബൈ കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല കോളേജ് വരുന്ന ആളുകളുടെ സമയത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്തും കേട്ടാൽ എന്താണ് ഫുള്ളും കിടിലം മനുഷ്യന്മാർ. അങ്ങനെ സർക്കിൾ നമുക്ക് വേണം അല്ലേ? ആരെങ്കിലും അങ്ങനെ സംസാരിക്കാൻ വേണം ഉറപ്പായിട്ടും. ഞാൻ അവിടെ നിന്നാണ് ശരിക്കും ഒരു 10 MB എടുത്ത പോലെ പുറത്തു കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ ആവറേജ് അറൗണ്ട് 5 എന്ന് അറിയണ്ടല്ലോ. ലിറ്ററലി ഇത് വർക്കാണ്. കാരണം ഞാൻ എന്തുകൊണ്ട് രാവിലെ തന്നെ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കണം, എന്തെങ്കിലും ആവണം. കാരണം അവിടെ വന്നുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്തു എക്സിറ്റ് ചെയ്ത ആളുകളുണ്ട്, അത് പൊട്ടിയ ആളുകളുണ്ട്, അല്ലെങ്കിൽ അവിടെ നല്ല പാക്കേജിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, നാട്ടിൽ പോയിട്ട് ചെറിയ ചെറിയ ബിസിനസ് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട്. അതൊക്കെ നമ്മൾ തരുന്ന ലേണിങ്സ് ഉണ്ട്. കാരണം അന്നാ പറഞ്ഞില്ല, എനിക്കൊരു മാനേജർ ഉണ്ടായിരുന്നു, പുള്ളിക്കാൻ ബീഹാറിയാണ്. ഇവിടെ ഉള്ള എനിക്ക് അന്ന് തോന്നുന്ന ഒരു 1.5, 1.6 CR ഒക്കെ ഉള്ള ആനുവൽ പാക്കേജാണ്. അത് ഒഴിവാക്കിയിട്ട് ബീഹാറിൽ പോയിട്ട് ബിസ്ക്കറ്റിൻ്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകും. എന്തിൻ്റെ തകരാറാണ് പിന്നെ മനസ്സിലാക്കുന്നുള്ളത്. അടുത്ത ഡിസിഷൻ അയാൾ IIT KGP ആണ്. IIT നിന്നും പഠിച്ചിട്ട് ഒരു ബിസ്ക്കറ്റിന് ബിസിനസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആലോചിക്കുക നിങ്ങൾ അത്രത്തോളം. അതാണ് ആളുകളുടെ മൈൻഡ് സെറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു ഫാക്ടറാണ് ഈ പറഞ്ഞ. ഉറപ്പായിട്ടും നമ്മളിപ്പോൾ ആലോചിക്കും, ഞാൻ കോൾ സെൻറ്ററിലൊക്കെ വർക്ക് ചെയ്യണം ഇവിടെ UK വന്നതിന് ശേഷം. അപ്പം അന്നേരം ചില ദിവസമൊക്കെ ഭയങ്കര കൊയറ്റായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ മുന്നേ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഓണാക്കി അപ്പം നമ്മളന്നേരം എന്തെങ്കിലും ഓൺലൈൻ കോഴ്സ് ചെയ്യുക, അപ്സ്കില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. അന്നേരം നമുക്ക് ജോബ് ആവശ്യമാണ്. നമ്മൾ PSW ആണ്. അപ്പം എങ്ങനെയും ഒരു രീതിയിൽ ജോബ് ഒപ്പിക്കുക എന്നുള്ള ഇതാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ജോബ് ഇൻ്റർവ്യൂ ഇപ്പോൾ അവർ ചോദിച്ചു ഓൾറെഡി ഇപ്പോൾ അത്യാവശ്യം ഇതിനേക്കാളും ബെറ്റർ പേയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വിസ വേണം. അതുകൊണ്ട് അപ്പോൾ അവർക്കത് ഓക്കെ ആയി, കണക്റ്റ് ആയി. ഓണസ്റ്റ് ആയിട്ടുള്ള ആൻസർ ഇട്ടപ്പോൾ അവരും പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ. അപ്പോൾ അവരും കൺവിൻസ് ആയി. അപ്പോൾ ഈ പറഞ്ഞ സംസാരിക്കാൻ ആളുകൾ, ഇപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അപ്പം പുള്ളി നാട്ടിലാണ്. അപ്പം സ്റ്റാർട്ടപ്പ് ഐഡിയാസൊക്കെ പിന്നെ പുള്ളിയെടുത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അന്നേരം വൈഫടെ ഇങ്ങനെ പറയും അവനാണ്. അല്ല, നിങ്ങൾ പറഞ്ഞ സാധനം എനിക്കൊരു ഫ്രണ്ട് യാസി എന്ന് പറഞ്ഞുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ ഫസ്റ്റ് വന്ന സമയത്ത് ഞാൻ അവനോട് സംസാരിച്ചുള്ളത്, അവനിപ്പോഴും ഒരു വേറെ കമ്പനി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു എൻ്റെ പേര് ഓൾമാക്സ് എന്ന് പറഞ്ഞുള്ള കോളേജിൽ നിന്ന് തന്നെ സ്റ്റുഡൻസിന് അപ്സ്കിൽ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ചെയ്യുന്നത്.
അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് അവൻ എനിക്ക് വേണ്ടി ഒരു മഴയത്ത് വെയിറ്റ് ചെയ്യുന്നു, ഞാൻ അവൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നു. അപ്പോൾ ശരിക്കും എൻ്റെ അടുത്തേക്കാണ് വളരെ പ്രായം കുറഞ്ഞുള്ള 22-23 വയസ്സുള്ള ചെക്കനാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് ഒരിക്കലും സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് യൂഷ്വലി ആളുകൾക്ക്, ഞാൻ ഈ പൊതുവെ ഓഡിയൻസിൻ്റെ പറയുന്നുണ്ട്, നമുക്ക് നമ്മളെക്കാൾ ചെറിയ ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഐഡി സംസാരിക്കുന്നതുകൊണ്ട് ഒരു കുറവും വിചാരിക്കേണ്ട. ആളുകൾക്ക് അതൊക്കെ എന്താ പറയുക, ഒരു ഈഗോ പോലെയാണ്. ഞാൻ എങ്ങനെയാണ് ഇതിനേക്കാളും ചെറിയ അടുത്ത് സംസാരിക്കാൻ വില്ലിങ് ആവേണ്ടത്, എനിക്ക് അവരെൻ്റെ അത്ര ആയിട്ടില്ലല്ലോ. ശരിക്കും നമ്മളതല്ല നോക്കേണ്ടത്, അവിടെ ചെറുപ്പം വലുപ്പം എന്നുള്ളതല്ല, നമ്മളെല്ലാവരും ഒരേ തോണിയിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ ഞാനടുത്ത് സംസാരിച്ച് ശരിക്കും അവനൊക്കെയാണ് എന്നെ ഈ ലെവലിലോട്ട് പുഷ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഐഡിയ ചില ആളുകൾക്ക് ആരോടും പറയൂല, എൻ്റെ ഐഡിയ യുണീക്കാണ്, ഞാൻ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത ഐഡിയ ആർക്ക് വേണം ഉണ്ടാക്കാൻ പറ്റും. എക്സിക്യൂഷൻ, അതാണ് ഇപ്പം സ്വിഗ്ഗി സൊമാറ്റോ അതല്ലെങ്കിൽ യൂബർ ഓല എല്ലാം സെയിം പാറ്റേണാണ് പോകുന്നുള്ളത്. പക്ഷേ എക്സിക്യൂഷൻ ആണ് എന്താണെന്നുള്ളത് ഡിഫറെൻ്റ് ആവുന്നുള്ളത്. ഇപ്പോൾ എൻ്റെ സെയിം പാറ്റേണിൽ കമ്പനി ഒരുപാട് വർക്ക് ഉണ്ട്, മോഡൽ കമ്പനീസ് ഉണ്ട്. പക്ഷേ നമ്മുടെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ക്യൂബേൻ്റെ എക്സിക്യൂഷൻ ക്യൂബേക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, ഞങ്ങൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എക്സിക്യൂഷൻ അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വിചാരിച്ച് നമ്മൾ മാർക്കറ്റ് എന്തായി പോകത്തില്ല, കട്ടായി പോകുന്നില്ല. നമ്മൾ പഠിക്കുക, അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുമ്പോൾ. ഇപ്പം നമ്മുടെ കമ്പനി ഇപ്പം ആരും അടുത്ത് ചോദിച്ചാണ് മെസ്സേജ് അയക്കും, നിങ്ങൾ ബ്രോ ഇത് പുതിയ പരിപാടിയൊന്നും അല്ല. അതെ ഇല്ല, ഇപ്പം ഈ പറഞ്ഞാൽ നമ്മുടെ പാർട്സ് ഓഫ് ദ തിങ്സ് വേറെ കമ്പനീസ് ചെയ്യുന്നുണ്ട് പല രീതിയിലും. ഇപ്പോൾ B2Cയിലും B2Bയിലും പല കോമ്പറ്റീവ്സും ഉണ്ട്. പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന യുണീക്ക് ഫോമുല നിലവിൽ ഇന്ന് വേറെ ആരും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ആ യൂസ് ചെയ്യുന്ന അൽഗോരിതവും അല്ലെങ്കിൽ ആ ഫ്രെയിം വർക്കുകളൊന്നും വേറെ ആരും നിലവിൽ ചെയ്യുന്നില്ല. അപ്പം ഈ വിസയെ പറ്റി ആലോചിക്കുമ്പോൾ എല്ലാവരും പുതിയൊരു ഐഡിയ വേണം, ഏറ്റവും വളരെ ആരും കേൾക്കാത്തൊരു ഐഡിയ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വെയിറ്റ് ചെയ്യും. ഇല്ല, അങ്ങനെയല്ല. ഇപ്പോൾ പ്രോസസ്സിൽ ഇപ്പം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഇന്നോവേഷൻ കൊണ്ടുവന്നാലും നിങ്ങൾക്കൊരു ഐഡിയ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ തരത്തിൽ ആളുകൾ ഇപ്പോഴും ഇല്ല, നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഐഡിയ എനിക്ക് റൈറ്റായി, എന്നാൽ കറക്റ്റ് ഒരു ഐഡിയ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കാത്തിക്കുന്ന ഒരുപാട് പേരില്ലേ? നിങ്ങൾക്ക് എടുത്ത് സംസാരിച്ചിട്ട് ആരെങ്കിലും എൻ്റെ അടുത്ത് ഒരുപാട് ആൾ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കും, അവരെ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, എന്തെങ്കിലും സ്വന്തമായി തുടങ്ങി വിടും, എനിക്കൊരു ഐഡിയ വേണം, നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് തുടങ്ങുള്ളത്. ഞാനൊക്കെ പണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഈ മാർക്കറ്റ് സെർച്ച് ചെയ്യും. എന്നിട്ട് ആ മാർക്കറ്റ് സെർച്ച് ചെയ്തിട്ട് അവിടെയുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇവിടെ റീപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കും. എന്തിനാണ് വെറുതെ നമ്മളെ മെമ്മറി അനാവശ്യമായി ചെലവാക്കുന്നില്ല. ഇന്ത്യയിൽ ഹിറ്റ് ആയിട്ടുള്ള പല സ്റ്റാർട്ടപ്പുകളും അമേരിക്കൻ കമ്പനീസിന്റെ ഈ ഓയോ ആണെങ്കിൽ നമ്മളെ ഇതിൻ്റെ BNB കൊണ്ടുവന്നതാണ്, യൂബർ വന്ന് നമ്മുടെ ഓല വന്നു, അതൊക്കെ എന്താണ് സെയിം സാധനം കോപ്പി വരുന്ന കാര്യങ്ങളാണ്. എക്സിക്യൂഷൻ മാറ്റിയാൽ മതി എന്നുള്ളത്. ഇപ്പൊ ഞാനൊരു കാലത്ത് ഇതെന്റെ മെയിൻ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കോപ്പി ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ സ്റ്റാർട്ടപ്സുകളാണ് മറ്റു കൺട്രികളിലുള്ളത് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ചെയ്ത സമയത്ത് ഹട്ടർ ഫെയിലിയർ ആയിരുന്നു. പക്ഷെങ്കിൽ കൂടി ഞാൻ ചെയ്യാനൊരു എഫേർട്ട് എടുത്തു എന്നുള്ളതാണ്. കാരണം PMF ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അത് പേ ചെയ്യാൻ, ചില പ്രൊഡക്റ്റ് പേ ചെയ്യാൻ വില്ലിങ് ആയിരിക്കത്തില്ല. അവിടെയുള്ള മാർക്കറ്റ് മേ ബി അത് പേ ചെയ്യാൻ വില്ലിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കോപ്പി ചെയ്യുന്ന സമയത്ത് ഈ PMF ഉണ്ടോ, ആളുകൾ അത് പേ ചെയ്യാൻ വില്ലിങ് ആണോ എന്നുള്ളത് കൂടി എന്ത് ചെയ്യേണ്ടി വരും, നമ്മളൊന്നും റീചെക്ക് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യം. അതിപ്പം ഇൻസ്റ്റാഗ്രാമിൽ ആളുകൾ മെസ്സേജ് അയക്കും, അപ്പം ബ്രോ ഇങ്ങനെ ഇന്നോവേറ്റീവ് ഫണ്ട് വെച്ചാൽ ഓക്കെ ബ്രോ പറഞ്ഞോളൂ, അല്ല ഐഡിയ പറയാൻ പറ്റത്തില്ല. ഐഡിയ പറയാണ്ട് എങ്ങനെ ഇത്, അല്ല ഇത് യുണീക്ക് ഐഡിയ ആണ്, പക്ഷേ ഇത് ചെയ്യണം. ഇപ്പൊ എന്ത് സ്റ്റെപ്പാണ് എടുത്തത്? ബ്രോ ഐഡിയ പറയണ അടുത്ത സ്റ്റെപ്പ്. ഈ പറഞ്ഞ എക്സിക്യൂഷൻ ഒരു വലിയ ഫാക്ടറാണ്, എസ്പെഷ്യലി നൗ ഡേയ്സ്. ഇതിപ്പോൾ VC-കൾക്കും അറിയാം, ഇൻവെസ്റ്റേഴ്സിനും അറിയാം. ഇപ്പം പണ്ടത്തെ പോലെ, പണ്ടൊക്കെ നമുക്കൊരു ഈസിലി ഒരു 200K റേസ് ചെയ്തിട്ട് MVP ബിൽഡ് ചെയ്യാന്നൊക്കെ പറയാം. ഇപ്പോൾ അത് പറ്റില്ല. ഇപ്പം മിനിമം MVP ഉണ്ടെങ്കിൽ പല നമ്മൾ സംസാരിക്കുക പോലും ചെയ്യാറുള്ളൂ. അപ്പോൾ ബാരിയർ കുറഞ്ഞു. ആർക്കും മാർക്കറ്റിൽ പോയിട്ട് സാധനം ടെസ്റ്റ് ചെയ്യാനുള്ള ബാരിയർ കുറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അറിയില്ല, ഓക്കെ, ഉപയോഗിക്കുക, വെബ്സൈറ്റ് ഉണ്ടാക്കുക, ലാൻഡിംഗ് പേജ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സർവേ ഉണ്ടാക്കുക. ഏറ്റവും ബേസിക് സംഭവം, നിങ്ങളുടെ ഐഡിയ ആരാണ് ICP കണ്ടുപിടിക്കുക, ഒരു 100 പേരോട് ഐഡിയയെ പറ്റി ചോദിക്കുക, ഫീഡ്ബാക്ക് എടുക്കുക. 50 പേരെങ്കിലും ഇത് വേണമെന്ന് പറയണമെങ്കിൽ അടുത്ത കാര്യത്തിലോട്ട് പോവാം. നമ്മൾ ഓഡിയൻസ് ഇപ്പോൾ ഉണ്ട്. അപ്പം PMF എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്. അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഈ ഒരു മാർക്കറ്റിൽ, ഏത് മാർക്കറ്റിൽ, അപ്പോൾ നിങ്ങൾ UK മാർക്കറ്റിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ ആ മാർക്കറ്റിലെ ഫിറ്റ് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അതെ, അത് നിങ്ങളെ പ്രൊഡക്റ്റ് വിൽക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ആ വാങ്ങിക്കാനുള്ള, പേ ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അത് ട്രാക്ഷൻ എന്ന് പറയുന്ന ടേമിലോട്ട് അത് പോകും. അതായത് നമ്മളെ പ്രൊഡക്റ്റിനെ ആളുകൾ വാങ്ങിച്ച് പൈസ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആളുകൾ വാങ്ങി തുടങ്ങുമ്പോഴാണ് ട്രാക്ഷൻസ് വരുന്നുണ്ടാവുന്നുള്ളത്. അത് ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നതും ട്രാക്ഷൻ ആണ്. ആരെങ്കിലും ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ അല്ലെങ്കിൽ പേ ചെയ്യാൻ വില്ലിങ് ആവോ എന്നുള്ള രീതിയിലോട്ട് മാറുക എന്നുള്ളത്. അതാണ് ഏതൊരു ബിസിനസ്സിൽ നമുക്ക് റവന്യൂ ഒരു ഫാക്ടർ ആണല്ലോ, ഒബ്വിയസ്ലി. അപ്പം ഇതാണ് ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഒരു പരിപാടി. ഇപ്പം വേറൊരു കാര്യം, ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ആളുകൾ മെസ്സേജ് അയക്കുമ്പം ബ്രോ ഏതൊക്കെയാണ് എൻഡോഴ്സിംഗ് ബോഡി, അല്ലെങ്കിൽ എത്ര നാളുകൊണ്ടാണ് ഇത് കിട്ടുന്നത്. ഇതൊക്കെ അവിടെ ഉണ്ട്, ഇതൊക്കെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ ഈ ഡീറ്റെയിൽസ് ഉണ്ട്. സോ യു ഡൂ സം റിസർച്ച് ഫസ്റ്റ്. ഈ ബേസിക് കാര്യങ്ങൾ ചെയ്തിട്ട്
അത് മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് അടുത്ത കാര്യം ഇപ്പോൾ ഐഡിയ ഓക്കെ നമുക്കൊരു ഐഡിയ ഉണ്ട് ഇത് എങ്ങനെ വാലിഡേറ്റ് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് സേവ് രണ്ടുപേരുടെ സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കറക്റ്റ്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. പിന്നെ ഡിഫറെൻറ്റ് എൻഡോഴ്സിംഗ് ബോഡി ഉണ്ട്. അപ്പോൾ അതിൽ എല്ലാം ഓൾമോസ്റ്റ് സെയിം പ്രോസസ്സാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഒരു പുള്ളി വിളിച്ചിട്ട് പറഞ്ഞാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഇതുവരെ റെസ്പോൺസ് വന്നില്ല. സോ എപ്പോഴും അപ്പോൾ അതും ഒരു ലോങ് പ്രോസസ്സാണ്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ ടൈം കണ്ടെത്തിയിട്ട് പ്ലാൻ ചെയ്യാൻ ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. ഇപ്പോഴും ഇപ്പം എൻഡോഴ്സിംഗ് ബോഡി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റേഷൻ ഒരു ഫാക്ടറാണ്. അപ്പം അവർ പറയില്ല എന്തൊക്കെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് കൊടുക്കണമെന്നുള്ളത്. അപ്പം നമ്മൾ തന്നെ അത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കാവോ അതൊക്കെ കൊടുക്കുക. അതെ, ഞാനൊക്കെ എൻ്റെ പല മീറ്റിങ്ങുകളുടെ ട്രാൻസ്ക്രിപ്റ്റുകൾ ലിങ്ക്ഡിൻ്റെ ചാറ്റ്, ഇപ്പം ലിങ്ക്ഡിൻ്റെ മറ്റേ നമ്മുടെ പെർഫോമൻസ് കാണിക്കും, ഇംപ്രഷൻസ്, ഇതെല്ലാം കാണിച്ചാൽ നമ്മൾ ജെന്യുവിൻ ആണ്, നമ്മളാണ് ഈ ഐഡിയ ചെയ്യുന്നത്. കാര്യം ഒരുപാട് ഫേക്ക് ആപ്ലിക്കേഷൻ വരുന്നതുകൊണ്ട് തന്നെ സ്ക്രൂട്ടിന് ഭയങ്കര കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തത്. പലർക്കും പൈസ കൊടുത്തിട്ട് ബിസിനസ് പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഇന്റർവ്യൂവിൽ പിടിക്കും ഉറപ്പായിട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യുക. ഇപ്പം ബിസിനസ് പ്ലാനൊക്കെ നമുക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഇവിടെ വിസ കിട്ടാൻ വേണ്ടിയുള്ള മൈൻഡ് സെറ്റോട് എന്ത് ചെയ്യരുത്, ഇതിലൂടെ നിൽക്കരുത്. ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാന്ന മൈൻഡ് സെറ്റിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇതിന് അപ്രോച്ച് ചെയ്താൽ മതി. അത്ര വിചാരിച്ചാൽ മതി. അതല്ലാതെ അധികം ആളുകൾക്ക് എന്താ പറയുക, ഈ ഇന്നോവേറ്റീവ് ഫൗണ്ട് വിസ അപ്ലൈ ചെയ്യാൻ കാരണം അവർക്ക് വിസ വേണം എന്നുള്ള ഒറ്റ റീസൺ കൊണ്ടാണ്. അതല്ല അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനമല്ല ഇതെന്ന് പറയുന്നത്. നിങ്ങൾ ഇന്നോവേഷൻ സാധനം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നുണ്ടോ അവർക്ക് മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. അല്ലാതല്ല എങ്കിൽ എന്താ സംഭവം അത് എവിടുന്നെങ്കിലും ബാക്ക് ഫയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, നഷ്ടപ്പെടാൻ ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പം ടൈമും ഇപ്പം എപ്പോഴും ഇപ്പം ഞങ്ങൾ വിസ കൺസ്ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 മാസം 6 മാസം ഉള്ളെങ്കിൽ ഡു ആസ് മച്ച് വർക്ക്. ഇല്ലേ, എത്രത്തോളം നിങ്ങൾക്ക് ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റും അത്രയധികം വർക്ക് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യു ക്യാൻ മൂവ് ഫാസ്റ്റർ. ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഇത് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഈ പറഞ്ഞ മൈൻഡ് സെറ്റിൻ്റെ ഒരു കാര്യമാണ്, ഇടുന്ന എഫേർട്ടിൻ്റെ കാര്യമാണ്. പിന്നെ ആളോട് സംസാരിക്കുക. ഇപ്പം ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ട് ഐ നോ അതർ മലയാളീസ് ഇപ്പം അറിയാം. ഇപ്പം ഇതേ വിസ കിട്ടിയ ആളുകൾ ഇപ്പം എനിക്കറിയാം. അപ്പം കണ്ടന്റ് ക്രിയേറ്റ് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ആളുകൾ മെസ്സേജ് അയക്കുമ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ എനിവേ ഐ ഫൈൻഡ് സം ടൈം ആൻഡ് ടോക്ക്. കാര്യം എനിക്കറിയാം ഇന്ന ആൾ ഇതാണ് ചെയ്യുന്നത്. സോ അപ്പം നിങ്ങളെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫൗണ്ടർ ജേണി ആയിക്കോട്ടെ അത് ഷെയർ ചെയ്യുക. അപ്പോൾ അത് കാണാൻ ആളുകളുണ്ടാവും. അപ്പോൾ യു ആർ ബിൽഡിങ് എന്താ പറയുക, ആ ഒരു ക്രെഡിബിലിറ്റി നമ്മൾ ബിൽഡ് ചെയ്യാണ്. ഇപ്പോൾ ബ്രോ കണ്ടന്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഞാൻ ബ്രോ റീച്ച് ഔട്ട് ചെയ്യുന്നു, നമ്മൾ പിന്നെ കണക്ട് ആവാൻ സംസാരിക്കുന്നു, ഇപ്പം നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് ഇനി കറക്റ്റ് അല്ല, ഞാൻ മനസ്സിലാക്കി എടുത്തോണ്ടത് അറിയാമോ, നമ്മൾ വിസിബിൾ ആവണം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ അതിലോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ഫിൻലാൻഡ് റെസിഡൻസ് കിട്ടി. അപ്പോൾ എനിക്ക് അവിടെ ഇൻവൈറ്റ് പോയി സെക്കൻഡ് അവർ പറയുന്ന നാൾ വിത്ത് റെസിഡൻസോട് കൂടിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് ഫിൻലാൻഡിലോട്ട് വരുന്നുള്ളത്. എനിക്ക് വിത്തിൻ 3 years എനിക്ക് തോന്നുന്നത് PR റെസിഡൻസ് അതുപോലെ കാര്യങ്ങളാണ്. പക്ഷേ എൻ്റെ ഫോക്കസ് ആവുന്നത് ലിറ്ററലി അതല്ല. അപ്പോൾ എനിക്കത് സംഭവമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ചില ആളുകൾ ഒരു ഫിൻലാൻഡ് റെസിഡൻസോ വാവ് ഇങ്ങനെയാണോ അതാണോ ഇതാണ്. പക്ഷേ എൻ്റെ കാര്യം അതല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കത് വലിയ സംഭവം തോന്നുന്നില്ല. എങ്ങനെ ഇപ്പോൾ UK വന്ന ബിസിനസ് വിസ വന്നുള്ളത്, ഇവൻ തോ അത് ബ്രിട്ടീഷ് കോൺസുലേറ്റ് വിസ ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മൾ ഇൻവൈറ്റ് ചെയ്താൽ. പക്ഷെ അതൊന്നും എന്നെ സമയത്തോളം എനിക്ക് എന്തല്ല വലിയൊരു സംഭവമായിട്ടല്ല തോന്നില്ല. എനിക്കിവിടെ പറയുമ്പോൾ ഇതൊക്കെ വലിയ സംഭവങ്ങളാണ്. ഒരു കാലത്ത് അത് എൻ്റെ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നുള്ളത് മേ ബി അത് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാവാം. അതല്ലെങ്കിൽ ഞാൻ അതിനേക്കാൾ വലിയ ഡ്രീം കാണുന്നത് മാറുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ കണ്ട് ഫുൾ ടൈം 24/7 ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കഴിഞ്ഞ മെനിയാന്ന് ഞാൻ ലണ്ടനിൽ 21st അല്ലേ, 19th ലണ്ടനിൽ, 20th സ്കോട്ട്ലാൻഡ്, 21st ഇവിടെ ബെൽഫാസ്റ്റ്, നാളെ അയർലാൻഡ്. 4 ദിവസം കൂടെ 4 രാജ്യത്താണ് കവർ ചെയ്യുന്നുള്ളത്. അത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര രസമാണ്. പക്ഷെ എൻ്റെ ഇപ്പോൾ രാവിലെ കണ്ടപ്പോൾ പറഞ്ഞില്ലേ എൻ്റെ അവസ്ഥ നോക്കി ഉറങ്ങാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാനാവുന്നില്ല, വേറൊന്നും ചെയ്യാനില്ല. ഞാൻ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആണ്. പക്ഷെ സ്റ്റിൽ എനിക്ക് ഡ്രൈവ് ഉണ്ട്, ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യണം, 1.5 മണിക്കൂർ 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് അയർലാൻഡിലോട്ട് പോകണം. പക്ഷേങ്കിൽ അവിടെ എനിക്ക് ഇവിടെ റൂം എടുത്ത് ഉറങ്ങാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ എക്സ്ക്യൂസ് കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, ഞായറാഴ്ച വരെ മീറ്റിംഗ് അപ്പോയിൻമെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഫൗണ്ടേഴ്സ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കളി തന്നെ, ആളുകൾ തീയൊക്കെ ഇടും സ്റ്റോറിൻ്റെ മുന്നിൽ, സംഭവം തീയായിരിക്കും. പക്ഷേ എങ്കിൽ എൻ്റെ ഉള്ളിൽ വേറെ കുറേ സാധനങ്ങൾ ഞാൻ തീയുണ്ടാക്കി നടക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ ആളുടെ മെസ്സേജ്
ഇവരോട് ഒരു മെസ്സേജ് അയക്കാറുണ്ട്, ബ്രോ കൺഗ്രാറ്റ്സ് ഒക്കെ. അപ്പം ഞാനും ബിലീവ് ചെയ്യുന്നു 0.01% ആയിട്ടുള്ളൂ. കാര്യം നമ്മുടെ ഇതല്ല, ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. അതെ ഞാനും അതെ വിചാരിക്കുന്നത് സ്റ്റാർട്ടപ്പ് റൺ ചെയ്യാനുള്ള ഒരു വെഹിക്കിൾ മാത്രമാണ് ഈ പറഞ്ഞ വിസ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും കാര്യം വൺസ് ഗ്രാൻഡ് കിട്ടി, ഇപ്പോൾ ഗ്രാൻഡ് കിട്ടി, ഗ്രാൻഡ് നമുക്ക് എടുത്ത് ചെയ്യണമെന്നെങ്കിൽ നമ്മുടെ വിസ ഒരു റെസ്ട്രിക്ഷനാണ്. അന്നേരമാണ് ഓക്കെ ഇതിലോട്ട് സ്വിച്ച് മാറി. ചെയ്യാം. അതെ എന്നാൽ പിന്നെ വിസയിൽ വർക്ക് വിസയിൽ നിന്ന് മാറി സ്റ്റാർട്ടപ്പ് വിസ ഇന്നോവേറ്റീവ് ഫണ്ട് സ്വിച്ച് ചെയ്യാം, എന്നിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു വെഹിക്കിൾ മാത്രമാണ്. ഒബ്വിയസ്ലി പുറത്ത് നോക്കുന്ന ആൾക്ക് ഇപ്പോൾ ബ്രോഡ് ഈ പറഞ്ഞാലും എനിക്ക് കേൾക്കുമ്പോഴാണല്ലോ ഓക്കെ ദിസ് ഈസ് കൂൾ അല്ലേ. ഫിൻലൻഡിൽ പോകുന്നു, UK വരുന്നു, ഇപ്പം അയർലൻഡ് പോകണു. പക്ഷേ ഈ പറഞ്ഞ സ്ട്രെസ്, നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞ പോലെ ബേൺ ഔട്ട് ഒരു ഫാക്ടറാണ്. നമ്മൾ ബേൺ ഔട്ട് ആയി പോകും. ലൈക്ക് ഇത് സസ്റ്റൈനബിൾ ആകണം. അപ്പോൾ അവിടെയാണ് ടീം ബിൽഡ് ചെയ്യുക. അപ്പം പല കമ്പനീസും കോ ഫൗണ്ടേഴ്സ് വേണമെന്ന് പറയാനതിൻ്റെ ഒരു ഫാക്ടർ അതാണ്. ഉറപ്പായിട്ടും അത് തന്നെയാണ്. ഒറ്റയ്ക്കുള്ളത് ഭയങ്കര പാടാണ്. അതായത് ഇപ്പോൾ ആളുകൾക്ക് പറയുന്നുണ്ട് എക്സ്ക്യൂസ് ആയിരിക്കും, ഇപ്പോൾ സമയമല്ല എന്ന് പറയുന്നുള്ളത്, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ആളുകൾക്ക് റേസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ പറയും, ഇപ്പോൾ ഒരു ജോബ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താ, ഞങ്ങൾക്ക് 9 to 5 അല്ലെങ്കിൽ ഒരു ഈവനിങ് നൈറ്റ് വരെ വർക്ക് ആയിരിക്കും, വർക്ക് ചെയ്തതിന് ശേഷം ജോബ് അപ്ലൈ ചെയ്യാൻ സമയമല്ല, അല്ലെങ്കിൽ അതിന് ശേഷം വേറെ കാര്യം നോക്കാൻ സമയമല്ല. അതൊന്നും ശരിക്കും ഒരു വാലിഡ് എക്സ്ക്യൂസ് അല്ല. കാരണം ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്, നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഈവനിങ് വരെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിനുശേഷം നിങ്ങൾ മോർണിംഗ് വരെ ഇതിന് വേണ്ടി പഠിക്കാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഡെഡിക്കേറ്റഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ഫൗണ്ടർ വിസ കിട്ടാൻ കാരണമായിട്ടുള്ളത്, ഗ്രാൻഡ് കിട്ടാൻ കാരണമായിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആവുന്നോ, എത്രത്തോളം അതിനുവേണ്ടി സമയം മാറ്റി വെക്കുന്നോ, അതും നമുക്ക് ഉണ്ടാകുന്ന റിസൾട്ടിന് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഇമ്പാക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുന്നുണ്ടാവുക. എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ജോബുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെയും ഇത് ആപ്ലിക്കബിൾ ആണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു 1000 ജോബ്സിന് അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കാം കുറച്ചധികം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 100 ജോബിന് അപ്ലൈ ചെയ്തിട്ട് നമ്മളിനി ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കിട്ടില്ല. അവിടെ വേറൊരു കേസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി. അപ്പം ഞാനൊക്കെ ആദ്യം ഇങ്ങനെ ഇവൻ്റ് വരുമ്പോൾ ആൾ പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫൈൻ ആൻ ഓപ്പർച്യൂണിറ്റി വർക്ക് ഇൻ സ്റ്റാർട്ടപ്പ്. അതെ. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ടേംസ് ആണെങ്കിലും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ PSW ഒക്കെ ആണെങ്കിൽ കുറച്ച് നാൾ അങ്ങനെ ഒരു ടീമിനോട് വർക്ക് ചെയ്യുക. കറക്റ്റ്. അപ്പോൾ ആ ഒരു എനർജി മനസ്സിലാവും, ഒരു എഫേർട്ട് മനസ്സിലാവും, അന്നേരം നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ അത് ഏത് സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, ഏത് ലെവലിലാണെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പം നമ്മളെല്ലാം ടച്ച് ചെയ്യും. ഉറപ്പായിട്ടും. ഇപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ് ഒരു കോപ്പറേറ്റീവ് പോയി കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ജോബ് ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ. സ്റ്റാർട്ടപ്പ് അങ്ങനെയല്ല, അല്ല, യുൽ ബി വർക്കിംഗ് ഇൻ മെനി ഡിഫറെൻറ്റ് തിങ്സ്. സത്യമായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാനന്ന് വർക്ക് പോയ സമയത്ത് എനിക്ക് എക്സൽ എങ്ങനെയാണ് സ്പ്രെഡ്ഷീറ്റ് എങ്ങനെ ഫിൽറ്റർ ചെയ്യുന്നത് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചിറക്കുന്ന സമയത്ത് ഞാൻ ഫോർമുല അല്ലെങ്കിൽ മാക്രോ ഒക്കെ ഉപയോഗിച്ചിട്ട് കിഡിലൻ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതായത് ഒരു കംപ്ലീറ്റ് പൈപ്പ് ലൈന് ഒറ്റ ഡാഷ്ബോർഡിൽ നോക്കിയാൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട്, കാണാൻ പറ്റുന്ന രീതിയിലോട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും, മാക്രോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതിനെക്കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് AI എന്ന് പറഞ്ഞ സാധനത്തോളം വന്നിട്ടില്ലല്ലോ. അന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെഡിക്കേഷനാണ്. ഞാൻ അന്ന് രാവിലെ 7 മണിക്ക് പോകുന്നുള്ളത് എന്താണ്, എനിക്കത് പഠിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇന്ന് ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നെൻ്റെ കമ്പനിയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അതെനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അന്ന് എനിക്ക് പഠിക്കാതിരിക്കുക എന്നുള്ളത് എൻ്റെ ചോയ്സ് ആയിരുന്നു. അതാണ് ഒബ്വിയസ്ലി എല്ലാവർക്കും ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നുള്ളത്. അപ്പോൾ അന്ന് ഞാൻ പഠിച്ചു. അന്ന് എൻ്റെ മാനേജർ ശരത്ത്, വൺ ഓഫ് ദി ബെസ്റ്റ് മാനേജർ. അപ്പോൾ അയാളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്ത് കാര്യം പഠിച്ചു കഴിഞ്ഞാലും ഒരിക്കലും നഷ്ടമാവില്ല. നീ ഒരു അവസാനം ചായക്കട തുടങ്ങി കഴിഞ്ഞാൽ പോലും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ യൂസ് ചെയ്യാൻ പറ്റും. എത്ര പേര് കടം കുടിച്ച് പോയിട്ടുണ്ട്, എത്ര പേ ചെയ്തിട്ടുണ്ടെങ്കിലും നിൽക്കാൻ പറ്റും. ശരിക്കും അയാളൊക്കെ എന്നെ അത് നല്ലതുപോലെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, അത് പഠിക്കണം. ഫസ്റ്റ് എനിക്ക് തരാം ഈ H ലുക്കപ്പും V ലുക്കപ്പ് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇൻഡെക്സ് മാച്ച് അറിയില്ല. അതൊക്കെ പഠിച്ച് വന്ന് പ്രാക്ടീസ് ചെയ്ത് വലിയ ഡാറ്റ വെച്ച് ചെയ്ത സമയത്താണ് ഓക്കെ ഇതിൻ്റെയൊക്കെ ഒരു സംഭവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എഗെയിൻ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും റെക്കോർഡിക്കലി ആക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഡോക്യുമെൻ്റ് ഫയലിലോട്ട് കൊണ്ടുവരും, ഒരു ഗൂഗിൾ ഡോക് ഫയൽ ആക്കി വെക്കുക. സെക്കൻഡ് വൺ, ഡാറ്റ ഡ്രിവൺ ആക്കുക. ഡാറ്റ ഡ്രിവൺ ആക്കാതെ ഒരു സാധനം റൺ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ കറൻലി നോക്കിയ സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് R&D, റിസർച്ച് ഡെവലപ്മെൻറ്റ്. എഗെയിൻ അതുകൂടാതെ തന്നെ ഞങ്ങൾ നല്ല കിഡിലെ അനലിസ്റ്റുകൾ ഹയർ ചെയ്ത് അവർ വെച്ചിട്ടുള്ളത്. കാരണം നമുക്കിതൊക്കെ ആവശ്യമാണ്. നിങ്ങൾ ഇന്ത്യൻ ഒരു എക്കോസിസ്റ്റം നോക്കിയ സമയത്ത് R&D എത്രത്തോളം എന്തില്ല ആളുകൾക്ക് യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആളുകളെ കുറിച്ച് അവയർനെസ് കുറഞ്ഞ അവയർനെസ് വരുന്നത്. ഫീലിംഗ് അല്ല ശരിക്കും.
നമുക്ക് പലരും ഇൻഡ്യൂഷൻ കൊണ്ട് ഗട്ട് ഫീലിംഗ് കൊണ്ടാണ് സത്യം ഡിസിഷൻസ് സത്യം എടുക്കുന്നത്. സത്യം അത് ഇവിടെ മാറിയിട്ട് ഇവിടെ UK-ൽ R&D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഫസ്റ്റ് ലെവൽ ആ ഒരു ഹൈറാർക്കിൻ്റെ ഫസ്റ്റ് ഫണൽ R&D ഉണ്ടാവും. എന്തിപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് പോകണമെങ്കിലും R&Dക്ക് ഫണ്ട് വേണം, R&Dക്ക് സ്പേസ് വേണം, R&Dക്ക് സപ്പോർട്ട് വേണം. എല്ലാവരും ആളുകൾ ഓടി വരും, സപ്പോർട്ട് ചെയ്യും. അത് ഭയങ്കര കാര്യമാണ്. കാരണം R&D ഇല്ലാതെ മുന്നോട്ട് പോകാനാവില്ല. നമുക്കറിയണം മാർക്കറ്റിൽ നെക്സ്റ്റ് 3 മന്തിൽ 6 മന്തിൽ 1 ഇയറിൽ 2 ഇയറിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. ഇതായത് നമ്മൾ എന്ത് വെച്ചാൽ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക. നമ്മൾ വിഷനും മിഷനൊക്കെ ഉണ്ടാവും, പക്ഷെ ആക്ച്വലി റിയാലിറ്റി കൂടെ നമ്മൾ മനസ്സിലാക്കണമല്ലോ എന്താണ് ഗ്രൗണ്ട് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് UK ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്ന ആളുകൾക്ക് അതൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. കണക്ട് ചെയ്യുക അല്ലേ? നിങ്ങളിപ്പോൾ മലയാളികളാണല്ലേ, ഇന്ത്യൻസ് ആണ്, സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാന്നുണ്ടെങ്കിൽ പ്ലീസ് കണക്ട് വിത്ത് നമുക്ക് ഇതുപോലെ സംസാരിക്കണം. ഇപ്പം സ്റ്റുഡൻസ് ആണെങ്കിലും ഇപ്പം ബ്രോ പറയണം, ഇപ്പം ജോബ് വൈസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് വൈസ് ഇഫ് ദേ ക്യാൻ ഡു വൺ സിംഗിൾ തിങ് ടുമോറോ, അതെന്തായിരിക്കും? അത് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും ആളുകളടുത്ത് പറയുന്നത്, ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസും പറയാം എനിക്ക് വിസ സ്പോൺഷിപ്പ് ഉള്ള ജോലി കിട്ടണം അതാണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞങ്ങളുടെ പാരൻറ്റ് കമ്പനി ഉണ്ട്, നമുക്ക് സ്പോൺഷിപ്പ് കൊടുക്കാൻ നമ്മൾ കേപ്പബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള അതോറിറ്റി ഉണ്ട്. എന്തൊരു 6 എണ്ണമൊക്കെ വിഷയങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് ഓൾറെഡി ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും തന്നെ ഒരാളെ ഹയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വിസ സ്പോൺഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെയും ഹയർ ചെയ്യുന്നില്ല, ഇല്ലയെന്ന് പറഞ്ഞ് തന്നെ ഹയർ ചെയ്യുന്നുള്ളത്. എന്നിട്ട് വന്നിട്ടുള്ള ആൾ, ജോയിൻ ചെയ്തിട്ടുള്ള ആൾ അത്രയും കേപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആളുകൾക്ക് ഇപ്പോഴും തോന്നുന്നുള്ളത് വിസ സ്പോൺഷിപ്പാണ് നിങ്ങളെ എവർ ലൈഫ് എന്ന് പറയുന്നുള്ളത്. എഗെയിൻ വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഇനീഷ്യൽ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും നല്ലൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കമ്പനി ജോയിൻ ചെയ്യുക, അവിടെ നിങ്ങൾ നല്ല ആളുകൾ നെറ്റ്വർക്ക് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതൊരു ലാഡർ ആക്കിയിട്ട് അടുത്ത ജോലിക്ക് അപ്ലൈ ചെയ്യുക. എഗെയിൻ അടുത്തത് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു വിസ സ്പോൺഷിപ്പ് ഉള്ള ജോലി നിങ്ങൾക്ക് വന്ന് ബൈ ഓട്ടോമാറ്റിക്കലി അവിടെ കിട്ടിയിട്ടുണ്ടാവും. ഡയറക്റ്റ്ലി നിങ്ങൾ അവിടെ ഒരു വിസ സ്പോൺഷിപ്പ് ഉള്ള ജോബിലോട്ട് എത്താൻ നിങ്ങൾ കേപ്പബിൾ അല്ല എന്ന് നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഫ്ലോ ഉണ്ട്, ഈ ഒരു ജേണി ഉണ്ട്, ആ ജേണിയിലൂടെ മാത്രം നിങ്ങൾ പോവാവൂ. അതല്ല നിങ്ങൾ 1.5 ഇയർ നിങ്ങൾക്ക് PSW ഉണ്ട്, അതിൽ 1 ഇയർ നിങ്ങൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്ത് റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്ത് ഒക്കെ നല്ല കാര്യം തന്നെയാണ്, പൈസ ഏൺ ചെയ്യുക എന്നുള്ളത്. പക്ഷേങ്കിൽ അവസാനത്തെ 6 മാസം നിങ്ങൾ ഇതുപോലൊരു ജോലിക്ക് അപ്ലൈ ചെയ്തെങ്കിൽ ആരും നിങ്ങൾ കെയർ ചെയ്യത്തില്ല, ആരും നിങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല. നിങ്ങളൊരു അവസാനത്തെ ഒരു സെമസ്റ്റർ സമയത്ത് സ്റ്റാർട്ട് ഡു ഇൻറ്റേൺഷിപ്പ് തുടങ്ങുക, നല്ലതുപോലെ നെറ്റ്വർക്ക് ഇവൻ്റ് കണക്ട് ചെയ്യുക. ഇപ്പോൾ മീറ്റപ്സ്, അത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ലണ്ടനിൽ നടക്കുന്ന എല്ലാ മീറ്റപ്സിലും പോയിട്ട് നല്ലതുപോലെ വെൽ ഡ്രസ്ഡ് ആയിട്ട്, ബ്ലേസറും നല്ലപോലെ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോയിട്ട് ആൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് 5 പ്രാവശ്യം പോകുന്ന സമയത്തേക്ക് ഒന്നും മനസ്സിലാവില്ല, ആരാന്ന് പോലും മനസ്സിലാവില്ല. കീപ് ഗോയിങ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉളുപ്പില്ലാതെ പോയിക്കൊണ്ടിരിക്കുക, ഉളുപ്പില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒബ്വിയസ്ലി പിന്നെ അയാൾ തിരിച്ചിങ്ങോട്ട് സംസാരിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സാധനം ഉണ്ട്, എന്തോ ഒരു സംഭവം, ഒരു അച്ചീവ് ചെയ്ത ഫീലാണ്. പിന്നെ നമുക്കൊരു കോൺഫിഡൻറ്റ് വരും. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. അന്ന് പറഞ്ഞില്ലായിരുന്നു എൻ്റെ അടുത്ത് US വന്നുള്ള, അതായത് US ഒരു സ്റ്റേറ്റിലാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്കൊരു ഹാഫ് ആൻ അവറിൻ്റെ ഒരു സ്ലോട്ട് തരാമോ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ എത്ര കാര്യങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്ത് തരാം. അവൾ മീറ്റപ്പിൽ വന്നിട്ട് ലിറ്ററലി ഷി ആസ്കിങ് ന്യൂ ഓപ്പർച്യൂണിറ്റി, ജോബാണ് നോക്കുന്നുള്ളത്, പക്ഷേങ്കിൽ ദ വേ ഹൗ ഷി അപ്രോച്ച്, അതാണ് അവിടെ മാറ്റം എന്ന് പറയുന്നത്. നേരെ മറിച്ച് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറയുകയാണ് ഞാൻ ജോബ് നോക്കുന്നുണ്ട്, റെസ്യൂം നോക്കുന്നു പറഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല ലിറ്ററലി. കാരണം ഞാൻ അത് അവരെ ജോലി കൊടുക്കുന്നില്ല എന്നല്ല പറയുന്നുള്ളത്. ആസ് എ ഫൗണ്ടർ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുന്നത് എനിക്ക് ജോലി തരണേക്കാളും ഉപരി എനിക്ക് ഇവരെ കൊണ്ട് എന്ത് ബെനിഫിറ്റ്. ഈ ഒരു മെട്രിക്സ് ഉണ്ട്, ലിറ്ററലി ഒരു മെട്രിക്സ് ഉണ്ട്. ഇതൊന്നും ആളുകൾ നോക്കുന്നില്ല. അതുപോലെ തന്നെ സഡൻ ആയിട്ട് ഒരാൾ ലിങ്ക്ഡിൻ കണക്ട് ചെയ്ത് പറയും ഹായ് എന്തെങ്കിലും ജോബ് പോണിങ് ഉണ്ടോ, ഞാൻ അവരാരാന്ന് പോലും അറിയാതെ. അതുപോലെ ചില ആളുകൾ പറയാറുണ്ടായിരുന്നു, ഞാൻ അന്ന് സ്വീഡിഷ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് റെഫറൻസ് തരുമോ. ഞാൻ എങ്ങനെ നിങ്ങൾ റെഫറൻസ്, നിങ്ങൾ ആരാണെന്ന് പറയൂ, നിങ്ങൾ ആരാണെന്ന് അറിയാതെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ റെഫറൻസ് തരിക. ഇതല്ല, ഇതിന് ഫ്ലോ ഉണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ ഹയറിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ ഹയറിംഗ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ലിങ്ക്ഡിൻ നെറ്റ്വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ആളുകളായിട്ടൊരു ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്ത് കണക്ഷൻസ് ബിൽഡ് ചെയ്താൽ മാത്രമേ സെപ്റ്റംബർ ആ സമയത്ത് അവിടെ ഹയറിംഗ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് റെഫറൽ ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഈ സെപ്റ്റംബർ 2nd വീക്കിൽ അവിടെ ഓപ്പണിംഗ് കണ്ട് അന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. ഇപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ജേണി ഉണ്ട്, അതിൻ്റെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, ഒരു ഫ്ലോ ഉണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 പ്രാവശ്യം നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്ന പറഞ്ഞു, ആ 3 പ്രാവശ്യം റിജക്റ്റ്
റിജക്റ്റ് ആയ സമയത്ത് നിങ്ങൾ 3 കാര്യം പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ആ റിജക്റ്റ് ആയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യം പഠിച്ചിട്ടുണ്ടായിരിക്കുന്നത്. മേ ബി നിങ്ങൾ ആ റിജക്റ്റ് ആയ സമയത്തായിരിക്കും കുറേ കാര്യം റിയലൈസ് ചെയ്തിട്ടുണ്ടാവുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ വേണം, മേ ബി അതിന് മുമ്പ് GTM എന്താണെന്ന് അറിയാണ്ടാവില്ല, PMF എന്താണെന്ന് അറിയാണ്ടാവത്തില്ല. ഒരുപാട് കാര്യം റിജക്റ്റ് ആയ സമയത്ത് പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു സംതിങ്. അതെ, അതിൽ ഞാൻ പണ്ട് പറയുന്നത് ഫെയിലിയർ ഇസ് ദ ബെസ്റ്റ് പ്രൂഫ് ദാറ്റ് യു ട്രൈഡ് സംതിങ്. അതെ. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഫസ്റ്റ് പ്രൂഫാണ് നിങ്ങൾക്ക് ഫെയിലിയർ എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാതെ ഒരിക്കലും ഫെയിൽ ആവാൻ പോകുന്നില്ല അല്ല, എന്നുള്ളത്. അതുകൊണ്ടാണ് ആളോട് ഞാൻ ഇപ്പം വൺസ് സംസാരിച്ചോടുമ്പോൾ പറയുന്ന കാര്യമാണ്, ലൈക്ക് ബുക്ക് എ സെഷൻ. ഇപ്പം നമുക്ക് 1 hour സംസാരിക്കുമ്പം ഈ നമുക്കൊരു ഐഡിയ ആകുമ്പോൾ നമുക്കറിയാം ഞാനാണത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടാവും നമുക്കറിയാം. കറക്റ്റ് കറക്റ്റ് അപ്പോൾ അത് അവർ വരുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇത് ചെയ്യുന്നതായിരിക്കും, ഇപ്പോൾ ഇത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കറക്റ്റ് കറക്റ്റ്. അല്ലേ? കാര്യം പലരും ഇപ്പോൾ പലർക്കും പൈസ കൊടുത്തിട്ടൊക്കെ MVP ഒക്കെ ആദ്യമേ ക്രിയേറ്റ് ചെയ്യും. ലൈക്ക് അതൊക്കെ ഭയങ്കര അതിന് ആവശ്യമുണ്ട് ശരിക്കും തോന്നുന്നുണ്ടോ? ഇന്നോവേറ്റീവ് ഫൗണ്ടേഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് MVP വേണ്ട, ആവശ്യം വരുന്നില്ലല്ലോ. ലൈക്ക് ഡിപ്പെൻഡ്. ഇപ്പം നിങ്ങളൊരു ഡെവലപ്പറാണോ, ഒക്കെ MVP ഉണ്ടെങ്കിൽ നല്ല കാര്യം. ബട്ട് അവർ നോക്കുന്നത് ആ പ്രോബ്ലം വാലിഡ് ആണോ, സോളിഡ് ആണോ? അവർക്ക് വേണ്ടുന്നത് ഇപ്പം ഒബ്വിയസ്ലി ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് MVP വേണമെങ്കിൽ ചെയ്യാം കാര്യങ്ങൾ. പക്ഷേ ഇതൊരു നീഡല്ല. അവർ നോക്കുന്നത് ഹൗ ദിസ് ഈസ് ഇന്നോവേറ്റീവ്. ഈ ഐഡിയ എങ്ങനെയാണ് ഇന്നോവേറ്റീവ് ആവുന്നത്, അല്ല നിങ്ങളുടെ ബിസിനസ് പ്ലാൻ അനുസരിച്ച് എങ്ങനെ സ്കെയിലബിൾ ആകും. ഇപ്പം ഞാൻ ആളോട് പറഞ്ഞ നിങ്ങൾ ബിസിനസ് പ്ലാൻ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് 3rd ഇയറിൽ ഒരു 5 പേർക്ക് ജോബ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3rd ഇയറിൽ ഒരു 1 million റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? സത്യം. ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫുഡ് ബിസിനസ്സൊക്കെ ആലോചിക്കുന്ന ആൾ ഇന്നോവേറ്റീവ് ഫൗണ്ട് ബേസിക് മെസ്സേജ് അയക്കുകയാണ്. ആദ്യം ചിന്തിക്കേണ്ടത് ഓക്കെ അതിലെന്താണ് ഇന്നോവേറ്റീവ് അങ്ങ് ചെയ്യാൻ പറ്റുന്നത്. ഇന്ന് കരുതി ഇത് പറ്റില്ല എന്നല്ല കാര്യം. ഈ ഫുഡ് സപ്ലിമെൻറ്റിനും കോസ്മെറ്റിക് പ്രൊഡക്ട്സിനൊക്കെ വിസ കിട്ടിയ ആളുകളുണ്ട്. ഇന്നോവേറ്റീവ് ആവണം, സ്കെയിലബിൾ ആവണം. അതെ, അപ്പോൾ അവർ നോർമൽ ചെയ്യുന്നതിനേക്കാൾ എന്താണ് അവർ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യുന്നത്, സ്കില്ലാണ് അവിടെ കൊണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പം എൻ്റെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഹോസ്പിറ്റാലിറ്റി ബേസ് ചെയ്ത് ചെയ്യുമ്പോഴും ഞാൻ ഒരു ഹോസ്പിറ്റാലിറ്റി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലം അതാണ്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സ്റ്റോറി പറയാൻ പറ്റണം. നിങ്ങളൊരു ഐഡിയ ആയിട്ട് വരുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ ഐഡിയ ചെയ്യുന്നു. ഇപ്പം ബ്രോയെ സംബന്ധിച്ച് ബ്രോ ക്യൂബ ചെയ്യുന്ന സമയത്ത് ബ്രോയുടെ ആ ഒരു ഹയറിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബ്രോ ലിവ് ചെയ്ത ഒരു പെയിൻ, ഇതൊക്കെ ഒരു സ്റ്റോറി പോലെ പറയുമ്പോഴാണ് അത് ഇവർ കണക്റ്റഡ് ആവും. ഒബ്വിയസ്ലി നിങ്ങൾക്ക് സ്റ്റോറി പറയാൻ പറ്റണം. അതെ, നമ്മൾ സ്റ്റോറി ടെല്ലർ ആവണം. ഒബ്വിയസ്ലി നല്ല സ്റ്റോറി ടെല്ലർ ആവണം. നമ്മളൊരു വീസിൻ്റെ അടുത്ത് പോയി പിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോറി ടെല്ലർ പറയുന്നത് പോലെ അയാൾക്ക് ഇൻട്രസ്റ്റഡ് ആവണം, എന്തെങ്കിലും കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ കടിച്ചാൽ പൊട്ടാത്ത ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അത് മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചാൻസ് കുറവായിരിക്കും. ഇപ്പോൾ ഇവിടെ കുറേ സ്റ്റുഡൻസ് ഇല്ലേ PSW നിൽക്കുന്ന ആളുകൾ, അവരെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുന്നുള്ളത്. തീർച്ചയായിട്ടും. പിന്നെ 2 ദിവസം ഒരു ഇവന്റ് ഉണ്ടായിരുന്നു ഇവിടെ, ഒരു ലോക്കൽ നെറ്റ്വർക്ക് ഇവന്റ് ഉണ്ട്. അപ്പോൾ അവിടെ വന്ന ആളുകൾ ഇപ്പോൾ നേരത്തെ ലിങ്ക്ഡിനിൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ വന്ന് സംസാരിച്ച ആളുണ്ട്. അപ്പോൾ PSW നിൽക്കുന്നവരാണ്, അപ്പോൾ നാട്ടിൽ ബിസിനസ് ഉള്ളവരാ, അല്ലെങ്കിൽ പുതിയതായിട്ട് ബിസിനസ് ആലോചിക്കുന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾ കണക്ട് ചെയ്യണം. ലിങ്ക്ഡിനും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പോൾ ലണ്ടൻ പോകുന്ന സമയത്ത് മീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ സ്കോട്ട്ലൻഡ് പോയ സമയത്ത് സ്റ്റാറ്റസ് കണ്ട ഒരാൾ മെസ്സേജ് ബ്രോ അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഓൾറെഡി തിരിച്ചു വന്നിരുന്നു. അപ്പോൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ഞാനും പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ആലോചിക്കുക. കാര്യം ഇന്റർവ്യൂവിൻ്റെ സമയത്ത് ഇവർ ചോദിക്കും വൈ യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ ടു ബിൽഡ് ദിസ്. അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. എന്തുകൊണ്ടാണ് ഈ ഐഡിയ ഞാൻ ബിൽഡ് ചെയ്യണം എന്നുള്ളത്. പിന്നെ എവിടെ നിന്നാണെങ്കിൽ ആദ്യത്തെ കസ്റ്റമേഴ്സ് വരുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പം ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഫ്രീ പ്രോഗ്രാമുകൾ, ഇപ്പോൾ ഈ പറഞ്ഞ ഡിസിപ്ലിൻ ഓൺടർപ്രണർഷിപ്പിൻ്റെ ബേസിസിൽ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ബാക്ക് ചെയ്ത പ്രോഗ്രാം നിങ്ങളെ കോച്ച് ചെയ്യും. അതെ 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 അതെ. ഞാൻ ഏകദേശം 2 മാസം എല്ലാ ചൊവ്വാഴ്ചയും വർക്ക് കഴിഞ്ഞ് വന്നിട്ട് രാത്രി 7 മണി തൊട്ടൊരു 9 മണി വരെ സൂം കോളിൽ ഇരിക്കും. അപ്പോൾ MIT പ്രൊഫസേഴ്സാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്, എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നത് പറഞ്ഞിട്ട്. ഇതൊക്കെ ഫ്രീ ആണ്. നമ്മളാകെ ചെയ്യേണ്ടത് ആ ടൈമിൽ നമ്മളവിടെ വന്ന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒബ്വിയസ്ലി. എന്നിട്ട് അതിൽ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ബോറിംഗ് സ്റ്റഫുകൾ ആദ്യം ചെയ്യണം, എന്നാൽ മാത്രമേ അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ല, ഇപ്പോൾ ഈവൻ നമ്മൾ കുറേ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇപ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അല്ല, ഇതറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും ഇത് കടന്നു പോയത് കൊണ്ടാണ് ഇത് വലിയ സംഭവമായിട്ട് തോന്നാതിരിക്കുന്നത്. പക്ഷേ ഇനീഷ്യലി വരുന്ന ആളുകൾക്കൊക്കെ ലിറ്ററലി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വരാൻ പറ്റത്തുള്ളൂ. ഈ 0 to 1 എന്ന് പറയുന്നത് ലൈക്ക് നത്തിങ് ഫ്രം സംതിങ്ങിലോട്ടാണ്. എവിടെ ഇല്ലാത്തൊരു സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്,
ഒന്ന് കൊയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. എസ്പെഷ്യലി അത് നമ്മൾ ഫേസ് ആവണം കേട്ടോ. ഫൗണ്ടർ ഫേസ് ആവാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇനീഷ്യൽ സമയത്തൊക്കെ. ഏറ്റവും പാടാണ് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന പരിപാടികൾ. കാര്യം എനിക്കിപ്പോൾ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് വളരെയധികം റെസ്പെക്റ്റ് ആണ്. കാര്യം കുറച്ച് വീഡിയോസ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്തിരി പാടുള്ള പരിപാടിയാണെന്നുള്ളത്. അപ്പം അത് തന്നെ വലിയ പാടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളെപ്പോഴും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതം പയ്യെ കംഫർട്ടബിൾ ആവും. ഉറപ്പായിട്ടും. പണ്ടൊരു കണ്ടന്റ് ചെയ്ത് എഡിറ്റ് ചെയ്യണമെന്ന് തോന്നിയിരുന്നു. ഇപ്പം എനിക്കൊരു കണ്ടന്റ് ചെയ്യാൻ മാക്സിമം 2 minutes, ഒരു 1 minute അല്ലെങ്കിൽ 45 സെക്കൻഡ് കണ്ടന്റ് ചെയ്യാൻ ഒരു 45 സെക്കൻഡ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റന്റ് ഒരു എഡിറ്റ് ചെയ്യുന്ന സംഭവത്തിലൂടെ അത്ര എനിക്ക് ആവശ്യം വരുന്നുള്ളൂ. കാരണം ഞാൻ ഒരിക്കലും തന്നെ അതിൻ്റെ എഡിറ്റിങ്ങിലോ അതിൻ്റെ വിഷ്വൽസിലോ അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാൻ എന്ത് ഡെലിവറി ചെയ്യുന്നു അതിലാണ്. എസ്പെഷ്യലി എന്നെപ്പോലൊരു പ്രൊഡക്റ്റിലൊക്കെ ഒരു ഫേസ് ആയിട്ട് ഒരു ഫൗണ്ടർ വരിക എന്ന് പറയുന്നത് ഭയങ്കര ഹെക്റ്റിക്കാണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനത്തെ ഫൗണ്ടേഴ്സിൻ്റെ അവർക്ക് മനസ്സിലാവും. കാരണം നമുക്ക് നല്ലതുപോലെ നെഗറ്റീവ് വരും, ഏതെങ്കിലും പ്രശ്നം വന്നാൽ അപ്പം അടി വരും. പക്ഷേങ്കിൽ അതൊക്കെ ഇല്ലാതെ ബാലൻസ് ചെയ്യിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ചലഞ്ച് തന്നെയാണ്. പക്ഷെ അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ പവർ ഉണ്ടാവില്ല, നമ്മൾ എടുക്കാൻ വില്ലിങ് ആണ്. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന നമുക്ക് വേറെ പുഷ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് വന്നാലും നമുക്ക് എന്താണ് പ്രശ്നമല്ല എന്നുള്ള രീതിയിലോട്ട്. ബ്രോ പറഞ്ഞ നമ്മൾ ഇപ്പം നമ്മളിതിലൂടെ പോയതുകൊണ്ട്, ഈ സ്റ്റേജിൽ കടന്നു പോയതുകൊണ്ടാണ് നമ്മളിപ്പം ആ ഹാർഡ്ഷിപ്പ് കഴിഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ അത് നോക്കുമ്പോൾ ഓക്കെ സിമ്പിളായിട്ട് തോന്നുന്നു. പക്ഷേ ഞാൻ എന്തുകൊണ്ട് വീഡിയോസ് എല്ലാ ആളോട് സമയം സ്പെൻഡ് ചെയ്യുന്നത് പോലും നമുക്കൊരു ഐഡിയ കേൾക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ സാധനം ഞാനാണെങ്കിൽ ഞാനിതായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറയാൻ കാര്യം ആ ഒരു ടൈമിൽ എനിക്ക് ചോദിക്കാൻ അങ്ങനെ ആരുമില്ല. ഇപ്പോൾ എനിക്കൊരു ഐഡിയ എടുത്ത് എങ്ങനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോൾ ഗവൺമെന്റിന്റെ എല്ലാ പരിപാടിക്കും പോയി ന്യൂസ് ലെറ്ററിൽ സൈനപ്പ് ചെയ്യും. അപ്പോൾ എല്ലാ മന്തിലും അവരിങ്ങനെ മെയിൽ അയക്കും. അപ്പം അതിനത് കാണും എന്തൊക്കെ ഇവന്റുകളുണ്ട്. ഇപ്പം ഞാനിപ്പോഴും സംസാരിച്ചിട്ട് ഇൻവെസ്റ്റർ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് 1 year മുന്നേ. അന്ന് ഐഡിയ ഒക്കെ ഉള്ളൂ. എന്നിട്ട് നമ്മളിങ്ങനെ കൊട്ടൊക്കെ ഇട്ട് നമ്മളൊരു പരിപാടിക്ക് പോയി അന്ന് ലിങ്ക്ഡിനിൽ കണക്ട് ആയി. ആ പുള്ളി നമ്മൾ ഇപ്പോഴും കോൺടാക്ട് ഉള്ളൂ. അപ്പം സോ ദേ വിൽ നോട്ടീസ് ആസ് വെൽ. അപ്പം നമ്മൾ ഐഡിയ ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ പരിപാടികൾക്ക് പോവുക, അപ്പം ആളുമായിട്ട് കണക്ട് ചെയ്യുക. കാര്യം ഒരു കണക്ഷൻ നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന പറയാൻ പറ്റും. കറക്റ്റ്. പിന്നെ പോകാൻ പറ്റും. ഇപ്പം നിങ്ങളൊക്കെ ലണ്ടനിൽ അടുത്താണെങ്കിൽ ഉറപ്പായിട്ടും 1 hour ട്രാവൽ ചെയ്ത്, ഇപ്പം എൻ്റെയൊക്കെ പ്രശ്നം വെച്ച് ഫ്ലൈറ്റ് എടുത്ത് പോകണം. അതെ, അടുത്താണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എല്ലാ വീക്കും പോകാൻ ശ്രമിക്കുമായിരുന്നു. ഇപ്പോൾ ലണ്ടനിലൊക്കെ ട്രാവൽ ചെയ്യാൻ പോവുക, ഇവൻറ്റിന് പോവുക, ആളുമായിട്ട് സംസാരിക്കുക. ഫസ്റ്റ് ഇതുവരെ പറഞ്ഞില്ല 5 മീറ്റിംഗ് പോകാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഓടും. കാരണം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു ഫീൽ വരും. അറ്റൻഡ് ചെയ്യുന്ന സമയത്തേക്ക് ഉണ്ടാവും ഡോപ്പമൈൻ ഉണ്ട്. അത് സംതിങ് ഡിഫറെൻ്റ് ആണ്. കുറേ നമ്മളെക്കാണ് വലിയ ആളുകൾ സംസാരിക്കാം. അപ്പോൾ തന്നെ നമുക്ക് തോന്നും ഓക്കെ ഇതല്ല നമ്മൾ എത്തേണ്ട സ്ഥലം, അതിനേക്കാണ് വലുത് ഇവരൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സാധനം. ഇവിടെ ഇപ്പം വളരെ സിമ്പിൾ. ഇവിടെ ഇപ്പം ഏത് പരിപാടിക്ക് വല്ല ഫുഡും ഉണ്ടാവും, ബീറും ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും നമുക്കിപ്പോൾ മോട്ടിവേഷൻ വേണമെങ്കിൽ പോയി അറ്റൻഡ് ചെയ്യാം. കറക്റ്റ് ആണ്. ഇതെല്ലാം ഫണ്ടാണ്. അപ്പം അങ്ങനെ പോവുക, സംസാരിക്കുക, പിന്നെ അൺകംഫർട്ടബിൾ ആകുക, പിന്നെ ആളുകളെ കണ്ടുപിടിക്കുക. നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന സെക്ടറിൽ നിങ്ങളുടെ കണക്ഷൻസ് നോക്കിയിട്ട് ആരോട് സംസാരിച്ച് നമുക്ക് നോളജ് കിട്ടും, അങ്ങനെ നോക്കിയിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. അതിൽ നിങ്ങൾ എങ്ങനെ നെറ്റ്വർക്കിംഗ് ഒരാൾ സ്റ്റാർട്ടിങ് ഞാൻ എൻ്റെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അറിയാത്ത ഒരാളത്ത് എങ്ങനെ നിങ്ങളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയായിരുന്നു? മെയിൻലി ഫൗണ്ടേഴ്സാണ് ഈ പറഞ്ഞ പോലെ. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നോവേറ്റർ ഫൗണ്ടേഴ്സിനെ പറ്റി കേൾക്കുന്നതും സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഇപ്പോൾ ഇതുപോലെ ഇവൻറ്റിന് വരുമ്പം ഇവിടെ കഴിഞ്ഞ വർഷം ഒരു ഇവൻറ്റ് ഉണ്ടായിരുന്നു. ഇവർ മന്ത്ലി വൺസ് ഇങ്ങനെ ഒരു ഫൗണ്ടേഴ്സ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്ത ആളുകളെ കൊണ്ടുവന്നിട്ട് ഒരു ഫയർ സൈഡ് ചാറ്റ് നടത്തും. അപ്പോൾ നമ്മൾ വരും, ഫുഡൊക്കെ കഴിക്കുക, അങ്ങനെ കഥകളൊക്കെ കേൾക്കുക. അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ പരിചയപ്പെടും. പിന്നെ ഈ പറഞ്ഞ പോലുള്ള ഓപ്പർച്യൂണിറ്റിയിൽ നമ്മളിപ്പം വെബ്സൈറ്റുകളിൽ ഗവൺമെൻറ് വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യും. ഇവിടെയാണ് ഇൻവെസ്റ്റ് NI ഉണ്ട്, ഗോ സെക്സിയർ ഉണ്ട്, സിറ്റി കൗൺസിൽ. ഇപ്പോൾ ഇവരുടെയൊക്കെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ന്യൂസ് ലെറ്റർ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ ഇവരിങ്ങനെ എല്ലാ മന്ത്ലിയും പ്രോഗ്രാംസിൽ ലിസ്റ്റ് അയക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സൈനപ്പ് ചെയ്യും. സൈനപ്പ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞാൽ ഞാനുള്ള റോട്ട് ഇടുന്നത്. അപ്പം പ്രോഗ്രാമുള്ള ദിവസമൊക്കെ ഫ്രീ ആക്കിയിട്ട് ഇതിന് പോകുമ്പോൾ ആളിലോട്ടൊക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഷെയർ ചെയ്യും. ചിലർ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് വരും. അതോടൊപ്പം ബ്രോ 2015 അതിന് മുന്നേക്കാണ് ലിങ്ക് യൂസ് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി 1 year മുന്നെയാണ് എൻ്റെ ലിങ്കിനൊക്കെ പൊടി തട്ടി എടുക്കുന്നത്. അപ്പം എന്നിട്ട് അതിലിങ്ങനെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക. പിന്നെ ആളുകൾക്ക് ഇപ്പോൾ പറഞ്ഞ HR അല്ലെങ്കിൽ ഇപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിനൊക്കെ കണക്ട് ചെയ്യുക, പിന്നെ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ പിന്നെ ഓട്ടോമാറ്റഡ് അതൊക്കെ. ഇപ്പോൾ ഈ കണക്ഷൻ റിക്വസ്റ്റ് ഒക്കെ മറ്റേ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റഡ് ആണ്. ലീഡ് കൊടുക്കുമ്പോൾ അത് ഡെയിലി ഇത്ര റിക്വസ്റ്റ് കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ പരിപാടി. പക്ഷെ ആദ്യം നമ്മളിങ്ങനെ മാനുവലി കണക്ട് ചെയ്യുക. പിന്നെ ഇവൻറ്റുകൾ നോക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ HR ആണ് നമ്മുടെ ഒരു ബയറായിട്ട് നമുക്ക്
അപ്പോൾ അവർ പങ്കെടുക്കുന്ന ഇവൻറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഇവൻറ്റുകളിൽ പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് പങ്കെടുക്കുന്ന ഇവൻറ്റ് നോക്കിയിട്ട് അങ്ങനെ പോവുക. ചില സമയം നമ്മളിങ്ങനെ ഒരുപാട് കാണുന്ന, നേരത്തെ പറഞ്ഞ നോട്ടീസ് ചെയ്യുക ആളുകൾ. അപ്പോൾ ഈ ചില പ്രോഗ്രാമിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യും, ഓക്കെ അങ്ങനെ ഉണ്ട്, പരിപാടി ഉണ്ട്, പോകാമെന്ന് പറഞ്ഞൊക്കെ വിളി. ഇതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ പോകുമ്പം യു ഗെറ്റ് നോട്ടീസ്ഡ്. കറക്റ്റ്. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യും. ഒരു ഇവൻറ്റിൽ പോയിട്ട് നമ്മൾ ലിങ്ക്ഡിനിൽ QR കോഡ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യും. പിന്നെ നമുക്ക് ആവശ്യമുള്ള ആളാണെങ്കിൽ ഒരു 1 വീക്ക് 2 വീക്ക് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, മെസ്സേജ് അയക്കും. ഓക്കെ. അങ്ങനെ ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യും. ബ്രോ ആണ് പറഞ്ഞത്, മറ്റേ നമ്മൾ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് പല ആളുകൾ, ഞാനൊക്കെ പണ്ടത്തെ ഏർലി സ്റ്റേജിൽ നെറ്റ്വർക്ക് ഇവൻറ്റ് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 2-3 ഇവൻറ്റിൽ പോയിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. ഞാനങ്ങനെ സൈഡിൽ കൂടെ തിരിഞ്ഞ് കളിച്ച, കാരണം എനിക്കറിയില്ല എന്ത് ചെയ്യണം. നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്കാരത് ചോദിക്കാനില്ല, ഞാൻ അവിടെ പോയി എന്ത് സംസാരിക്കുക എന്നുള്ളത്. പിന്നെ എന്തോ ഒരു പോയിന്റിൽ ഞാൻ ഓട്ടോമാറ്റിക് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ തുടങ്ങിയ സമയത്ത് എനിക്ക് ആൾ തിരിച്ച് റിപ്ലൈ തുടങ്ങി. അപ്പോൾ എനിക്കൊരു ഫീൽ കിട്ടി, ഇറ്റ്സ് വർക്കിംഗ്. പിന്നാണത് മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ റൈറ്റ് പേഴ്സണെ കണ്ടു കഴിഞ്ഞാൽ അവരെ സംഹൗ നമ്മൾ ലൂപ്പിൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു അറ്റ്ലീസ്റ്റ് ഒരു വിഷുവിന് ഓണത്തിനെങ്കിലും ഹായ് അയച്ചല്ലെങ്കിൽ സംഭവം സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു കണക്ഷൻ എന്ത് ബിൽഡ് ചെയ്ത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക. അങ്ങനത്തെ കുറേ കാര്യങ്ങളും എന്താണ് ഹാർഡാണ്. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എല്ലാത്തിനും. ബാലൻസ് ചെയ്യിപ്പിക്കുന്നത് ഭയങ്കര പ്രയാസമാണ്. ഇതിനൊരു സെറ്റ് റൂളില്ല, അതാണ്. അതെ, ഇത് ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ട് നമുക്ക് വർക്ക് ആവുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്തു പോകാന്നുള്ളേ ഉള്ളൂ. ഒബ്വിയസ്ലി. പിന്നെ കുറേയൊക്കെ ഫ്രെയിം വർക്ക് ഉപയോഗിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ MA പ്രൊഫസേഴ്സ് പറയുമ്പോഴാണെങ്കിലും സ്റ്റാർട്ടപ്പ് ഈ റിസ്ക് ഉള്ള പരിപാടിയാണ്. 94% സ്റ്റാർട്ടപ്പുകളും ഫെയിലാണ്. ഉറപ്പായിട്ടും നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് കാൽക്കുലേറ്റർ റിസ്ക് എടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് പൂർണ്ണമായിട്ട് റിസ്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ ഫ്രെയിം വർക്ക് ഉപയോഗിച്ച് ചെയ്യുക, അതൊക്കെയാണ് പരിപാടികൾ. ഇനി നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ഫൗണ്ട് വിസ ആലോചിക്കുന്നുണ്ട്, ഇന്ന് തന്നെ ചെയ്യുക അല്ലേ. നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഐഡിയാസ് ടെസ്റ്റ് ചെയ്യുക, റിസർച്ച് ചെയ്യുക, നല്ല റിസർച്ച് ചെയ്യണം. തീർച്ചയായിട്ടും. ഞാൻ ChatGPT മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ ആർട്ടിക്കിൾ വായിക്കണം, ഇറങ്ങി ചെല്ലണം. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ പൊട്ടൻഷ്യൽ ആളുകളെ കണക്ട് സംസാരിക്കണം. എനിക്ക് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് അറിയോ, ഞാൻ ആളുകൾ ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് ഒരുപാട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നമ്മൾ വന്നുകൊണ്ട് ആളുകൾക്ക് പേഴ്സണൽ സ്പേസ് ഭയങ്കര ഇഷ്ടമാണ്. കറക്റ്റ്. ഇൻ പേഴ്സൺ ഇവന്റ്സിന് ഒരുപാട് പ്രയോറിറ്റി ഉണ്ട്. ഉറപ്പായിട്ട്. കാരണം നമ്മൾ വായിക്കാത്ത പുസ്തകങ്ങളോ നമ്മൾ കാണാത്ത കാര്യങ്ങളോ കണ്ടിട്ടുള്ള ഒരാളിക്കും തൊട്ടപ്പുറത്തിരിക്കുന്നത്, അയാളടുത്ത് നമ്മൾ ഐഡിയ ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അയാൾ ഒരു റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് അയാൾ തന്നെ ഇൻസൈറ്റുകളുണ്ട്, നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആവണം, കൊണ്ടുവരണം എന്നുള്ളത്. അത് മൈറ്റ് ബി നമ്മൾ AI നോക്കിയ സമയത്ത് അത് കിട്ടുന്ന ഇൻപുട്ട് സംതിങ് അല്ല ഔട്ട്പുട്ട് സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡിങ് AI ടൂൾ പോലെ യൂസ് ചെയ്യുക. ഈ പറഞ്ഞ ടൂളുകൾക്ക് ടൂളായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പമാവും. ഈ പറഞ്ഞ കണക്ക് നോട്ട് എഴുതുന്ന, ഡെക്ക് ഉണ്ടാക്കണമെങ്കിലും അല്ല റിസർച്ച് ചെയ്യുന്നതാണെങ്കിലും, ഇപ്പോൾ ഒരു നോർമൽ ചാറ്റിന് പുറമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പം വീഡിയോ ജനറേഷൻ, വോയിസ് ജനറേഷൻ, അതല്ല എന്താ അറിയാമോ, ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് വരെ ആളുകൾ ChatGPT ഉപയോഗിച്ച് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ചെയ്യരുത് ലിറ്ററലി. അപ്പോൾ അത് AIക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. യു ഹാവ് ടു ഗോ. അപ്പോൾ നിങ്ങൾ പുറത്ത് ഇറങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ അവിടെ കാണിക്കാൻ പറ്റും. കാരണം റിയൽ ആയിട്ട് ഹ്യൂമൻസ് എടുത്ത് അല്ലെങ്കിൽ യൂസേഴ്സും ബയേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അവരത് വാങ്ങിക്കുന്നില്ല, അവരുടെ ഇമോഷൻ എന്താണ്, അത് നിങ്ങൾ പിച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫേസ് എവിടെ നിന്ന് മാറുന്നത്, ഏത് പോയിന്റിൽ നിന്ന് അവരത് ഡിനൈ ചെയ്യുന്നുണ്ട്, ഏത് പോയിന്റിൽ നിന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ പരിപാടി. നമ്മുടെ ബിസിനസ് നമുക്ക് 10 രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഉറപ്പായിട്ടും. അപ്പോൾ ഏത് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആളുകളുടെ കണ്ണിങ്ങനെ തെളിയുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ആ സാധനം നമ്മൾ പിന്നെ ഇത് നമുക്ക് ഈ കളത്തിലിറങ്ങി കളിക്കാണ്ടത് മനസ്സിലാവത്തില്ല. അതായത് ഇപ്പൊ ആളുകൾ എന്താ വിചാരിക്കുന്ന അറിയോ, എനിക്ക് PMF ചെക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് AI കൂടെ പറ്റില്ല. യു ഹാവ് ടു ഗോ. കാരണം AI അല്ല നിങ്ങൾ പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്നുള്ളത്, ഇറ്റ്സ് റിയൽ ഹ്യൂമൻ ആണ് ബൈ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പെയിൻ പോയിന്റ് നിങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമേ ആളുകൾ പേ ചെയ്യാൻ വില്ലിങ് ആവത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻ ആ ഒരു ഫ്ലിപ്പിംഗ് ഉണ്ടല്ലോ, ആളുകൾ ബൈ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുമല്ലോ, അത് മാറിക്കൊണ്ടിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊഡക്റ്റിൻ്റെ ഷേപ്പ് മാറ്റിക്കൊണ്ടേയിരിക്കും. കാരണം ബാക്ക് ഇൻ 2021 ചെയ്ത ക്യൂബേ അല്ല ഇപ്പോൾ ഉള്ളത്. കാരണം 5 വർഷം കൊണ്ട് ക്യൂബേൻ്റെ ആളുകളുടെ ബയേഴ്സിൻ്റെ ടേസ്റ്റ് മാറി, അതിനനുസരിച്ച് ഞാൻ ക്യൂബേൻ്റെ പ്രൊഡക്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ അന്നുള്ള സെയിം സാധനം വെച്ച് ഇപ്പോൾ ആളുകൾ കൊടുക്കുക, ദാറ്റ് ഡസൻറ്റ് വർക്ക്. അപ്പോൾ അതും നമ്മളെപ്പോൾ നോട്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് റെഗുലർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇൻട്രാക്ഷൻസ് നമ്മളത് ക്യാപ്ചർ ചെയ്യുന്നുള്ളത്, അത് വെച്ച് അനലൈസ് ചെയ്യുന്നുള്ളത്,
അതുകൊണ്ടുണ്ടാകുന്നത് കൊണ്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത് കൊണ്ട് മാത്രം നമുക്ക് എന്ത് മൂവ് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ഫേസിലോട്ട് പോകാൻ പറ്റും എന്നുള്ളത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ എന്താണ് അതിനുള്ള പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ഇരിക്കും. ഇതുപോലെ ഞങ്ങൾ ഈ സെഗ്മെന്റിലെ സ്റ്റാർട്ടപ്സിന് ഒരു മിനിമം ഒരു ലൈഫ് 6 month ആണ്. മിനിമം 6 month ആകുമ്പോഴേക്കും നിങ്ങൾ കാണാൻ പറ്റും ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാവും 6 months ശേഷം ഒരു പോസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ടല്ലോ. കാരണം അപ്പോഴേക്കും അത് തകർന്നു പോകും. ഭയങ്കര കോംപ്ലിക്കേറ്റ്, ഭയങ്കര ഹെക്റ്റിക്ക്, ഭയങ്കര കണ്ണിങ് ആയിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ ബിൽഡ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീപ് ആസ്കിങ്. ഞാൻ ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസിന് സംസാരിച്ചുകൊണ്ടിരിക്കും, എനിക്കറിയണം അവരെ പെയിൻ പോയിന്റ് എന്താണ്. കാരണം ഞാൻ ഫൗണ്ടറാണ്, എനിക്ക് വേറെ പണിയുണ്ട്, വർക്ക് ചെയ്യില്ല. എൻ്റെ ആളുകളെ, എൻ്റെ യൂസേഴ്സിൻ്റെ പ്രശ്നം എനിക്ക് റിയൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഹാർഡ്. അപ്പം ഞാനിപ്പോൾ ലണ്ടനിൽ പോയ സമയത്ത് ഞാൻ ഈസ്റ്റ് ഹാമിൽ കുറേ സമയം സ്റ്റേ ചെയ്തു. പിന്നെ ഒരു ഇൻസിഡൻറ്റ് പറയാം കേട്ടോ. ഞാൻ രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റിട്ട് എനിക്ക് തോന്നുന്നുള്ളത് 5:30 മണിക്ക് നമ്മുടെ വെസ്റ്റ് ഹാം റെയിൽവേ സ്റ്റേഷൻ ട്യൂബ് ഉണ്ട്, ഞാൻ അവിടെ പോയിട്ട് ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടി. കാരണം 5:30-6 മണിയാകുമ്പോൾ സമയത്ത് ഒരുപാട് സ്റ്റുഡൻസ് ബാഗ് എടുത്തിട്ട് അവരെന്ത് ചെയ്യാണ്, ഓടുകയാണ് ആ ഒരു ജൂബിലി ലൈനിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം ആ 5 മണി എന്ന് പറയുന്നുള്ളത് മോസ്റ്റ്ലി അവരെ പാരൻസ് ആയിക്കോട്ടെ, മേ ബി അവരുടെ പാർട്ട്നേഴ്സ് ആയിരിക്കോട്ടെ, അവരെ ബാക്കിയുള്ള ഇമോഷണലി കണക്ട് ആരെങ്കിലും ആയിരിക്കോട്ടെ, അവരൊക്കെ അവരുടെ നാട്ടിൽ ചിലപ്പോൾ ഉറങ്ങുന്ന സമയമായിരിക്കും, വേറെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. പക്ഷേ അവർ 5 മണിക്ക് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ 4 മണിക്ക് അവർ എഴുന്നേൽക്കണം. 4 മണിക്ക് എഴുന്നേറ്റ് ഓടിയിട്ടായിരിക്കും അവിടെ എത്തുന്നുണ്ടാവുന്നുള്ളത്. എന്നിട്ടാണ് അവരിന്ന് വർക്കിൽ ഷിഫ്റ്റിന് പോകുന്നത്. അത് തണുപ്പായിക്കോട്ടെ, ചൂടായിക്കോട്ടെ, മഴ ആയിക്കോട്ടെ, മഞ്ഞായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ അവരെടുക്കുന്ന ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, ഇത്രയൊക്കെ എടുക്കുന്ന ഒരാൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് UK ബിൽഡ് ചെയ്യുന്ന പുഷ്പമായിരിക്കും. കാരണം അത്രത്തോളം ഹസിൽസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കടന്ന് വന്നിട്ടുണ്ട്. അപ്പം അത്രയും ഡെഡിക്കേറ്റഡ്, അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഇവിടെ ഓരോ സ്റ്റുഡൻസും ഓരോ പൗണ്ട് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്ന സമയത്ത് പാരൻസ് ആയിക്കോട്ടെ, അവരറിയണം അത് നിങ്ങളെ മക്കളായിരിക്കോട്ടെ, നിങ്ങൾ അയച്ചു തരുന്ന പൈസ അല്ലെങ്കിൽ അവർ തിരിച്ച് റീപേ ചെയ്യുന്ന ബാങ്ക് എമൗണ്ട് എന്ന് പറയുന്നത് ഇതവർ പറിച്ചെടുക്കുന്ന പൈസ എന്നല്ല, എത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഒരാൾ ലൈഫ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ ഒരാൾക്ക് ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കില്ല. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നില്ല ആ ജേണി, നിങ്ങൾ ഓൾറെഡി വന്നതല്ലേ, ആ ജേണി നിങ്ങളെ കുറച്ച് ഹെൽപ്പ് ചെയ്തില്ല ഒരു എന്റർപ്രണർ ആവുക എന്നുള്ളതിൽ? പിന്നെ ഇത് എല്ലാ സ്റ്റേജിലും സ്ട്രഗിൾ ഉണ്ട്. ഈ പറഞ്ഞ നമ്മളന്ന് ലണ്ടൻ വെച്ച് പറഞ്ഞ കണക്ക് നമ്മൾ ആദ്യമൊക്കെ വരുന്ന സമയത്ത് ആലോചിച്ചിട്ടുണ്ട്, ഇതാണോ UK, ഇതല്ലേ UK. അപ്പം നമ്മൾ ആ സ്റ്റുഡൻറ്റ് വിസ വരുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താണല്ലോ നമ്മൾ ആലോചിക്കുന്നത്, വർക്ക് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പം നമ്മൾ ആ സ്ട്രഗിള്, പിന്നെ നമ്മളെല്ലാവരും ഇപ്പം പ്രത്യേകിച്ച് ഇമിഗ്രൻസ് ആയിട്ട് വരുന്ന ആളുകളൊക്കെ ആ റിസ്ക് എടുത്തത്. ഇപ്പം നമ്മൾ പലരും മലയാളം വിട്ട് വേറൊരു ലാംഗ്വേജ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ വന്നത്. ഞാൻ പേഴ്സണലി ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ സംസാരിക്കും ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പം അങ്ങനെ നമ്മൾ വരുന്നു, ഒരു പുതിയ കൺട്രിയിൽ വരുന്നു, കൾച്ചർ, പിന്നെ ഈ ജോബ്, വിസ അല്ലേ, ഓരോ വട്ടവും നമ്മൾ സ്റ്റുഡൻറ്റ് വിസ ആണ്, അത് പെട്ടെന്ന് അത് പാസ്സാവണം. പിന്നെ PSW ആ സമയത്ത് എങ്ങനെയും വർക്ക് വിസ കണ്ടുപിടിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത്. അപ്പോൾ ഈ സ്ട്രഗിലൂടെ നമ്മൾ ഓൾറെഡി കടന്നു പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കും ഈ പറഞ്ഞ കണക്ക് ഒരു പാഷനുണ്ട്, ഇത് ബിൽഡ് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്താൽ പറ്റുന്ന കേസ് ഉള്ളൂ. ലൈക്ക് ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ. ഈ പറഞ്ഞ പോലെ എല്ലാം ഒത്തു വരണം. ഈ പറഞ്ഞ ഒരു ഐഡിയ വരണം, പിന്നെ അത് വാലിഡേറ്റ് ചെയ്യണം, പറ്റുമെങ്കിൽ ടീം കണ്ടുപിടിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ ഫസ്റ്റ് ഇനിഷ്യലി തന്നെ ഇപ്പം ഫ്രണ്ട്സിലിപ്പോൾ ഇതേ സെയിം പാഷനുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകളെ കണ്ടുപിടിക്കുക, ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക, വർക്കൗട്ട് ചെയ്യുക. നിങ്ങളൊരു ജോലിക്ക് ഇടുന്ന സെയിം എഫേർട്ട് നിങ്ങൾക്ക് വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ അതെ, ഇറ്റ് ഗോണ ക്രിയേറ്റ് എ ലൈഫ് ടൈം വെൽത്ത്. കറക്റ്റ്. പിന്നെ ഇപ്പോഴാണ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് ആ സമയത്താണ് എനിവേ ഇത് റിസ്ക് ആണ്. ഇപ്പം റിസ്ക് എടുത്തില്ല, പിന്നെ എപ്പോഴാണ് റിസ്ക് എടുക്കുന്നത്? അല്ല, അങ്ങനത്തെ മൈൻഡ്സെറ്റുള്ള ആളുകൾ വരണം. ഇപ്പോൾ മേ ബി നിങ്ങളെപ്പോലുള്ള ആളുകളെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യം ഷെയർ ചെയ്യുന്ന കാണുന്നത് ബാക്കിയുള്ള ആൾക്ക് എന്തായാലും ആ ഒരു തോട്ട് ചേഞ്ച് ചെയ്യാനുള്ള വേ എന്തായാലും ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുള്ളത്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മളും ഇപ്പം മടിയായിട്ടും അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ടിരിക്കുമ്പോഴും നമ്മൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്ന കേസ് എന്ന് വെച്ചാൽ പലപ്പോഴും 1-to-1 സെഷൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ ആളുകൾ പറയും, ഓക്കെ ദിസ് വാസ് ഹെൽപ്ഫുൾ, ഈ സംസാരിച്ചത് എനിക്ക് അതിനകത്തൊരു വാല്യൂ കിട്ടി, ഇപ്പം എനിക്കറിയാം എന്ത് ചെയ്യണം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. കറക്റ്റ്. എന്താണ് ക്യൂബയുടെ ഭാവി പരിപാടികൾ? ഇല്ല, ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു 2030 ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി കോൺസെപ്റ്റ് ലോഞ്ചിങ് പ്രോഗ്രാം ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോസസ്സ് ഓൾറെഡി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സംവെയർ അറൗണ്ട് ഒരു ഹ്യൂജ് പെർസെൻറ്റേജ് എൻ്റെ വർക്ക് കംപ്ലീറ്റഡ് ആണ്. റിമൈനിങ് കുറേ കാര്യങ്ങൾ പൈലറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലോട്ട്. അപ്പോൾ ചില രാജ്യങ്ങൾ വർക്ക് ആകുന്നില്ല, തിരിച്ച് വിളിക്കുന്നുണ്ട്, വീണ്ടും ഫിക്സ് ചെയ്ത് തിരിച്ചയക്കുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റിലോട്ട് സ്വിച്ച് ആവുന്ന ഒരു ജേണിയാണ് ഇപ്പോൾ കറൻ്റ് വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. നമ്മളൊരു 1 to 100 സ്കെയിലിംഗ് ആണ് ഇപ്പോൾ കറൻ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇതാണ് ഒരു അറ്റ് ദിസ് മൊമെൻറ്റ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. കാരണം നമ്മളെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നുള്ളത് അത്രത്തോളം ഓൾറെഡി അച്ചീവ്ഡ് ആയുള്ള ആളുകൾ. അപ്പോൾ എൻ്റെ ഒരു ജേർണി ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേ ഒരു പാറ്റേണിൽ തന്നെ വന്നാൽ കഴിഞ്ഞാൽ പോലും ഡീസൻ്റ് ആയിട്ടുള്ള റവന്യൂ ക്രിയേറ്റ് ചെയ്യാനും പോകാൻ പറ്റുന്ന രീതിയിലോട്ട് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഓൾവേസ് ഇങ്ങനെ നമ്മൾ അല്ലേ നമ്മൾ നമുക്കൊരു സർക്കിൾ ഉണ്ടാവുന്ന ഒരു വലിയൊരു ഫാക്ടറാണ്. അല്ല, ഇത് കണ്ടിട്ട് ആരെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ നല്ല കാര്യമാണ്. കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ വരുന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ സമയം അവൈലബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. അത് വിചാരിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റാതിരിക്കത്തില്ല. കാരണം എനിക്കൊന്നും ആളുകൾ ഹെൽപ്പ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സമയത്ത് എത്താൻ പറ്റൂലേ. ഒബ്വിയസ്ലി എനിക്കും ബാക്ക് ടു സൊസൈറ്റി കൊടുക്കൽ നിർബന്ധമുള്ളതാണ്. എന്നാൽ മാത്രമേ ബാക്കിയുള്ള അടുത്ത ജനറേഷന് കൊടുക്കുള്ളൂ. വേറെ നമ്മൾ ക്രിയേറ്റിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റി വലിയ വാല്യൂ ക്രിയേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഇപ്പോഴും എൻഡോഴ്സ്മെൻറ്റോ അല്ലെങ്കിൽ വിസയൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഐഡിയാസ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് കണക്ട് വിത്ത് മീ. ഇപ്പോൾ എനിക്കാണെങ്കിലും ഫീഡ്ബാക്ക് തരാം. ദെൻ ഡിപ്പെൻഡ് ഓൺ വാട്ട് സ്റ്റേജ്. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒരു സെഷൻ ബുക്ക് ചെയ്യുകയോ എങ്ങനെയാണല്ലോ വി വിൽ ട്രൈ ടു ഫൈൻഡ് ടൈം. അതുപോലെ തന്നെ നിങ്ങൾ നിലവിൽ PSWയിലോ ഒക്കെ ആണെങ്കിൽ സ്റ്റാർട്ടപ്പായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും റീച്ച് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് വി ക്യാൻ വർക്ക് ആസ് എ ടീം. ദെൻ പൊട്ടൻഷ്യലി ഡൗൺ ദ ലൈൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടീം മെമ്പറായിട്ടൊക്കെ മാറാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കാം. പിന്നെ കാണുന്നൊരു ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 10 സ്റ്റാഫ് അല്ലെങ്കിൽ മുകളിലോട്ടുള്ള ബിസിനസ്സാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാഫിനെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ മലയാളികളും ഇന്ത്യൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ യു ക്യാൻ വർക്ക് വിത്ത് അസ് ആസ് വെൽ. ഡെഫിനറ്റ്ലി അവർ നിങ്ങൾക്ക് അതിന് വേണ്ടി ഒരു കോൾ തന്നെ കൊടുക്കണം. ഫൗണ്ടേഴ്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മേ ബി ഇത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കത്തില്ല. കാരണം ഞാൻ നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരുന്നല്ലോ. എനിക്ക് നിങ്ങൾ ആർട്ടിക്കിൾ പ്രൊഡക്റ്റ് വായിച്ച സമയത്ത് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്, ലിറ്ററലി ഭയങ്കര ഇൻട്രസ്റ്റ്. അങ്ങനെ കടന്നുകൊണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ നിങ്ങൾ പ്രൊഡക്റ്റ് വായിച്ചിട്ടുണ്ട്, എനിക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളത്. അപ്പോൾ അത് ആളുകൾ സ്പെൻഡ് ചെയ്യാൻ സമയം ഉണ്ട് എങ്കിൽ അത് വായിച്ചു നോക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ അവരെ കൺവേ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇത് ഇവിടെ UK ബേസ്ഡിൽ ഫൗണ്ടേഴ്സ് ആണെങ്കിൽ ലിറ്ററലി നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫീൽ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജെന്യുവൻ ലൈനിൽ തോന്നിയ സമയം ബ്രോയുടെ ജേണിയും ഇൻസ്പയറിംഗ് ആണ്. ഈ പറഞ്ഞ കണക്ക് നിങ്ങളത് വരാനുണ്ടല്ലോ. എന്തായാലും എല്ലാ കാലവും നടക്കട്ടെ. ഒരുപാട് പേര് വരട്ടെ. ഒരുപാട് പേര് നമുക്ക് ഇപ്പൊ വേറെ 2 മൈക്കുകളുണ്ട്. നെക്സ്റ്റ് ടൈം രണ്ട് ഇന്നോവേറ്റീവ് ഫൗണ്ടേഴ്സിലുള്ള ആളുകളോട് ഇത് സംസാരിക്കട്ടെ. അപ്പൊ അങ്ങനെ താങ്ക് യു. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻഡ് ഐ തിങ്ക് ഇതാണ് നമ്മൾ ഇതുവരെ എടുത്ത പോഡ്കാസ്റ്റിൽ ഏറ്റവും നീളം കൂടിയ സംസാരിച്ച് ഒരു 8-6 മണിയുണ്ടല്ലോ. അതെ. അപ്പൊ അങ്ങനെ ഓക്കെ ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. വെൽക്കം. ബൈ ബൈ.